A very good morning to my dear students. So welcome to a new class of chemistry. So today we are going to discuss our new organic chemistry chapter. That is organic chemistry, some basic principles and techniques. You are familiar with the term organic chemistry, right? In the 10th class, you studied about organic chemistry, some basic concept and fact about the organic chemistry. Okay, so let's study the organic chemistry in detail. Okay, so let's start. Yes, first of all, we have to study what is meant by organic chemistry. Organic chemistry is a branch of chemistry deals with study of hydrocarbon and its derivatives. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന നമ്മുടെ കെമിസ്ട്രിയുടെ ഒരു വൈഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ്. അപ്പം നിങ്ങൾ 9th-ലും 10th-ലും ആയിട്ട് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചവരാണ് അല്ലേ? എന്താണ് ഓർഗാനിക് കെമിസ്ട്രി, പിന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ചെറിയ രീതിയിൽ IUPAC നോമൻക്ലേച്ചറും ഒക്കെ മനസ്സിലാക്കിയവരാണ്, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ മനസ്സിലാക്കിയവരാണ് അല്ലേ? അപ്പം നമുക്ക് +1-ലും +2-ലും ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ +1-ല് നിങ്ങൾക്ക് 2 ചാപ്റ്റേഴ്സ് ആണ് ഓർഗാനിക് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിനകത്തില് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത്. എന്താണ് ഓർഗാനിക് കെമിസ്ട്രി, നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് പോലെ നോമൻക്ലേച്ചർ, എങ്ങനെയാണ് നെയിംസ് വന്നത്, അതിൽ IUPAC നോമൻക്ലേച്ചർ പഠിക്കാനുണ്ട്. കുറേ അധികം ഓർഗാനിക് കോമ്പൗണ്ടുകൾ നിങ്ങൾ ഇവിടെ പരിചയപ്പെടുന്നുണ്ട്. നോമൻക്ലേച്ചർ എന്ന് പറയുമ്പോൾ അവിടെ നെയിമിങ്ങും ഉണ്ട്, സ്ട്രക്ചർ എഴുതാനും അങ്ങനെ കുറെ ക്ലാസിഫിക്കേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതേപോലെ ഐസോമേഴ്സും പഠിക്കുന്നുണ്ട്, ഇവരുടെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കുന്നുണ്ട്, കുറച്ച് പ്രിപ്പറേഷൻ മീൻസ് ഓർഗാനിക്, അതിലേക്ക് വരാം, കുറച്ച് അനാലിസിസും കാര്യങ്ങളും ഒക്കെ പഠിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസും കുറെ ടെക്നിക്കുകളുമാണ് നിങ്ങൾ ഇവിടെ പഠിക്കുന്നത്, ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. എന്നാൽ ഇതിന്റെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ചാപ്റ്റർ. അതിനകത്തിലാണ് നിങ്ങൾ കുറച്ചും കൂടി എന്താണ് ഓർഗാനിക് കോമ്പൗണ്ടിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതിന്റെ പ്രിപ്പറേഷൻസ് കൂടുതലും പഠിക്കുന്നത്, പ്രോപ്പർട്ടീസും പ്രിപ്പറേഷൻസും ഒക്കെ പഠിക്കുന്ന ചാപ്റ്റർ ആണ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ 2 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് +1-ൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇത് പഠിക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ +2-ല് കുറെ 3-4 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് വോളിയത്തില് ഓർഗാനിക്കുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ പഠിച്ചെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ ഈ ഫണ്ടമെന്റൽസ് ഉറപ്പിച്ചിട്ട് ഇവിടുന്ന് പോകില്ല. അതാണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്. സോ നമുക്ക് പഠിക്കാം എന്താണ് ഓർഗാനിക് കെമിസ്ട്രിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ മറ്റൊരു കാര്യം കൂടെ നിങ്ങളെ റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ്. ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ തിയറി അല്ല കൂടുതൽ, തിയറി പോലെ വായിച്ച് പഠിക്കുന്നതല്ല ഓർഗാനിക്കിൽ നമുക്ക് വേണ്ടത്, എഴുതി പഠിക്കുക എന്നുള്ളതാണ് ഇതിന് മസ്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു പെന്നും പേപ്പറും ഒക്കെ എടുത്ത് റെഡി ആയിരുന്നുകൊണ്ട് എഴുതി തന്നെ ഫോളോ ചെയ്ത് പോകണം ഈ ചാപ്റ്റർ പഠിക്കാൻ. ഓക്കെ, എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് ഞാൻ പറഞ്ഞു എന്താണ് ഓർഗാനിക് കെമിസ്ട്രി എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് ഹൈഡ്രോകാർബൺ and its derivatives are called organic chemistry. Hydrocarbon അതിനകത്തിൽ ആരൊക്കെ വരുന്നുണ്ട്? It consists of hydrogen and carbon അല്ലേ? അപ്പൊ കാർബണും ഹൈഡ്രജനും ചേർന്നുണ്ടാവുന്ന കോമ്പൗണ്ടുകളിലെ ഒരു വലിയ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ആണ് ഏത്? ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. ചില കേസിൽ ഈ ഹൈഡ്രോകാർബണെ കൂടാതെ അവരുടെ കുറച്ച് ഡെറിവേറ്റീവ്സും വരും. അപ്പൊ അത് നമുക്ക് പഠിക്കാം. അപ്പൊ എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടിയല്ലോ. Okay, then next. Yes. എന്തൊക്കെയാണ് അതിന്റെ ഒരു ചെറിയൊരു ഐഡിയ തരാം എന്താണെന്നുള്ളതിനെ കുറിച്ച്. ഓർഗാനിക് കെമിസ്ട്രി പ്ലേ എ വൈറ്റൽ റോൾ ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കുന്ന ആളാണ് ഈ ഓർഗാനിക് കെമിസ്ട്രി. എന്താ കാര്യം? യെസ്, കാർബണിന്റെ കോമ്പൗണ്ട്സ് ആണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. കാർബൺ ഇല്ലാത്ത ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഉണ്ടോ നമ്മളുടെ ലൈഫില്? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ വഹിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ,
ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് അവർ ബോഡി, അവർ ഡയറ്റ്, അവർ മെഡിസിൻ എക്സെട്ര. എല്ലായിടത്തും ഉണ്ട് അല്ലേ? നമ്മുടെ ഈ ലോകത്തെ ഏത് വസ്തു എടുത്തു വെച്ച് നോക്കിയാലും അതിനകത്ത് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു കണ്ടന്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. Then almost 95% of organic compounds are man-made. അപ്പൊ അത് പറയുന്നതിന് മുന്നേ ഇതിന്റെ ഒരു ഹിസ്റ്ററി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തുടക്കകാലത്തൊക്കെ, അതായത് ഒരു പഴയ കാലത്തില് ചിന്തിച്ചിരുന്നത് ഓർഗാനിക് കോമ്പൗണ്ടുകളെ ഒരിക്കലും ലബോറട്ടറിയിൽ സിന്തസൈസ് ചെയ്യാൻ സാധിക്കില്ല എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. സയന്റിസ്റ്റുകളൊക്കെ ചിന്തിച്ചത് അങ്ങനെയാണ്. പക്ഷേ എന്ന് വെച്ചാൽ അന്ന് കുറെ നാച്ചുറലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ, നമുക്ക് ഒരിക്കലും ലാബിൽ മാൻമെയ്ഡ് ആയിട്ട് സിന്തസൈസ് ചെയ്യാൻ സാധിക്കില്ല എന്നായിരുന്നു അവരുടെ വിശ്വാസം. പക്ഷേ ആ വിശ്വാസത്തെ തെറ്റിച്ചുകൊണ്ട് നമ്മുടെ ഫ്രെഡറിക് വൂളർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് വളരെ ആക്സിഡന്റൽ ആയിട്ട് ലാബിൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് സിന്തസൈസ് ചെയ്തു. ആക്ച്വലി ഒരു ഓർഗാനിക് കോമ്പൗണ്ട് സിന്തസൈസ് ചെയ്യുക എന്ന ഉദ്ദേശമായിരുന്നില്ല അദ്ദേഹത്തിന്റെ. അദ്ദേഹം മറ്റേതോ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുന്നതിനിടയ്ക്ക് വളരെ ആകസ്മികമായി, വളരെ ആക്സിഡന്റൽ ആയിട്ട് സിന്തസൈസ് ചെയ്യപ്പെട്ട ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ് ഏത്? യൂറിയ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പരിചയമുള്ള നെയിമാണ് യൂറിയ അല്ലേ? ഇറ്റ്സ് കെമിക്കൽ ഫോർമുല ഈസ് NH2CONH2 എന്നാണ്. അപ്പോൾ വളരെ ആക്സിഡന്റൽ ആയിട്ട് ഇങ്ങനെ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആരും സിന്തസൈസ് ചെയ്തു? വൂളർ സിന്തസൈസ് ചെയ്തു. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ബിലീഫ് അവിടെ കൊണ്ട് തെറ്റിയില്ലേ? എന്തായിരുന്നു? ഒരിക്കലും ലാബില് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് സിന്തസൈസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്നാണ് വിശ്വാസം. പക്ഷേ യൂറിയയുടെ ഡിസ്കവറിയോട് കൂടി അത് തെറ്റി. അങ്ങനെ അതിനുശേഷം പിന്നെ ലോട്ട് ഓഫ് എക്സ്പെരിമെന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്ത് ധാരാളം ഓർഗാനിക് കോമ്പൗണ്ടുകളെ പിന്നീട് കണ്ടെത്തി. അങ്ങനെ ഏകദേശം 95% ഇപ്പോൾ നിലനിൽക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകൾ എല്ലാം എന്തായി മാറി? മാൻമെയ്ഡ് ആയിട്ട് മാറി. മനസ്സിലായോ? അപ്പൊ അതാണ് അതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ് ഓർഗാനിക് കെമിസ്ട്രി, എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, അവ എങ്ങനെയാ വന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടിയില്ലേ? യെസ്. നെക്സ്റ്റ് we have to discuss the unique properties of carbon. നമ്മൾ പറഞ്ഞു വേറെ ഒരു ആറ്റംസിനും ഇല്ലാത്ത അല്ലെങ്കിൽ എലമെന്റിനും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് കാർബണിന്. കാരണം കാർബൺ എന്ന് പറയുന്ന ഒരു ഒറ്റ ആളിനെ ബേസ് ചെയ്ത് ഒരു ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി തന്നെ ഉണ്ടായി അല്ലേ? വേറെ ആർക്കും ഇല്ലല്ലോ അങ്ങനെ ഒരു ബ്രാഞ്ച് പ്രത്യേകം അസൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പൊ ഈ മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കണം കാർബണിന് ഇങ്ങനെ ഒരു കെമിസ്ട്രി ഉണ്ടായത് അല്ലേ? അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി, കാർബണിന് മാത്രമുള്ള ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ്. The first one is tetravalency. വാലൻസി എന്താണ്? Yes, combining capacity of an element is known as valency അല്ലേ? ഒരു എലമെന്റിന് കൂടിച്ചേരാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാലൻസി എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ കാർബണിന്റെ വാലൻസി എത്രയാണ്? ടെട്ര, 4 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാർബൺ ഹാവിംഗ് atomic number 6. So what is the subshell wise electronic configuration? That is 1s2, 2s2, 2p. 2p 2 ആണ് വരേണ്ടത്. പിന്നെ നമുക്കറിയാം 2p ക്ക് എത്ര ഓർബിറ്റൽ ഉണ്ട്? 3 ഓർബിറ്റൽ ഉണ്ട്. That is 2px, 2py and 2pz. പക്ഷെ അതില് 2pz ല് ഇലക്ട്രോൺസ് ഒന്നും ഇല്ല. 2px1 and 2py1. അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ വാലൻസി ഓഫ് കാർബൺ എന്ന് പറയുന്നത് 4 ആണ്. അതുകൊണ്ടാണ് കാർബണിന്റെ ടെട്രാവാലന്റ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ 4 കോവലന്റ് കോമ്പൗണ്ട്സ് ബോണ്ടുകളെ ഫോം ചെയ്യാനുള്ള കഴിവാണ് ആർക്കുള്ളത്? കാർബണിന് ഉള്ളത്. ബിക്കോസ് ഇറ്റ് ഈസ് ടെട്രാവാലന്റ്. സോ മെയിൻലി ഇറ്റ് ഫോംസ് 4 കോവലന്റ് കോമ്പൗണ്ട്സ്. ക്ലിയർ ആയല്ലോ? അപ്പൊ അതാണ് അയാളുടെ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. The next one is catenation. This is also familiar to you അല്ലേ? Catenation നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ? എന്താണ്? Yes, it is a property of forming bonds with atoms, give rise to long chains, branched or unbranched chains. എന്താണ്? മറ്റുള്ള ആറ്റങ്ങളുമായിട്ട് ബോണ്ട് ഫോം ചെയ്ത് വലിയ വലിയ ചെയിൻസും റിംഗ്സും ഒക്കെ ഫോം ചെയ്യാനുള്ള കാർബണിന്റെ എബിലിറ്റിയെ വിളിക്കുന്ന പേരാണ് എന്ത്? കാറ്റിനേഷൻ എന്ന് പറയുന്നത്. അത്രത്തോളം ലോങ് ചെയിൻസ് ഫോം ചെയ്യാൻ കാർബണിനെ പോലെ എബിലിറ്റി മറ്റൊരാൾക്കും ഇല്ല. അപ്പൊ അതിൽ തന്നെ ബ്രാഞ്ച്ഡ് ചെയിൻ ഉള്ളത് വരും, ബ്രാഞ്ച് ഇല്ലാത്തത് വരും. അതാണ് അൺബ്രാഞ്ച്ഡ് ചെയിൻസ് എന്ന് കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? സോ ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് കാറ്റിനേഷൻ. മനസ്സിലായോ? അപ്പൊ കാർബണിന്റെ യൂണിക് പ്രോപ്പർട്ടിയാണ് ടെട്രാവാലൻസിയും കാറ്റിനേഷൻ എന്നൊക്കെ പറയുന്നത്. ക്ലിയർ ആയല്ലോ?
ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ കാർബൺ യൂണിക് പ്രോപ്പർട്ടി കാണിക്കുന്നത് കൊണ്ടാണ് കാർബണിന്റെ ബേസിൽ തന്നെ കുറെ കോമ്പൗണ്ടുകളും ഒരു വലിയ കെമിസ്ട്രിയും അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പൊ എന്താണ് ഓർഗാനിക് കെമിസ്ട്രി അല്ലെ ഓർഗാനിക് കോമ്പൗണ്ട് എന്നുള്ളതിനെ കുറിച്ചൊരു ഇൻട്രോഡക്ടറി പാർട്ട്, ഒരു സ്മോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണുമെന്ന് കരുതുന്നു. സോ നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് ദ ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് പൈ ബോണ്ട്സ്. അപ്പൊ നിങ്ങൾക്ക് സിഗ്മ ബോണ്ടും പൈ ബോണ്ടും ഒക്കെ അറിയാം, നമ്മൾ അവിടെ പഠിച്ചത് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിനകത്ത് ഡിസ്കസ് ചെയ്തതാണ് ബോണ്ട് കാറ്റഗറി ഒക്കെ അല്ലേ. അപ്പൊ അതില് സിഗ്മ ബോണ്ട് സിംഗിൾ ബോണ്ട്, പൈ ബോണ്ടിനകത്തിൽ ഡബിൾ മൾട്ടിപ്പിൾ ബോണ്ട്സിനകത്തിൽ വരുന്ന ആളാണ് പൈ ബോണ്ട്, ഓവർലാപ്പിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിച്ചതാണ്. അപ്പൊ നമുക്ക് ഇവിടെ പൈ ബോണ്ടിന്റെ ഫീച്ചർ ജസ്റ്റ് ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനുണ്ട്. എന്താണ്? ഇൻ എ പൈ ബോണ്ട് ഫോർമേഷൻ parallel orientation of the two p orbitals on adjacent atoms is necessary for a proper sideways overlap. അപ്പോൾ നമ്മൾ ഒരു പൈ ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് രണ്ട് പി ഓർബിറ്റൽസ് തമ്മിലാണല്ലോ പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്, അത് നമുക്കറിയാം അല്ലേ. അപ്പൊ ആ രണ്ട് പി ഓർബിറ്റൽസിനെയും പാരലൽ ആയിട്ട് ഓറിയന്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. പാരലൽ ആയിട്ട് ഓറിയന്റ് ചെയ്യണം. ഇതൊരു പി ഓർബിറ്റൽ, അതേപോലെ തന്നെ ഇതൊരു പി ഓർബിറ്റൽ, ഈ രീതിയിൽ പാരലൽ ആയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഓൺ അഡ്ജസന്റ് കാർബൺ ആറ്റം ഈസ് നെസസറി. അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ സൈഡ് വൈസ് ആയിട്ട് നമുക്ക് ഓവർലാപ്പിംഗ് നടത്തണമെങ്കിൽ എന്താണ്, ഈ രണ്ട് പി ഓർബിറ്റൽസിനെയും പാരലൽ ആയിട്ട് നമ്മൾ ഓറിയന്റ് ചെയ്യണം എന്നാണ് പൈ ബോണ്ടിന്റെ ഫോർമേഷന്റെ കേസിൽ പറയുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ടാണ് CH3 C2H4 എന്ന് പറഞ്ഞാൽ CH2 ഡബിൾ ബോണ്ട് CH2 that is ethene ആണ് അല്ലേ, C2H4. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഇതിന്റെ ഓവർലാപ്പിംഗും ഹൈബ്രിഡൈസേഷനും ഒക്കെ പഠിച്ചവരാണ് അല്ലേ. അപ്പൊ അതിനകത്തില് കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിച്ചവരാണ്, സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ അല്ല കെമിക്കൽ ബോണ്ടിങ്ങിലാണ് നമ്മൾ പഠിച്ചത് അല്ലേ. യെസ്, അപ്പൊ അതിനകത്തില് എന്താണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, പി ഓർബിറ്റൽസ് തമ്മിൽ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് നടക്കണമെങ്കിൽ ആ രണ്ട് പി ഓർബിറ്റൽസിനെയും പാരലൽ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ടു അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഫോമിംഗ് ബോണ്ട് പാരലൽ ടു ഈച്ച് അതർ. നമുക്കറിയാം എന്താണ്, ഇതിനകത്തിൽ വരുന്ന കാർബണിന്റെ രണ്ട് പേര് വീതം എന്ത് ചെയ്യുന്നുണ്ട്, ഹൈഡ്രജനുമായിട്ട് ഓവർലാപ്പിംഗ് നടത്തി ബാക്കി ഹൈബ്രിഡൈസേഷൻ നടക്കാതെ നിൽക്കുന്ന ഓർബിറ്റൽസ് ആണ് പരസ്പരം പാരലൽ ആയിട്ട് ബോണ്ടിങ് ഫോം ചെയ്യുന്നത്. ആ ബോണ്ടിനെയാണ് നമ്മൾ പൈ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഇവിടെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സ് തരും. ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്തിലെ സിഗ്മ ബോണ്ടും പൈ ബോണ്ടിന്റെയും നമ്പർ, എത്ര സിഗ്മ ഉണ്ട് എത്ര പൈ ബോണ്ട് ഉണ്ട് എന്നൊന്ന് കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. ജസ്റ്റ് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പൊ നോക്കിയേ, ഫസ്റ്റ് ഇവിടെ ഒരു കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, കോമ്പൗണ്ട് എന്താ, CH ട്രിപ്പിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH3. ഇങ്ങനെയാണല്ലോ ഫസ്റ്റ് കോമ്പൗണ്ട്. യെസ്, അപ്പൊ ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് നീട്ടി വലിച്ചൊന്ന് എഴുതാം, ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം, എങ്കിൽ മാത്രമേ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. യെസ്, നോക്കാം. CH എന്നുള്ളതിനെ ഇതാ ഇങ്ങനെ എഴുതാം, എന്നാലല്ലേ ബോണ്ട് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. സിംഗിൾ ബോണ്ട് ആണ്. ദെൻ ഇത് ട്രിപ്പിൾ ബോണ്ട് CH കണ്ടോ, ഇങ്ങനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ദെൻ ഡബിൾ ബോണ്ട് CH3 എന്നുള്ളതിനെ 3 ബോണ്ടായി കൊടുത്തു, 3 ഹൈഡ്രജനെ 3 ബോണ്ടായി കൊടുത്തു അല്ലേ. ശരിയല്ലേ ഞാൻ എഴുതിയിരുന്നേ? യെസ്. അപ്പൊ ഇനി നമുക്ക് എന്ത് എഴുതാം, സിഗ്മ ബോണ്ട് എത്രയാണ് പൈ ബോണ്ട് എത്രയാണ് എന്നുള്ളത് കൗണ്ട് ചെയ്യാം അല്ലേ. യെസ്, സിഗ്മ ബോണ്ട് എത്ര ഉണ്ടെന്ന് നോക്കാം. സിംഗിൾ ബോണ്ട് ആണ്, സാച്ചുറേറ്റഡ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. സിഗ്മ ബോണ്ട് 1. ട്രിപ്പിൾ ബോണ്ടിനകത്തിൽ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട് നിങ്ങളെ? യെസ്, മിഡിലിൽ വരുന്നത് സിഗ്മ ബോണ്ടാന്ന് അറിയാം, 2. ഇതാ ഒരു സിംഗിൾ ബോണ്ട് 3. ദെൻ 4. പൈ ബോണ്ടിനകത്തിൽ ഒരു സിഗ്മ ബോണ്ട് ഒരു പൈയും ആണെന്ന് അറിയാം അല്ലെ. ഡബിൾ ബോണ്ടിനകത്തിൽ ഒരു സിഗ്മയും ഒരു പൈയും ആണെന്ന് അറിയാം അല്ലെ. യെസ്, 1 2 3 4 5 6 7 8 9 10 ആണല്ലോ. സോ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് ഈസ് 10. ശരിയല്ലേ? അപ്പൊ ഇനി നമുക്ക് ആരെയും നോക്കാം. ഇനി നമുക്ക് പൈ ബോണ്ടിനെ കൗണ്ട് ചെയ്യാം അല്ലെ. പൈ ബോണ്ട് എത്രയുണ്ടെന്ന് നോക്കിക്കേ. യെസ്, ട്രിപ്പിൾ ബോണ്ടിൽ 2 പൈ ബോണ്ട് ഉണ്ടെന്ന് അറിയാം, 2. ദെൻ ഇവിടെ 3, അത്രയല്ലേ ഉള്ളൂ. സോ നമ്പർ ഓഫ് പൈ ബോണ്ട് ഈസ് 3. സിമ്പിൾ അല്ലേ?
അപ്പൊ ഈ രീതിയിൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് തന്നാൽ അതിനകത്തിൽ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്, എത്ര പൈ ബോണ്ട് ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായല്ലോ? മറ്റൊരു എക്സാമ്പിൾ കൊടുത്തേക്ക് നോക്കാം. ഇയാളെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാലോ? യെസ്, ദാറ്റ് ഈസ് CH3 എന്നുള്ളതിനെ ഇതാ ഇങ്ങനെ എഴുതുന്നു. H H H, then single bond C, triple bond C H. മനസ്സിലായി? ഓക്കെ, ഇനി നമുക്ക് പൈ ബോണ്ട് സിഗ്മ ബോണ്ട് ആദ്യം കൗണ്ട് ചെയ്യാം. 1 2 3 4 yes 5 and 6 അല്ലേ? So how many sigma bonds? 6. Then pi bond count ചെയ്യാം. Yes. Okay, എത്ര എണ്ണം വരും? Yes, 1 2, only 2 pi bonds. ശരിയല്ലേ? മനസ്സിലായോ? അപ്പൊ ഈ രീതിയിൽ എന്താണ്, നമുക്കൊരു കോമ്പൗണ്ട് തന്നാൽ how many sigma and how many pi bonds are there എന്നുള്ളത് ചുമ്മാ ഇതുപോലെ ഒന്ന് കൗണ്ട് ചെയ്യാൻ അറിയാം. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. So next is write the hybridization of each carbon atoms in the following compounds. Hybridization നമ്മൾ പഠിച്ചു. എവിടെ? കെമിക്കൽ ബോണ്ടിങ്ങിനകത്ത് പഠിച്ചു അല്ലേ? ഏതൊക്കെ ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ പഠിച്ചിട്ടുണ്ട്? യെസ്, sp3 hybridization, sp2 sp hybridization, then sp3d2 sp3d, d2 sp3 dsp2, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ അതിനകത്ത് ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp, sp2 ആൻഡ് sp3 ഹൈബ്രിഡൈസേഷൻസ് അല്ലേ? യെസ്, അപ്പൊ അത് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് എന്ത്, sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് സിംഗിൾ ബോണ്ടിനകത്തിൽ വരുന്നതാണ് sp3, sp2 ഡബിൾ ബോണ്ട് ആണ്, sp ട്രിപ്പിൾ ബോണ്ട് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ? അപ്പോൾ ഇനി നമ്മൾ അത് ജസ്റ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഓർഗാനിക് കോമ്പൗണ്ട് വെച്ചൊന്ന് അനലൈസ് ചെയ്യുന്നു, അത്ര മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ കോമ്പൗണ്ടിനകത്തിലെ ഓരോ കാർബൺ ആറ്റത്തിന്റെയും ഹൈബ്രിഡൈസേഷൻ ഏതാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം ഓരോ കാർബണിന്റെയും ഹൈബ്രിഡൈസേഷൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഫസ്റ്റ് കോമ്പൗണ്ട് ഈസ് CH3Cl. ഇവിടെ പറയാൻ വേണ്ടി ആകെ ഒരു കാർബൺ ആറ്റം മാത്രമേ ഉള്ളൂ, ശരിയല്ലേ? CH3Cl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സിംഗിൾ ബോണ്ടാ, ശരിയല്ലേ? 3 ഹൈഡ്രജനും സിംഗിൾ ബോണ്ടാണ്. നോക്കുക, ദെൻ ഇവിടെയും ഒരു സിംഗിൾ ബോണ്ട്. അപ്പൊ സിംഗിൾ ബോണ്ടാണ് നമുക്കറിയാം. അതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3 ആയിരിക്കും. അപ്പൊ അത് മനസ്സിലായില്ലേ? ഇനി അടുത്ത കോമ്പൗണ്ടിലേക്ക് വന്നേ, ദാറ്റ് ഈസ് CH3 twice CO. ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ അറിയണം കേട്ടോ. CH3 twice COയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതാ ഇങ്ങനെയാണ്. CH3 രണ്ടെണ്ണം ഉണ്ട്. CO എന്ന് പറഞ്ഞാൽ C ഡബിൾ ബോണ്ട് O ആണ്. ഇതാണ് ഇയാളുടെ കംപ്ലീറ്റ് സ്ട്രക്ചർ. അപ്പൊ ഇതിനകത്തിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? യെസ്, 1 2 and 3, 3 കാർബൺ ആറ്റം ഉണ്ട്. ഓരോരുത്തരുടെയും ഹൈബ്രിഡൈസേഷൻ പറയണം. CH3 അതെല്ലാം സിംഗിൾ ബോണ്ട് ആണ്. അതുകൊണ്ട് CH3കളുടെ രണ്ടുപേരുടെയും ഹൈബ്രിഡൈസേഷൻ ഏതാവും നിങ്ങളെ? യെസ്, sp3 ആണ്. അതിന് നിങ്ങൾക്ക് സംശയമൊന്നുമില്ല അല്ലെ? ഇത് രണ്ടും sp3 ഹൈബ്രിഡൈസേഷൻ ആണെന്നറിയാം. എന്നാൽ ഈ കാർബണിന്റെ ബോണ്ട് എത്രയാണ് കൊടുത്തേക്കുന്നത്? ഡബിൾ ബോണ്ട് ആണ് അല്ലേ? ഡബിൾ ബോണ്ട് ആകുമ്പോൾ അതിന്റെ ഹൈബ്രിഡൈസേഷൻ ഏതായിരിക്കും? sp2 ആയിരിക്കും ഹൈബ്രിഡൈസേഷൻ. മനസ്സിലായോ? അപ്പൊ ഈ രീതിയിൽ ഹൈബ്രിഡൈസേഷൻ ഐഡന്റിഫൈ ചെയ്യണം. അടുത്ത കോമ്പൗണ്ടിലേക്ക് വരാം. CH3Cl. CH3Cl എന്ന് പറഞ്ഞാൽ Clന്റെ സ്ട്രക്ചർ C ട്രിപ്പിൾ ബോണ്ട് N ആണ്. ഓക്കെ, അപ്പൊ C ട്രിപ്പിൾ ബോണ്ട് N. അപ്പൊ ഇതിനകത്തിൽ എത്ര കാർബൺ വരുന്നുണ്ട്? യെസ്, 2 കാർബൺ ആറ്റം വരുന്നുണ്ട് അല്ലേ? ആദ്യത്തേത് CH3 ആണ്. CH3യിൽ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കറിയാം അയാളുടെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. അതേസമയം C എന്ന് പറഞ്ഞാൽ C ട്രിപ്പിൾ ബോണ്ട് N ആണ്. ട്രിപ്പിൾ ബോണ്ട് ആവുമ്പോൾ അതിന്റെ ഹൈബ്രിഡൈസേഷൻ sp ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? യെസ്. അടുത്ത നോക്കിയേ, HCONH2. ഇയാളുടെ സ്ട്രക്ചർ എങ്ങനെ വരും? CO എന്ന് പറഞ്ഞാൽ C ഡബിൾ ബോണ്ട് O ആണ്. HCONH2. കണ്ടോ? ഇതിനകത്തിൽ ആകെ ഒരു കാർബണേ ഉള്ളൂ. പക്ഷെ അയാൾക്ക് ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് അയാളുടെ ഹൈബ്രിഡൈസേഷൻ sp2 ആയിരിക്കും. ക്ലിയർ? Then next one, CH3 CH double bond CH CN അല്ലേ? അപ്പൊ അതിനകത്തിൽ എന്താ? CN മാത്രം ഒരു വ്യത്യാസം. അതായത് ഒന്നുകൂടെ ഒന്ന് എടുത്ത് എഴുതുന്നു. CH3 CH ഡബിൾ ബോണ്ട് CH CN എന്ന് പറഞ്ഞാൽ C ട്രിപ്പിൾ ബോണ്ട് N ആണ് അല്ലേ? ടോട്ടൽ എത്ര കാർബൺ വരുന്നുണ്ട്? 1 2 3 and 4 അല്ലേ? ഓരോരുത്തരുടെയും ഹൈബ്രിഡൈസേഷൻ പറയാം. CH3 ആണ്. അവിടെ എല്ലാം സിംഗിൾ ബോണ്ട് ആണ്. അതുകൊണ്ട് CH3യിലെ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. ഡൗട്ട് ഒന്നുമില്ല.
അടുത്തത് CH ആണ്. പക്ഷേ ഈ രണ്ട് CH-നോടും ചേർന്ന് എന്ത് കിടപ്പുണ്ട്? ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അതുകൊണ്ട് ഈ രണ്ട് CH-കളുടെയും, അതായത് രണ്ട് CH-ലെ കാർബണിന്റെയും ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp2 ആണ്. സംശയമൊന്നുമില്ല? ഇല്ല. നെക്സ്റ്റ് വൺ CN ആണ്. CN നമ്മൾ പറഞ്ഞു ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് അവിടുത്തെ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ഈ രീതിയിൽ ഒരു കോമ്പൗണ്ട് തന്നാൽ അതിലെ ഓരോ കാർബണിന്റെയും ഹൈബ്രിഡൈസേഷൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. അപ്പൊ അത് കഴിഞ്ഞു. യെസ്, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ, അതായത് പല രീതിയിൽ നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ടുകളെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയാണ് ഓർഗാനിക് കോമ്പൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഒന്ന് കംപ്ലീറ്റ് അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ഫോർമുല, നെക്സ്റ്റ് വൺ ഈസ് കണ്ടൻസ്ഡ് ഫോർമുല ആൻഡ് ബോണ്ട് ലൈൻ ഫോർമുല. ഇങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിൽ ആദ്യത്തേത് കംപ്ലീറ്റ് ആണ്. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എല്ലാം ഒന്നും ചുരുക്കാതെ വളരെ വലിച്ചു നീട്ടി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കംപ്ലീറ്റ് ആൻഡ് എക്സ്പാൻഡഡ് ഫോർമുല എന്ന് പറയുന്നത്. കണ്ടൻസ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? ചുരുങ്ങുക രൂപം എന്നാണ് അർത്ഥം. അപ്പൊ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറഞ്ഞാൽ മാക്സിമം ചുരുക്കി എഴുതുന്നതിനെയാണ് കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറഞ്ഞാൽ. ബോണ്ട് ലൈൻ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നമ്മൾ ആറ്റങ്ങളെ കാണിക്കത്തില്ല, ആറ്റങ്ങളെ എല്ലാം ബോണ്ട് ഉപയോഗിച്ച്, ലൈൻ മാത്രം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ബോണ്ട് ലൈൻ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ ഈ മൂന്ന് രീതിയിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. യെസ്, അപ്പൊ ഇവിടെ നമുക്ക് ഒരു കണ്ടൻസ്ഡ് ഫോർമുല തന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി നോക്കാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ ബോണ്ട് ഉണ്ടോ അതെല്ലാം നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ CH3 ആ കൊടുത്തിരിക്കുന്നത്. CH3ക്ക് 3 ബോണ്ട് ഉണ്ട്. ഓരോന്ന് എഴുതുമ്പോഴും കാർബണിന്റെ വാലൻസിൽ 4 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എഴുതാൻ. CH3 എഴുതി. അടുത്തത് CH ആണ്. ദാറ്റ് ഈസ് എന്താണ്? CH, then ഡബിൾ ബോണ്ട് അല്ലേ? ഡബിൾ ബോണ്ട്, വീണ്ടും CH ആണല്ലോ. യെസ്, പിന്നെ CH2 ത്രൈസ് ആണ്. എത്ര CH2 ഉണ്ട്? 3 CH2 ഉണ്ട്. അപ്പൊ 3 CH2 എക്സ്പാൻഡ് ചെയ്താൽ കാണിക്കണം കേട്ടോ. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ ആൻഡ് തേർഡ് വൺ. Then ലാസ്റ്റ് വൺ വീണ്ടും ഒരു CH3 കൊടുത്തു. 1 2 3 H H and H. കണ്ടോ? ഓരോ കാർബണും 4 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 2 3 4 1 2 3 and 4. കണ്ടോ? അപ്പൊ അങ്ങനെ എന്താണ്? ഇതാണ് ഇതിന്റെ എക്സ്പാൻഡഡ് ഫോർമുല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സിമ്പിൾ അല്ലേ ഇതൊക്കെ നമുക്ക് എഴുതാനായിട്ട്. ഫോർമുല തന്നാൽ അത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്തെന്താ? റൈറ്റ് കണ്ടൻസ്ഡ് ആൻഡ് ബോണ്ട് ലൈൻ ഫോർമുല. ഇനി നമുക്ക് എന്താ? കണ്ടൻസ്ഡ് എഴുതണം, ബോണ്ട് ലൈൻ എഴുതണം. അതെങ്ങനെയാ നോക്കാം. ഇതാ ഇവിടെ ഒരു കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. OH ഒക്കെ ഉണ്ട്, അതൊക്കെ വരും. ഫങ്ഷണൽ ഗ്രൂപ്പുകളൊക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ നമുക്ക് കണ്ടൻസ്ഡ് എഴുതുമ്പോ എന്താ? ചുരുക്കി എഴുതണമെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? നോക്കിയേ, ഇവിടെ ഒരു OH ഉണ്ട്, അത് അതുപോലെ തന്നെ എഴുതുക. കാർബൺ ഹൈഡ്രജൻ അല്ലാത്ത, അതായത് ഇതുപോലത്തെ കോമ്പൗണ്ടുകളാണ്, അത് അങ്ങനെ തന്നെ എഴുതുക. ഇനി നോക്കിയേ, CH2 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 3 CH2 അടുപ്പിച്ച് വന്നു. എങ്ങനെ ചുരുക്കും? യെസ്, CH2 ത്രൈസ് അല്ലേ? അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? CH2 ത്രൈസ്. കണ്ടോ? ഓക്കെ ആണല്ലോ. ഇനി അടുത്ത എന്താ? CH. യെസ്, പിന്നെ ഒരു CH3. അത് അങ്ങനെയല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. യെസ്, വീണ്ടും ഒരു CH. ഇവിടെ 2 CH3 അടുപ്പിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവരെ എങ്ങനെ എഴുതാം? CH3 ട്വൈസ്. കണ്ടോ? നിങ്ങൾ ഒരിക്കലും ഇവിടെയും CH3 വന്നിട്ട് ഇതെല്ലാം ഈ 1 2 3 CH3 കൗണ്ട് ചെയ്ത് CH3 ത്രൈസ് എന്ന് എഴുതരുത്. അത് തെറ്റാ. നമുക്ക് ഈ ഓർഡർ കീപ്പ് ചെയ്യാൻ വേണം. വളരെ അടുപ്പിച്ച് വരുന്ന ഒരേപോലത്തെ കോമ്പൗണ്ടുകളെ മാത്രമേ ട്വൈസ് എന്നും ത്രൈസ് എന്നും ഒക്കെ എഴുതാവുള്ളൂ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോ. ഓക്കെ, അപ്പൊ ഇതാണ് ഈ കോമ്പൗണ്ടിന്റെ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുന്നത്. എളുപ്പമല്ലേ? ചുരുക്കി എഴുതി. ഇനി കണ്ടൻസ്ഡ് ഫോർമുല മാത്രമല്ല, എന്നോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, ബോണ്ട് ലൈൻ ഫോർമുലയും കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ബോണ്ട് ലൈൻ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ? ആറ്റങ്ങളെ ലൈൻ, അതായത് ബോണ്ട് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബോണ്ട് ലൈൻ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത്
OH കഴിഞ്ഞ് CH2 ഇതാ ഇവിടെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് ബോണ്ടുകളുണ്ട്. കണ്ടൻസ്ഡിലൊന്നും നമ്മൾ ബോണ്ടുകൾ കാണിക്കത്തില്ല, മനസ്സിലായോ? പക്ഷെ നമ്മൾ ബോണ്ട് ലൈൻ ഫോർമുല റെപ്രസെന്റ് ചെയ്യുമ്പോൾ എല്ലാം ബോണ്ടാണ്. അപ്പൊ അതിനകത്തില് നമ്മൾ എന്താണ് കാർബൺ ഹൈഡ്രജൻ ഉള്ള ഈ CHകളിൽ ഇവരെ ഒന്ന് റെപ്രസെന്റ് ചെയ്തില്ല. അത് കൂടാതെ ഗ്രൂപ്പിനെ എഴുതിയില്ല എങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ OH ഒക്കെ ഉണ്ടെങ്കിൽ OH എന്ന് തന്നെ എഴുതണം. യെസ്, അത് കഴിഞ്ഞൊരു ബോണ്ട് കണ്ടല്ലോ. യെസ്, എത്ര CH2 ഉണ്ട്? 3 CH2 ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു CH2, രണ്ടാമതൊരു CH2, 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 1, 2, 3 കണ്ടോ? ഇവിടെ ഒരു CH2 ഉണ്ട്, ഇവിടെ ഒരു CH2 ഉണ്ട്, ഇവിടെ ഒരു CH2 ഉണ്ട്. നോക്കിയേ, ഇവിടെ ഒരു കാർബൺ അണ്ടർസ്റ്റുഡ് ആണ്, ഇവിടെ ഒരു കാർബൺ അണ്ടർസ്റ്റുഡ് ആണ്, ഇവിടെ ഒരു കാർബൺ അണ്ടർസ്റ്റുഡ് ആണ്. H2 എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജന്റെ ബോണ്ട് ഇതായത്, ഒരു ഹൈഡ്രജന്റെ ബോണ്ട് ഇതായത്. ഈ കാർബണിനെ സംബന്ധിച്ച് ഇത്, ഈ കാർബണിനെ സംബന്ധിച്ച് ഇത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് ബോണ്ട് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ OH എഴുതി, 3 CH2 വേണം, ഒന്ന് ഇവിടെ, രണ്ടിവിടെ, 3 ഇവിടെ, 1, 2, 3 കണ്ടോ? 3 CH2 ആയി. ഇനി അടുത്ത ആരാ? CH ആണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഒരു CH ആണ്. അതിന്റെ ഈ ബ്രാക്കറ്റ് കൊടുത്തേക്കുന്ന ആൾക്കാരില്ലേ, അതായത് ഇങ്ങനെ CH3 എന്നൊക്കെ കൊടുത്തേക്കുന്നത് മിക്കവാറും ബ്രാഞ്ചാ. കാരണം ഇടയ്ക്ക് CH3 വന്നാൽ ശരിയാവത്തില്ല. ഇടയ്ക്ക് CH3 വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ബോണ്ട് വരുമ്പോ 5 വാലൻസി വരും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്ന CH3കളെ നമ്മൾ ബ്രാഞ്ച് ആക്കി ഇടണം. എന്താ ഇതുപോലെ താഴോട്ട്. മനസ്സിലായോ? നോക്കിയേ, CH3 വന്നു, CH ഉണ്ട് ഇവിടെ അല്ലേ? യെസ്, CH, അത് കഴിഞ്ഞ ഒരു CH2, ഒരു CH2 കണ്ട. H അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. മനസ്സിലായോ? അപ്പൊ ഓരോ കാർബണിനും 4 വാലൻസി വീതം ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പൊ ഇതാ ഇവിടുത്തെ കാർബണിന് 2 ബോണ്ട് ഉണ്ട്, പിന്നെ 2 ഹൈഡ്രജൻ ഉണ്ട്. ഓരോ CH2നും അങ്ങനെയാണല്ലോ, 1, 2, 3. ദെൻ അടുത്ത CH ആണ് ഇവിടെ ഉള്ളത്, 1, 2, പിന്നെ ഈ CH3 പോയി, ഒരു ഹൈഡ്രജൻ അവിടെ ഉണ്ട്. ഇവിടെ CH ആണ്, 1, 2, 3 H. മനസ്സിലായോ? ഇത് രണ്ടും എന്താ? CH3കളാണ്. മനസ്സിലായി? ഈ അറ്റത്ത് വരുന്നത് ഇതുപോലെ നമ്മൾ ഒന്നും ഫങ്ഷണൽ ഗ്രൂപ്പുകളൊന്നും എഴുതിയില്ല എങ്കിൽ അതിന്റെ അർത്ഥം ഇവിടെ എല്ലാം എന്താണ്? CH3 ആണെന്നാണ് അർത്ഥം. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ആറ്റങ്ങളെ ബോണ്ട് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബോണ്ട് ലൈൻ ഫോർമുല എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ 2-3 എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും. യെസ്, അടുത്ത നമുക്ക് നോക്കാം. അപ്പൊ ഇതിനകത്ത് നോക്കിക്കേ, ഇതെങ്ങനെ ആദ്യം കണ്ടൻസ്ഡ് എഴുതാം, ചുരുക്കി എഴുതാം. ചുരുക്കി എഴുതുമ്പോൾ ഇവിടെ നോക്കിക്കേ, 2 അറ്റത്തും ആര് വന്നിട്ടുണ്ട്? CN വന്നിട്ടുണ്ട് അല്ലേ? യെസ്, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? CH OH ആണ്. അപ്പൊ CH OH ഇവിടെ കൊടുത്തു. പിന്നെ CN രണ്ടിടത്തും ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? CN twice എന്ന് കൊടുക്കാം. തെറ്റുണ്ടോ? ഇല്ല. ശരിയായില്ലേ? അപ്പൊ ബോണ്ട് കറക്റ്റ് ആവുമല്ലോ. CN ഇവിടെ 1, 2 CN വരുന്നുണ്ട്, 3 അല്ലേ? അതായത് എന്താണ്? അപ്പൊ എന്താണ്? CN twice CH OH. ഇവിടെ ബോണ്ട് നോക്കണ്ട, ഇതിങ്ങനെ ചുരുക്കി നമ്മൾ എന്ത് ചെയ്തു? എഴുതി. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ബോണ്ടിൽ റെപ്രസെന്റ് ചെയ്യണം, ബോണ്ട് ലൈൻ ഫോർമുല എഴുതണം. യെസ്, ബോണ്ട് ലൈൻ ഫോർമുല എഴുതുമ്പോൾ നമ്മൾ ഈ ഒരു ഇത് ഫോളോ ചെയ്യണം. CN ആണ് ആദ്യം അല്ലേ? CN ആവുമ്പോൾ ട്രിപ്പിൾ ബോണ്ട് ആണ്. അപ്പോ ട്രിപ്പിൾ ബോണ്ട്. ഇവിടെ കാർബൺ ഉണ്ട്, എന്താണ്? അണ്ടർസ്റ്റുഡ് ആണ്. ദെൻ CH കാണിക്കണം അല്ലേ? ഇവിടുന്ന് ഇവിടെ C ഉണ്ട്. അപ്പൊ എന്താ? ഇവിടെ C വന്നു, ദെൻ CH ഇവിടെ വരും, CH ൽ ഒരു OH താഴോട്ട്, ദെൻ വീണ്ടും എന്താ? ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ, റെപ്രസെന്റ് ചെയ്തേക്കുന്നേ. അപ്പൊ എന്താ? ഇവിടെ ഒരു C ഉണ്ട്, അണ്ടർസ്റ്റുഡ്. ഇവിടെ ഒരു C ഉണ്ട്, 1, 2, 3. ആ സിക്ക് ഒരു എന്താ? H ഉണ്ട്, കണ്ടോ? അതേപോലെ ഇവിടെയും C, 3, 4 ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഇത് എഴുതരുത്, കാർബൺ ഒന്നും എഴുതരുത് കേട്ടോ. ബോണ്ട് ലൈൻ ഫോർമുലയിൽ നമ്മൾ കാർബണോ ഹൈഡ്രജനോ ഒന്നും എഴുതാറില്ല. അത് കൂടാതെ ഉള്ള ആൾക്കാർ മാത്രമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ബോണ്ട് ലൈൻ ഫോർമുല റെപ്രസെന്റ് ചെയ്തത് മനസ്സിലായോ? എളുപ്പല്ലേ? യെസ്, അടുത്ത നോക്കാം. 2-bromobutane. ഇപ്പൊ നമുക്ക് IUPAC നെയിം മാത്രം തന്നിട്ട് കണ്ടൻസ്ഡ് ഫോർമുലയും പിന്നെ ബോണ്ട് ലൈൻ ഫോർമുല എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. 2-bromobutane നമ്മൾ എങ്ങനെ എഴുതുന്നത്? നോക്കിയേ, പേരിന്റെ ചെയിനിന്റെ പേര് ബ്യൂട്ട്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു കാർബണേ ഉള്ളെങ്കിൽ മെത്ത്, 2 കാർബണേ ഉള്ളെങ്കിൽ എന്താണ്? എത്ത്, 3 എണ്ണം പ്രോ, 4 ബ്യൂട്ട്, 5 പെന്റ്, 6 ഹെക്സ്, 7 ഹെപ്റ്റ്, 8 ഒക്ട്, 9 നണ്ണ്, 10 ഡെക്ക്.
അല്ലെ, പഠിച്ചിട്ടുണ്ട്. അതിൽ സിംഗിൾ ബോണ്ടുകളാണെങ്കിൽ എയിൻ, ആൽക്കൈൻസിന്റെ എഎൻഇ ചേർക്കും. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഈൻ, ആൽക്കൈൻസിന്റെ ഇഎൻഇ ചേർക്കും. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഐൻ, YNE, ആൽക്കൈൻസിന്റെ YNE ചേർക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ. ഓക്കെ, അപ്പൊ അതൊന്നും ഓർമ്മിപ്പിച്ചത് മാത്രം. അപ്പൊ ഇവിടെ ബ്യൂട്ടൈൻ ആണ്, 4 കാർബണുമാണ്, സിംഗിൾ ബോണ്ടും ആണ്. അതാണല്ലോ ആ പേരിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പൊ ഫസ്റ്റ് 4 കാർബണിനെ അങ്ങനെ എഴുതുക. കണ്ടോ, സിംഗിൾ ബോണ്ടാണ്. പക്ഷെ അതിനകത്തില് 2 ബ്രോമോ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തുവാ 2 ബ്രോമോയുടെ അർത്ഥം? രണ്ടാമത്തെ പൊസിഷനിൽ ബ്രോമിൻ ഉണ്ട് അല്ലെ. രണ്ട് നിങ്ങൾക്ക് എവിടുന്ന് വേണേലും കൗണ്ട് ചെയ്യാം. ഇവിടുന്ന് കൗണ്ട് ചെയ്യാം, ഇവിടുന്ന് കൗണ്ട് ചെയ്യാം. ഇവിടുന്ന് കൗണ്ട് ചെയ്താൽ ഇവിടെയാണ് രണ്ടാമത്തെ പൊസിഷൻ. ബ്രോമിൻ അറിയാലോ, Br. അപ്പൊ ബാക്കി എല്ലാം ബാലൻസിക്ക് അനുസരിച്ച് എന്ത് കൊടുക്കുക? ഹൈഡ്രജൻ കൊടുക്കുക. ഇവിടെ എന്ത് വരും? CH3. ഇവിടെ സിംഗിൾ ബോണ്ട് 1 2 3 ബോണ്ടേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് ഒരു ഹൈഡ്രജൻ. ഇവിടെ 2 ബോണ്ടേ ഉള്ളൂ, അതുകൊണ്ട് CH2. ഇവിടെ 1 ബോണ്ടേ ഉള്ളൂ, അതുകൊണ്ട് 3 CH3. മനസ്സിലായോ? യെസ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഫോർമുല. ഇനി നമുക്ക് ഇതിൽ എന്ത് ചെയ്യണം? യെസ്, ബോണ്ട് ലൈൻ ഫോർമുലയിൽ എഴുതണം അല്ലെ. ആദ്യം CH3 ആണല്ലോ, CH3. ഇവിടെ CH3 ഉണ്ട്. CH അടുത്തത് ആണേ, ആ ഇവിടെയാണ് അപ്പൊ CH വരുന്നത്. ഇവിടെ ഈ CHന് ആരുണ്ട്? ഒരു ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ചിനെ മുകളിലോട്ടോ താഴോട്ടോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ബ്രോമിൻ കൊടുത്തു ആണേ. വീണ്ടും ഒരു CH2 ഇവിടെ വരും. അത് കഴിഞ്ഞ് CH3 എഴുതത്തില്ല, മതി, തീർന്നില്ലേ? നോക്ക്, CH3 ഇവിടെ വരും. ഇവിടെ CH2 കാർബൺ ഉണ്ട്, 1 2 3 CH, 3 വാലൻസി പ്ലസ് ഈ ഹൈഡ്രജൻ ആണേ. അടുത്തത് ഇവിടെ CH2 വരും, 1 2 വാലൻസി, ബാക്കി 2 ഹൈഡ്രജൻ. ഇവിടെ ഒരു CH3. മനസ്സിലായോ? അപ്പൊ ഇത് എഴുതത്തില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയെന്ന് മാത്രം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ രീതിയിൽ ബോണ്ട് ലൈൻ ഫോർമുല എഴുതാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു കോമ്പൗണ്ട് തന്നാൽ അതിന്റെ ബോണ്ട് ലൈൻ ഫോർമുല ഇങ്ങനെ എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം. മനസ്സിലായപ്പോ അവിടെ കാർബണും ഹൈഡ്രജനും അല്ലാത്ത ആൾക്കാരെ എല്ലാം നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. കാർബണെ ഹൈഡ്രജനെ മാത്രം എന്തിലേക്ക് റെപ്രസെന്റ് ചെയ്യണം? ബോണ്ട് ലൈൻ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യണം. മനസ്സിലായി? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ്പാൻഡ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് ബോണ്ട് ലൈൻ ഫോർമുലാസ് ടു ഷോ ഓൾ ദി ആറ്റംസ് ഇൻക്ലൂഡിംഗ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. അപ്പൊ നിങ്ങൾക്ക് ബോണ്ട് ലൈൻ ഫോർമുല നേരെ തിരിച്ചു തരും. ഇത്രയും നേരെ നമുക്ക് നോർമൽ ഫോർമുല തന്നിട്ട് ബോണ്ട് ലൈനിലാക്കാൻ പറ്റും. ഇനി ബോണ്ട് ലൈൻ തന്നിട്ട് അതിനെ സാധാരണ രീതിയിലേക്ക് ആക്കാനാണ് ചോദിക്കുന്നത്. അപ്പൊ അതിൽ കാർബണും ഹൈഡ്രജനും ഉൾപ്പെടെ എല്ലാ കോമ്പൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. യെസ്, ആദ്യം നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അവിടെ ആരാ ഉള്ളത്? ഒരു കാർബൺ ഉണ്ട് അല്ലേ. യെസ്, എത്ര ബോണ്ട് ഉണ്ട്? 2 ബോണ്ട്, ഒന്നിങ്ങോട്ട് ഒന്നിങ്ങോട്ട്. അപ്പൊ ഒരു കാർബണിന് 4 വാലൻസി. അപ്പൊ 2 ബോണ്ട് പോയിട്ട് അപ്പൊ ഇനി 2 പേര് കൂടെ വരണം. അതാരായിരിക്കും? 2 ഹൈഡ്രജൻ ആണല്ലോ. യെസ്. ഇനി അതേപോലെ തന്നെയല്ലേ ഈ കാർബണിന്റെ കേസിലും? യെസ്, അയാൾക്ക് ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു ബോണ്ട് ഉണ്ട്. ബാക്കി 2 എന്തായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. ശരിയല്ലേ? യെസ്. അതേപോലെ തന്നെ ഈ കാർബണിനും യെസ്, അയാൾക്കും 2 ബോണ്ടാണുള്ളത്, ബാക്കി 2 ആരായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. ശരിയല്ലേ? യെസ്. അതേപോലെ തന്നെയാണല്ലോ ഇവിടെയും. യെസ്, അയാൾക്ക് എന്താണ്? 2 ബോണ്ട് ഉണ്ട്, ബാക്കി 2 എന്തായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഈ കാർബണിന്റെ കേസിലും. യെസ്, അയാൾക്കും എന്താണ്? 2 ബോണ്ട് ഉണ്ട്, ബാക്കി 2 എന്തായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും അല്ലേ. ഈ കാർബണിന്റെ കേസ് എത്ര ബോണ്ട് വരുന്നുണ്ട്? യെസ്, നമുക്ക് ഇവിടുന്ന് ഒരെണ്ണം, ഇവിടുന്ന് ഒരെണ്ണം, പിന്നെ ഇങ്ങോട്ടൊരു ബോണ്ട് കൂടെ ഉണ്ട് ആണല്ലോ. മൊത്തം എത്ര ബോണ്ടായി? 3 പോയിട്ട് ബാക്കി അപ്പൊ എത്ര ഹൈഡ്രജൻ കാണും? ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് കാണിക്കണം. മനസ്സിലായി? ഓക്കെ. ദെൻ ഇവിടെ വന്ന് ഇവിടെ ഒരു കാർബൺ ഉണ്ടല്ലോ. യെസ്, എല്ലാ കോർണറിലും ഓരോ കാർബൺ വീതം ഉണ്ട് അല്ലെ. ആ കാർബണിന് എത്ര ബോണ്ട് ഉണ്ട്? ഇവിടുന്ന് ഒരെണ്ണം വന്നതുകൊണ്ട്, പിന്നെ ഇങ്ങോട്ട് ഒരെണ്ണം ഉണ്ട്, ഇങ്ങോട്ട് ഒരെണ്ണം ആണ്. മൊത്തം എത്ര ആയി? 3 ആയുള്ളൂ. അപ്പൊ ഒരു ഹൈഡ്രജനെ അവിടെ കൊടുക്കണം ആണല്ലോ. യെസ്. ഇനി ഇവിടെ ഒന്നുമില്ലെങ്കിൽ അവിടെ ആരാണെന്നാ ഞാൻ പറഞ്ഞത്? CH3 ആണെന്നാ പറഞ്ഞത് അല്ലേ. CH3 കണ്ടോ? H H H CH3 H H. മനസ്സിലായോ? എളുപ്പമല്ലേ? പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിനെ വിശാലമായിട്ട് എല്ലാ ആറ്റംസിനെയും കാണിച്ചുകൊണ്ട്, എല്ലാ ബോണ്ടും കാണിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്തു, അത്രേ ഉള്ളൂ. മനസ്സിലായോ? എളുപ്പമല്ലേ? യെസ്. അടുത്തത് കണ്ടോ? ലൈൻ മാത്രമേ ഉള്ളൂ, ബോണ്ട് ലൈൻ മാത്രമേ ഉള്ളൂ. നോക്കിയേ. അപ്പൊ ഇവിടെ ആരും ഇല്ല എങ്കിൽ ആരാണ്? CH3 ആണ് അല്ലേ. യെസ്, CH3. യെസ്. അടുത്തത് ഇവിടെ ഒരു കാർബൺ ഉണ്ട്, C. എത്ര ബോണ്ട്? 2 ബോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ബാക്കി 2 ആരായിരിക്കും? ഹൈഡ്രജൻ, H H.
ആണല്ലോ. യെസ്. അടുത്തത് ഇവിടെ അല്ലേ, അയാൾക്കും 2 ബോണ്ട്, ബാക്കി 2 ആരായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. അടുത്തത് ഇവിടെ അല്ലേ, അയാൾക്കും 2 ബോണ്ട്, ബാക്കി 2 ആരായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. അടുത്തത് ഇവിടെ ആണല്ലോ, അയാൾക്കും 2 ബോണ്ട്, ബാക്കി 2 ആരായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. അടുത്തത് ഇവിടെ അയാൾക്ക് 2 ബോണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ ആയിരിക്കും. ഇവിടെ അതേ സെയിം തന്നെ 2 ബോണ്ട്, ബാക്കി 2 ഹൈഡ്രജൻ ആയിരിക്കും. ഏറ്റവും ലാസ്റ്റ് അറ്റത്ത് വരുന്നത് ആരായിരിക്കും? CH3. എല്ലാ ബോണ്ടും സാറ്റിസ്ഫൈ ആയില്ലേ? മനസ്സിലായോ? വിശാലമായിട്ട് എഴുതിയല്ലോ, എക്സ്പാൻഡ് ചെയ്തല്ലോ. യെസ്. അടുത്ത നോക്കിയേ. യെസ്, ട്രിപ്പിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട് ആകുമ്പോൾ എന്ത് വരും? എങ്ങനെയാ വരുന്നത് ട്രിപ്പിൾ ബോണ്ട്? യെസ്, ട്രിപ്പിൾ ബോണ്ട് അങ്ങനെ തന്നെ കാണിക്കാം. 1 2 3. എന്താ സംഭവം? ട്രിപ്പിൾ ബോണ്ട് വരുമ്പോഴത്തേക്കും ഇവിടെ കാർബൺ C, ഇവിടെ ഒരു C ഉണ്ട്. ഇവിടെ 3, ഇവിടെ തുടങ്ങും. ഇവിടെ നല്ല തുടങ്ങണ്ടേ? ഇവിടെ ഒരാൾ വേണ്ടേ? വേണം. അപ്പൊ ഇവിടെ 3 ബോണ്ട് ഉണ്ട്. കാർബൺ എത്ര വരേണ്ടത്? 4. അപ്പൊ ഈ സിയുടെ കൂടെ ഇനി ഒരാളൂടെ വരണം. ആരാ? ഒരു H കൂടെ വരണം. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തത് ഇവിടെ അല്ലേ, അവിടെ ഒരു കാർബൺ ഉണ്ട്. കാർബൺ ഇങ്ങോട്ടൊരു ബോണ്ട് ഉണ്ട്. അപ്പൊ അത് 3 1 4 ആയി. അപ്പൊ അതിനി വേണ്ട. ഇനി അടുത്തത് ഇവിടെ, ഇവിടുത്തെ കാർബണിനെ സംബന്ധിച്ച് 2 ബോണ്ട് ഉണ്ട്. ഇനി എത്ര പേര് വരണം? 2 പേര് കാണിക്കണം. H ആണല്ലോ. യെസ്. ഇനി ഇവിടെ ഒരു കാർബൺ, എത്ര പേരുണ്ട് ബോണ്ട്? 1 2 and 3 അല്ലേ? അപ്പൊ അത് 3. ഇനി ആരെ കൂടെ വേണം? ഒരാളെ കൂടെ വേണം. അത് കാണിച്ചു ആണല്ലോ. യെസ്. ഇനി അതിന്റെ താഴോട്ട് ഒരു OH ഉണ്ട്, അത് അതേപോലെ തന്നെ ഇടുക. ഇനി ഇവിടെ ആരും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ആരാണ്? CH3 ആണ്. 3 ബോണ്ട് അല്ലേ? H H. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പം ഇതുപോലെ നമുക്ക് കണ്ടൻസ്ഡ് ഫോർമുലയോ അല്ലെങ്കിൽ എക്സ്പാൻഡഡ് ഫോർമുലയോ തന്നിട്ട് ബോണ്ട് ലൈൻ എഴുതാൻ ചോദിച്ചാൽ എഴുതണം. തിരിച്ച് ബോണ്ട് ലൈൻ തന്നിട്ട് ഇതുപോലെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ ചോദിച്ചാലും നമ്മൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായല്ലോ? സിമ്പിൾ ആണ്, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. മറ്റൊരെണ്ണം കൊടുത്തേക്കുന്നു. നോക്കിയേ, ഇവിടെ എന്താ? ഇവിടെ 2 അറ്റത്തും ആരുമില്ല. വിച്ച് മീൻസ് CH3 is there അല്ലേ? അപ്പൊ ആദ്യത്തെ CH3, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെയും CH3. ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഞാനിപ്പോ ഇങ്ങനെ തന്നെ എഴുതുക, എല്ലാ ബോണ്ടും കാണിക്കാറ്. ഇനി ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഈ കാർബൺ 3 ബോണ്ടായി. അപ്പൊ ഇനി ഒരു CH അവിടെ ഉണ്ടല്ലോ, ഇതാ CH. ഞാൻ ഇങ്ങനെ എഴുതുന്നു. ഇനി ഇവിടെ ഒരു കാർബൺ, അയാൾക്ക് ഇങ്ങോട്ടൊരു ബോണ്ട്, ഇങ്ങോട്ടൊരു ബോണ്ട്, 1 2 3 3 ബോണ്ടുള്ള ഒരു ഹൈഡ്രജനെ കൊടുത്തു. ഇവിടെ 2 ഒന്നും ഇല്ല എങ്കിൽ അവിടെ ആരുണ്ടെന്ന് അർത്ഥം? CH. കണ്ടോ? ഇനി ഇതിനെ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിന് മുമ്പ് എഴുതിയത് പോലെ ഓരോ ബോണ്ടും കാണിച്ചെഴുതുന്നത്. ആദ്യത്തെ CH3യുടെ 3 ബോണ്ട് അല്ലേ, രണ്ടാമത്തെ CH3യുടെ 3 ബോണ്ട്, ഇനി ഇവിടുത്തെ CHന്റെ ബോണ്ട്, ദെൻ ഇവിടുത്തെ CHന്റെ ബോണ്ട്, ദെൻ ഇവിടുത്തെ CH3യുടെ ബോണ്ട്, ദെൻ ഇവിടുത്തെ CH3യുടെ ബോണ്ട്. അങ്ങനെ ഓരോന്നും നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതും. അപ്പൊ ഈ രീതിയിൽ ബോണ്ട് ലൈൻ ഫോർമുല തന്നാൽ അതിനെ എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്ത് എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം. So next we have to discuss classification of organic compounds. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഇതും നിങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്, എങ്കിലും നമുക്ക് പഠിക്കണമല്ലോ. ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കണേ. സോ organic compounds are mainly classified into 2 types. പ്രധാനമായിട്ടും ഓർഗാനിക് കോമ്പൗണ്ട്സിനെ നമ്മൾ 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. The first one is open chain or acyclic compounds. ആദ്യത്തേനെ എന്താ വിളിക്കുക? ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ acyclic. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ഓപ്പൺ ആയിരിക്കും, സൈക്ലിക് അല്ല. മനസ്സിലായോ? എന്നാൽ the second category is closed chain or cyclic or ring compounds. എന്താണ്? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ? ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കാം. അവർ സൈക്ലിക് ആയിരിക്കും. റിങ് പോലെയുള്ള കോമ്പൗണ്ടുകളാണ് സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നത്. ഇനി ഈ ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ട്സിനെ തന്നെ ഫർദർ ക്ലാസിഫൈഡ് ഇൻടു 2 ടൈപ്സ്. വീണ്ടും നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിലെ ഫസ്റ്റ് കാറ്റഗറി ദാറ്റ് ഈസ് ഹോമോസൈക്ലിക് ഓർ കാർബോസൈക്ലിക് കോമ്പൗണ്ട്സ്. എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. സെക്കൻഡ് കാറ്റഗറി ഈസ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ്. Okay, then homocyclic compounds can again classified into 2 types. That is, first one is alicyclic compounds and second one is aromatic compounds. And aromatic compounds are further classified into
ബെൻസിനോയിഡ് കോമ്പൗണ്ട്സ് ആൻഡ് നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സ്. മനസ്സിലായോ? അപ്പൊ ഈ രീതിയിലാണ് ബേസിക് ആയിട്ട് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഓപ്പൺ ചെയിൻ ഓർ അസൈക്ലിക്കും അതേപോലെ ക്ലോസ്ഡ് ചെയിൻ ഓർ സൈക്ലിക് ഓർ റിംഗ് കോമ്പൗണ്ട്സ് എന്ന് ക്ലാസിഫൈ ചെയ്തു. ദെൻ ക്ലോസ്ഡ് ചെയിനെ വീണ്ടും നമ്മൾ ഹോമോസൈക്ലിക് ആൻഡ് ഹെട്രോസൈക്ലിക് എന്ന് ക്ലാസിഫൈ ചെയ്തു. ഹോമോസൈക്ലിക്കിനെ വീണ്ടും ആലിസൈക്ലിക് ആൻഡ് ആരോമാറ്റിക് എന്ന് ക്ലാസിഫൈ ചെയ്തു. ആൻഡ് ആരോമാറ്റിക്കിനെ വീണ്ടും ബെൻസിനോയിഡ് ആൻഡ് നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സ് എന്ന് ക്ലാസിഫൈ ചെയ്തു. ഇനി ഇവരിൽ ഓരോരുത്തരും എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. യെസ്, the first one is acyclic or open chain compounds. acyclic എന്ന പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അനുസരിച്ച് സൈക്ലിക് അല്ലാത്ത ഓപ്പൺ ആയിട്ടിരിക്കുന്ന കോമ്പൗണ്ടുകളാണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആലിഫാറ്റിക് കോമ്പൗണ്ട്സ്. ഇങ്ങനെയുള്ള കോമ്പൗണ്ടിനെ നമ്മൾ എന്ത് വിളിക്കും, ആലിഫാറ്റിക് കോമ്പൗണ്ട്സ് എന്ന പേരിലും അറിയപ്പെടും. And it consists of straight or branched chain compounds. Straight chain compounds വരും, branched chain compounds ഈ കാറ്റഗറിക്കകത്തിൽ വരും. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഈഥെയിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാം. എന്താണ്? CH3 സിംഗിൾ ബോണ്ട് CH3, ഇതാണ് ഈഥെയിൻ അല്ലേ? ഇത് ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട് ആണല്ലോ, സൈക്ലിക് ഒന്നും അല്ലല്ലോ. അപ്പൊ അതെന്താണ്, ഒരു ആലിഫാറ്റിക് കോമ്പൗണ്ടിന് എക്സാമ്പിൾ ആണ്. ഐസോബ്യൂട്ടൈൻ, ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 കാർബൺ വരണം അല്ലേ? അപ്പൊ അതിൽ ഐസോബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐസോബ്യൂട്ടൈൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. ദെൻ അടുത്തത് അസറ്റിക് ആസിഡ്. നിങ്ങൾക്ക് അറിയാലോ അസറ്റിക് ആസിഡ് ആരാണ്, CH3COOH. ആസിഡ് എന്ന് പറഞ്ഞാൽ ഏത് ഗ്രൂപ്പാ, COOH. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ഇതാണ് അസറ്റിക് ആസിഡ്. ഇനി അസറ്റാൽഡിഹൈഡ്. അസറ്റാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ CH3CHO. ഈ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് അസറ്റാൽഡിഹൈഡ്. അപ്പൊ ഇവരൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, അസൈക്ലിക് അല്ലെങ്കിൽ ആലിഫാറ്റിക് കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ ആണ്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ അതാണ് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത്. Then going to second category, that is alicyclic. നമ്മൾ സൈക്ലിക് എന്ന് പറഞ്ഞു, അതിന്റെ കൂടെ എന്താ ആലിസൈക്ലിക് എന്നൂടെ പറയാം. ഓർ ക്ലോസ്ഡ് ചെയിൻ ഓർ റിംഗ് കോമ്പൗണ്ട്സിനാണ് രണ്ടാമത്തെ കാറ്റഗറി. It contains carbon atoms joined in the form of a ring. എന്താണ്, റിംഗ് പോലെ കാർബൺ ആറ്റംസ് പരസ്പരം ഒരു റിംഗ് ഫോർമേഷൻ നടത്തുന്നു, ഒരു ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു. അതൊക്കെ ഈ കാറ്റഗറിക്കകത്തിൽ വരുന്നതാണ്. അതിൽ തന്നെ 2 എണ്ണം നമ്മൾ പറഞ്ഞു, ഒന്ന് ഹോമോസൈക്ലിക്കും മറ്റൊന്ന് ഹെട്രോസൈക്ലിക്കും. ഹോമോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, യെസ്, 1 അല്ലെങ്കിൽ സെയിം എന്നാണ് അർത്ഥം അല്ലേ? യെസ്. അപ്പം ഒരേപോലെ കാർബണും ഹൈഡ്രജനും മാത്രം പരസ്പരം കണക്ട് ചെയ്ത് റിംഗ് പോലെ ഫോം ചെയ്യുന്നതാണ് ഹോമോസൈക്ലിക് എന്ന് പറയുന്നത്. എന്നാൽ ചില സമയത്ത് കാർബണിന് പകരം എന്താ മറ്റ് ചില ആറ്റംസ് വരും. അപ്പൊ കാർബൺ കൂടാതെയുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ അതർ ദാൻ കാർബൺ ആറ്റംസ് മറ്റ് വരുന്ന ആറ്റങ്ങളെയാണ് നമ്മൾ ഹെട്രോ ആറ്റംസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു കാറ്റഗറിക്കകത്തിൽ ചില കേസിൽ കാർബൺ ആറ്റത്തെ കൂടാതെ മറ്റു ചില ആറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് കാർബണിന്റെ ചെയിനിൽ തന്നെ. ചിലപ്പോ അങ്ങനെ വരുമ്പോഴാണ് അവർ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്നും വിളിക്കുന്നത്. അവർ ഓർഗാനിക് കോമ്പൗണ്ട് കാറ്റഗറി തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ അതാണ് എന്റെ ക്ലോസ്ഡ് ചെയിനിനകത്തിലെ ഹോമോസൈക്ലിക് ആൻഡ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്താണെന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ. അപ്പൊ ഞാനിവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. ഇയാളുടെ പേരെന്താ, ഇതൊരു സൈക്ലിക് ക്ലോസ്ഡ് ചെയിൻ ആണല്ലോ. യെസ്. എത്ര കാർബൺ ആറ്റം ഉണ്ട് ഇവിടെ, 1 2 3 അല്ലെ? 3 കാർബൺ ആറ്റം ഉള്ളതിനെ നമ്മൾ എന്താ വിളിക്കുക, പ്രൊപ്പ് എന്ന് പറയും. സിംഗിൾ ബോണ്ട് ആണല്ലോ, അതുകൊണ്ട് പ്രൊപ്പൈൻ ആണ്. പക്ഷെ ഇത് സൈക്ലിക് കോമ്പൗണ്ട് ആയതുകൊണ്ട് ഇയാളുടെ പേര് നമ്മൾ എങ്ങനെ എഴുതും, സൈക്ലോപ്രൊപ്പൈൻ എന്ന് എഴുതും. സൈക്ലോപ്രൊപ്പൈൻ. മനസ്സിലായോ? ഓക്കെ. അപ്പൊ അതൊരു ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ട് ആണ് എന്ന് മനസ്സിലായി. ഇനി അടുത്തത്, ഇയാൾ ആരാ, എത്ര കാർബൺ ആറ്റം ഉണ്ട്, 1 2 3 4 5 and 6. 6 കാർബൺ ആറ്റം ഉള്ള ആളിനെ നമ്മൾ എന്ത് പറയും, ഹെക്സ് എന്ന് പറയും അല്ലെ? പക്ഷെ സിംഗിൾ ബോണ്ട് അല്ലേ ഇവിടെ, അതുകൊണ്ട് ഹെക്സൈൻ ആണ്. പക്ഷെ ഇതൊരു സൈക്ലിക് കോമ്പൗണ്ട് ആയതുകൊണ്ട് ഇയാളുടെ പേര് എങ്ങനെ വരും, സൈക്ലോഹെക്സൈൻ എന്ന് വരും. സൈക്ലോഹെക്സൈൻ. മനസ്സിലായോ? അടുത്തത് ഇവിടെ നോക്കിയേ, ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്, ഇവിടെയും 6 കാർബൺ ആറ്റം ഉണ്ട്. ഹെക്സ് ആണ്, പക്ഷെ സിംഗിൾ ബോണ്ട് ആണോ, ഒരെണ്ണം ഡബിൾ ബോണ്ട് ആണ് അല്ലേ? യെസ്. അപ്പൊ എന്താ, പോരാത്തതിന് സൈക്ലിക്കും കൂടി ആയതുകൊണ്ട് അപ്പൊ ഇതിന്റെ പേര് സൈക്ലോഹെക്സൈൻ എന്നുള്ളതിന് പകരം ഒരെണ്ണം
ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് എയിൻ മാറി അവിടെ എന്തായി, ഈനായി. ദിസ് ഈസ് നോൺ ആസ് സൈക്ലോഹെക്സീൻ. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ എന്താ ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? മനസ്സിലായോ? യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു മറ്റേത് ഹോമോസൈക്ലിക്കാ, അതിനകത്തിൽ കാർബണും ഹൈഡ്രജനും അല്ലാതെ വേറെ ആരും വന്നില്ല. സൈക്ലോപ്രൊപ്പൈനും സൈക്ലോഹെക്സൈനും ഒക്കെ എടുത്തപ്പോ അവിടെ എല്ലാം കാർബണും ഹൈഡ്രജനും മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞു സംടൈംസ് എന്താണ് അതർ ദാൻ കാർബൺ ആറ്റംസ്, വേറെ കാർബൺ ആറ്റത്തെ കൂടാതെ മറ്റു ചില ആറ്റങ്ങൾ വരുമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഹെട്രോസൈക്ലിക് എന്നും പറഞ്ഞു അല്ലേ? അപ്പൊ അതിന് 2-3 എക്സാമ്പിൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദാ ഇവിടെ നോക്കിക്കേ, ഇവിടെ എല്ലാം കാർബണും ഹൈഡ്രജനും ആണ്. പക്ഷെ ഈ ഒരു കേസിൽ മാത്രം ഇവിടെ ആരായിട്ട് മാറി, ഓക്സിജൻ വന്നു. ഇയാൾക്കൊരു പേരുണ്ട്, ദിസ് ഈസ് നോൺ ആസ് ഫ്യൂറാൻ. ഇയാളുടെ പേരെന്താണ്? ഫ്യൂറാൻ എന്നാണ് പേര് ഈ കോമ്പൗണ്ടിന്, കേട്ടോ? ഓക്കെ, ഇനി ഇതിന്റെ പേരെന്താന്ന് അറിയാമോ? ഇയാളുടെ പേരാണ് തയോഫിൻ. ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ ഹെട്രോ ആറ്റം ആരാണ്? സൾഫർ ആണ്, കേട്ടോ? അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ പേരാണ് എന്ത്? തയോഫിൻ. അപ്പൊ ഒരു ഹെട്രോസൈക്ലിക്കിന് എക്സാമ്പിൾ ആയിട്ട് ഈ കോമ്പൗണ്ടുകളൊക്കെ നിങ്ങൾ പഠിക്കണം. ദാ മറ്റൊരാള് ബെൻസീൻ പോലെ തന്നെ വന്നു, പക്ഷെ അവിടെ ഒരു കാർബണിനെ മാറ്റി അവിടെ ആരാ വന്നത്? നൈട്രജൻ വന്നു. അതുകൊണ്ട് ഈ കോമ്പൗണ്ടിന്റെ പേര് പിരിഡീൻ. എന്താണ് ഈ കോമ്പൗണ്ടിന്റെ പേര്? പിരിഡീൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഫിറാൻ, തയോഫിൻ, പിരിഡീൻ ഇതുപോലെ ധാരാളം ഉണ്ട്. ഒരു വലിയ ബ്രാഞ്ച് തന്നെയാണ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അതിൽ 2-3 എക്സാമ്പിൾ ഇതുപോലെ സ്ട്രക്ചറും പേരും ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ട്സിൽ തന്നെ ഹോമോസൈക്ലിക്കും ഹെട്രോസൈക്ലിക്കും എന്താണെന്നുള്ളത് മനസ്സിലായി. ഇനി എന്താ നമ്മൾ പഠിച്ചത്? യെസ്, ഹോമോസൈക്ലിക്കിനെ തന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ? ആലിസൈക്ലിക്കും ആരോമാറ്റിക്കും എന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഏത്? ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ആരോമാറ്റിക് കോമ്പൗണ്ട്സ്. ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ ബെൻസീൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ 10th പഠിച്ചതാണ്. ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ ബെൻസീൻ പഠിച്ചാണ് അവസാനിപ്പിക്കുന്നത് അല്ലേ? യെസ്, ബെൻസീൻ എന്ന് പറഞ്ഞാൽ എന്താ? മോളിക്കുലാർ ഫോമിൽ എന്താ ബെൻസീന്റെ? C6H6 ആണ് അല്ലെ? 6 കാർബൺ ആറ്റവും 6 ഹൈഡ്രജൻ ആറ്റവും വരുന്നതാണ് ബെൻസീൻ എന്ന് പറയുന്നത്. ഇതാണല്ലോ ബെൻസീന്റെ സ്ട്രക്ചർ. യെസ്, ഇങ്ങനെയും വരയ്ക്കാം. ഓൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് ആൻഡ് സിംഗിൾ ബോണ്ട് വരുന്നതാണ് ബെൻസീൻ എന്ന് പറയുന്നത്. ബെൻസീന്റെ സ്ട്രക്ചറിനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം ഒരു സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് ബെൻസീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ബെൻസീനെ പോലെയുള്ള മറ്റ് റിംഗ് കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഏത് ക്ലാസ്സിൽ പെടുത്തുന്നത്? ആരോമാറ്റിക് കോമ്പൗണ്ടിന്റെ കാറ്റഗറിയിൽ പെടുത്തുന്നത്. അതിൽ തന്നെ നമ്മൾ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സ് എന്നും അതേപോലെ തന്നെ നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സ് എന്നും ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അതിൽ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ബെൻസീന്റെ സ്ട്രക്ചറിനോട് സിമിലർ ആയിട്ടുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സിന്റെ കാറ്റഗറിയിൽ പെടുത്തുന്നത്. അപ്പൊ ഇത് ബെൻസീൻ ആണെന്ന് നമുക്കറിയാം. ബെൻസീന്റെ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? യെസ്. ഇനി ഇവിടെ നോക്കിക്കേ, ബെൻസീൻ തന്നെ വന്നിട്ട് അതിനകത്തിൽ ഒരു സബ്സ്റ്റിറ്റ്യൂവന്റ് വന്നു അല്ലേ? ആരാ വന്നത്? NH2 എന്ന ഗ്രൂപ്പ്. NH2 ഗ്രൂപ്പിനെ നിങ്ങൾക്ക് അറിയാം. എന്താ NH2 ഗ്രൂപ്പിന്റെ പേര്? അമിനോ ഗ്രൂപ്പ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഫങ്ഷണൽ ഗ്രൂപ്പ് ഒക്കെ കേട്ടോ. NH2 ഗ്രൂപ്പിന്റെ പേരെന്താ? അമിനോ ഗ്രൂപ്പ്. അപ്പൊ ഇയാൾക്ക് IUPAC നെയിം ഉണ്ട്. ആ IUPAC നെയിം നമുക്ക് നോമൻക്ലേച്ചർ പഠിക്കുമ്പോൾ പഠിക്കാം. ഇപ്പൊ ഇയാളുടെ ഒരു കോമൺ നെയിം നമുക്ക് പറയാം. ബെൻസീൻ റിംഗിൽ NH2 വന്നാൽ ഇയാളെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് അനിലീൻ. എന്താ വിളിക്കുന്നത്? അനിലീൻ. മനസ്സിലായപ്പോ നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് അനിലീന്റെ ഒക്കെ റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. അപ്പൊ ഈ കോമ്പൗണ്ട് കാണുമ്പോൾ ഇത് അനിലീൻ ആണ് എന്ന് തിരിച്ചറിയാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 ബെൻസീൻ റിംഗ് അടുപ്പിച്ചിരിക്കുകയാണ് അല്ലേ? യെസ്. അപ്പൊ ഈ രീതിയിൽ വന്നാൽ ഈ കോമ്പൗണ്ടിന്റെ പേരാണ് നാഫ്തലിൻ. നാഫ്തലിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ? യെസ്. അപ്പൊ നാഫ്തലിന്റെ സ്ട്രക്ചർ ആണ് ഇത്. മനസ്സിലായോ? അപ്പൊ ഇതാണ് നാഫ്തലിൻ. മനസ്സിലായി? അപ്പൊ ബെൻസീന്റെ പോലത്തെ സ്ട്രക്ചർ അല്ലേ ഇവരൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെല്ലാം ഏത് കാറ്റഗറിയിൽ വന്നത്? ബെൻസിനോയിഡ് കോമ്പൗണ്ട്സിന്റെ കാറ്റഗറിയിൽ വന്നത്. മനസ്സിലായോ? അപ്പൊ ബെൻസീന്റെ സ്ട്രക്ചർ ആദ്യം മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് എന്താ ബാക്കി ഇപ്പൊ പറഞ്ഞ അനിലീൻ എങ്ങനെയാണെന്ന് പറഞ്ഞു അല്ലേ? ദെൻ നാഫ്തലിൻ. ഇതുപോലെ ധാരാളം കോമ്പൗണ്ടുകളുണ്ട്. ഇത്രയും കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. 2-3 എക്സാമ്പിൾ മാത്രം കാണിച്ചു എന്നേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? ഓക്കെ. ദെൻ നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സ്. ബെൻസിനെ പോലെ അല്ലാത്ത സ്ട്രക്ചർ ഉള്ളവരാണ് നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ടിൽ വരുന്നത്. അതിലൊരു എക്സാമ്പിൾ ആണ് ട്രോപ്പളോൺ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്. ഇവിടെ നോക്കി ഇതിന്റെ റിംഗ് എണ്ണി നോക്കി അറിയാൻ പറ്റും. 1 2 3 4 5 6 and 7. കണ്ടോ? ബെൻസീൻ ആണെങ്കിൽ 6 മെമ്പേർഡ് ആണ് വരുന്നത്, പക്ഷെ ഇത് 7 മെമ്പേർഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് ബെൻസീന്റെ പോലെ സിമിലാരിറ്റി കാണിക്കുന്നില്ല. അതുകൊണ്ടാണ്
നോൺ ബെൻസിനോയിഡ് കോമ്പൗണ്ട്സിന്റെ കാറ്റഗറിയിൽ വന്നത് ഒരു എക്സാമ്പിൾ പഠിച്ചാൽ മതി, ദാറ്റ് ഈസ് ട്രോപ്പോളോൺ. ഇതുപോലെ ധാരാളം എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. അതിന്റെ സ്ട്രക്ചർ ഒന്ന് ഓർത്തു വെക്കുക. മനസ്സിലായല്ലോ? യെസ്. നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഇതിന്റെ ഇൻട്രൊഡക്ടറി പാർട്ടൊക്കെ 10th പഠിച്ചതാണ് അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് മീൻ ബൈ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് നിങ്ങൾ അറിയണം. Atom or group of atoms joined in a specific manner which is responsible for the characteristic chemical properties of the organic compounds. എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ? ആറ്റംസ് ആകാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആകാം. അവര് നമ്മുടെ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ എന്താണ് ജോയിൻ ചെയ്യും ചില സമയങ്ങളിൽ. അപ്പൊ അവര് വന്ന് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് അവർ അറ്റാച്ച് ചെയ്തതിന്റെ ഫലമായിട്ട് ആ ഓർഗാനിക് കോമ്പൗണ്ടിന് ചില ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് കിട്ടും. മനസ്സിലായോ പറഞ്ഞേ? അപ്പൊ അത്തരം കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ അത്തരം ആറ്റംസിനെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നോർമലി ഉള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് ഇത്തരം ആറ്റംസ് ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ ആ ഓർഗാനിക് കോമ്പൗണ്ടിന് ചില സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടും. മനസ്സിലായോ? അപ്പൊ അത് ആ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പ്രത്യേകത കൊണ്ടാണ് അവരത് കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പഠിച്ചിട്ടുള്ള എക്സാമ്പിൾസ് തന്നെയാണ്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. എന്താണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്? OH ആണ് അല്ലെ? OH ആണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താണ് ആൽക്കഹോൾ എന്ന് ഇതിനെ പറയാറുണ്ട് അല്ലെ? യെസ്. ദെൻ പിന്നെന്താണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ്. ആൽഡിഹൈഡിന്റെ സ്ട്രക്ചർ എങ്ങനെയാ? CHO. CHO എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ എഴുതുന്നത്? യെസ്, C ഡബിൾ ബോണ്ടോ H ഇങ്ങനെ എഴുതുന്നത് അല്ലെ? CHO. ഇതല്ലേ ഇതിന്റെ സ്ട്രക്ചർ? യെസ്. മറ്റേതാണ് കാർബോക്സിലിക് ഗ്രൂപ്പ്. COOH. COOH എങ്ങനെ എഴുതുന്നേ? C ഡബിൾ ബോണ്ടോ OH ഇങ്ങനെയാണല്ലോ കാർബോക്സിലിക് ആസിഡിന്റെ സ്ട്രക്ചർ ആണ്. ഇനിയും കഴിഞ്ഞോ? ഇല്ല, വേറെയും ഉണ്ട്. ആരാ? കീറ്റോൺ പറയാം അല്ലെ? കീറ്റോൺ എന്ന് പറഞ്ഞാൽ ആരാ? CO. അതായത് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ C ഡബിൾ ബോണ്ടോ. ഇതാണ് കീറ്റോ ഗ്രൂപ്പ് ഇല്ലേ? അമിനോ ഗ്രൂപ്പ്, നൈട്രോ ഗ്രൂപ്പ്, ഇതെല്ലാം നമുക്ക് എന്ത് പറയാം? ഫങ്ഷണൽ ഗ്രൂപ്പ്. ഹാലജൻസ് ഇതെല്ലാം ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ കാറ്റഗറിയിൽ വരുന്നവരാണ്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഇവരൊക്കെ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അങ്ങോട്ട് പഠിക്കാനുണ്ട്. യെസ്. നെക്സ്റ്റ് വൺ ഈസ് ഹോമലോഗസ് സീരീസ്. This is also familiar to you, right? What is mean by homologous series? A series of similarly constituted members having same functional group are called homologous series. ഒരേപോലത്തെ ആൾക്കാർ വരുന്നതാണ്, അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പിലാണെങ്കിൽ ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വരുന്ന സീരീസ് അല്ലെങ്കിൽ ആ മെമ്പേഴ്സ് അടങ്ങിയ ആ ഒരു സീരീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹോമലോഗസ് സീരീസ് എന്ന് പറയുന്നത് അല്ലെ? ദി മെമ്പേഴ്സ് ഓഫ് ദ സീരീസ് ആർ കോൾഡ് ഹോമലോഗ്സ്. അപ്പൊ ആ മൊത്തം ചെയിനിനെ നമ്മൾ ഹോമലോഗസ് സീരീസ് എന്നും അതിലെ ഓരോ മെമ്പേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ഹോമലോഗ് എന്ന് വിളിക്കും. And all the members of the series can be represented by using a general formula. ആ സീരീസിലെ ഓരോരുത്തരെയും നമുക്ക് എന്ത് ചെയ്യാം? ഓരോ മെമ്പേഴ്സിനെയും ഒരു ജനറൽ ഫോർമുല ഉപയോഗിച്ച് എല്ലാ മെമ്പേഴ്സിനെയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. The adjacent members differ in their molecular formula by CH2 group. അപ്പൊ അതിനകത്തിലെ അടുത്തടുത്തുള്ള ആൾക്കാർ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഒരു CH2 ഗ്രൂപ്പ് വെച്ചിട്ടാണ്. അതിപ്പോ നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഇങ്ങോട്ട് നോക്കിയാൽ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. അതൊക്കെ ആൽക്കെയിൻസ് അറിയാലോ? സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ആൽക്കെയിൻ, സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയും അല്ലെ? അപ്പൊ അവരുടെ ഹോമലോഗസ് സീരീസ് നോക്കിക്കേ. ഇയാളുടെ പേരെന്താ? മീഥെയ്ൻ ആണല്ലോ. മീഥെയ്ന്റെ സ്ട്രക്ചർ ആണ് എന്ത്? CH4 എന്ന് പറയുന്നത്. ഇയാളുടെ പേരെന്താ? ഈഥെയ്ൻ. ഈഥെയ്നും മീഥെയ്നും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈഥെയ്നും മീഥെയ്നും തമ്മില് ഈഥെയ്നകത്തില് ഒരു CH2 ഗ്രൂപ്പ് കൂടെ വന്നു, ശരിയല്ലേ? യെസ്. മീഥെയ്നും ഈഥെയ്നും കമ്പയർ ചെയ്യുമ്പം മീഥെയ്നകത്തില് ഒരു കാർബണും 4 ഹൈഡ്രജനും ആണ് ഉള്ളത്. ഈഥെയ്നകത്തില് 2 കാർബണും ഉണ്ട്, 6 ഹൈഡ്രജനും ഉണ്ട്, ശരിയല്ലേ? അപ്പൊ ഇവര് തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമല്ലേ ഉള്ളത്? അതെ. ഇനി അടുത്ത ആരാ? ഇവിടെ 3 കാർബൺ ഉണ്ട്. 3 കാർബൺ ഉണ്ട്, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അവരെ എന്താ നമ്മൾ വിളിക്കുന്നത്? പ്രൊപ്പൈൻ എന്നാ വിളിക്കുന്നത് അല്ലെ? ഈഥെയ്നും പ്രൊപ്പൈനും തമ്മിലുള്ള വ്യത്യാസം എന്താ? യെസ്. ഇവിടെ C2H6 ആണെങ്കിൽ ഇവിടെ എത്രയാ? C3H8 ആണ്. ഇവർ തമ്മിലും ഒരു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമല്ലേ ഉള്ളത്? അപ്പം അതാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള സീരീസിനെ അപ്പൊ നമുക്ക് എന്ത് വിളിക്കാം? ഹോമലോഗസ് സീരീസ് എന്ന് വിളിക്കാം. അപ്പൊ ഇവരെ എല്ലാവരെയും കൂടി നമുക്ക് ജനറൽ ആയിട്ട് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ അതാണ് അടുത്തടുത്തുള്ള മെമ്പേഴ്സ് തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിന്റെ ഡിഫറൻസ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞത്. ഇത് നോർമൽ ആൽക്കെയിൻസിന്റെ കേസ്. ഇനി ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ കേസിലുള്ള ഹോമലോഗസ് കാണിച്ചിട്ടുണ്ട്. ആൽക്കഹോൾ ആണ് എടുത്തേക്കുന്നത്.
ആദ്യത്തെ ആളിന്റെ പേരെന്താ? CH3OH. ഇയാളുടെ പേരെന്താ? മെഥനോൾ അല്ലേ? യെസ്. OH ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ IUPAC നെയിം അനുസരിച്ച് ഓയിലിൽ അവസാനിക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെഥനോൾ എന്നാണ് പേര്. അടുത്ത ആളിന്റെ പേര് 2 കാർബൺ ഉള്ളത് കൊണ്ട് എത്ത്, ആൽക്കഹോൾ ആയതുകൊണ്ട് ഓള് വരും, ദാറ്റ് ഈസ് എഥനോൾ. അടുത്ത ആള് 3 കാർബൺ ഉള്ളത് കൊണ്ട് പ്രൊപ്പ്, ആൽക്കഹോൾ ഉള്ളത് കൊണ്ട് ഓളിൽ അവസാനിക്കും, ദാറ്റ് ഈസ് പ്രൊപ്പനോൾ. മെഥനോൾ, എഥനോൾ, പ്രൊപ്പനോൾ. സ്ട്രക്ചർ ഒന്ന് എഴുതി നോക്കല്ല, മോളിക്കുലാർ ഫോമിൽ എഴുതിക്കുക. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 കാർബൺ. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 ഹൈഡ്രജനും പിന്നെ ഒരു OH ആണുള്ളത്. ഇവിടെയാണെങ്കിലോ 2 കാർബൺ ഉണ്ട്, 3 2 5 1 6 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? ദെൻ ഒരു O അല്ലേ? ഇവിടെ ഇങ്ങനെ എഴുതാം, CH4O ഇങ്ങനെ എഴുതാലോ മോളിക്കുലാർ ഫോർമുല. ഇവിടെ C2H6O. ഇവർ തമ്മിൽ എന്തിന്റെ വ്യത്യാസം ഉള്ളത്? ഒരു CH2ന്റെ വ്യത്യാസമല്ലേ ഉള്ളത്. അതേപോലെ ഇവിടെ നോക്കിക്കേ, C3H 3 2 5 2 7 1 8 ആണോ? ഇവർ തമ്മിലും എന്താ? ഒരു CH2ന്റെ വ്യത്യാസമല്ലേ ഉള്ളത്. മനസ്സിലായോ? അപ്പൊ ഇത് ഏത് കാറ്റഗറിയാണ്? ഹോമലോഗസ് സീരീസ് തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ എന്താണ് ഹോമലോഗസ് സീരീസ്? അതിന്റെ ഒരു എക്സാമ്പിളും ക്ലിയർ ആയല്ലോ. ഓക്കെ, നെക്സ്റ്റ്, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് കാറ്റഗറി, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലേ? നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് കോമ്പൗണ്ടിനെ എങ്ങനെ നെയിമിംഗ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ നെയിമിംഗ് ചെയ്യാനായിട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡാണ് ഇത്? IUPAC സിസ്റ്റം. എന്താണ് ഈ IUPAC എന്ന് പറഞ്ഞാൽ? I for ഇന്റർനാഷണൽ യൂണിയൻ ഓഫ്, P for pure and A for applied chemistry. കേട്ടോ? IUPACയുടെ ഫുൾ ഫോം ആണ് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. നിങ്ങൾക്കറിയാം കെമിസ്ട്രി തന്നെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ ഒരു ബ്രാഞ്ചാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓർഗാനിക് കെമിസ്ട്രി അല്ലേ? ഇതിനു മുമ്പ് നിങ്ങൾ പഠിച്ചതിനകത്തിൽ ഇനോർഗാനിക് കെമിസ്ട്രി വന്നിട്ടുണ്ട്, ഫിസിക്കൽ കെമിസ്ട്രി വന്നിട്ടുണ്ട്, ഇപ്പൊ ഓർഗാനിക് പഠിക്കുന്നുണ്ട്. ഇത് കൂടാതെ എന്താ പ്യുവർ കെമിസ്ട്രി, ഇതെല്ലാം കൂടി ചേരുന്ന ഒരു കെമിസ്ട്രിയാണ് പ്യുവർ കെമിസ്ട്രി. അതുപോലെ അപ്ലൈഡ് കെമിസ്ട്രി ഉണ്ട്, പോളിമർ കെമിസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കെമിസ്ട്രികളുണ്ട്. മനസ്സിലായോ? അപ്പൊ അതിനകത്തില് എന്താണ്? പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രിയുടെ ഇന്റർനാഷണൽ യൂണിയൻ ആണ് IUPAC എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഈ IUPAC ആണ് എന്ത് ചെയ്യുന്നത്? ഓർഗാനിക് കെമിസ്ട്രിക്ക്, ഓർഗാനിക് കോമ്പൗണ്ടുകൾക്ക് നെയിമിംഗ് ചെയ്യാനുള്ള കുറെ റൂൾസും കുറെ കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നത്. അപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ വൈഡായിട്ട് അക്സെപ്റ്റ് ചെയ്ത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവരുടെ റൂൾ അനുസരിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾക്ക് നെയിമിംഗ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ നോമൻക്ലേച്ചറിന് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിന്റെ പേരാണ് IUPAC സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ. മനസ്സിലായോ? അപ്പൊ അത് നിങ്ങൾ കുറെയൊക്കെ പരിചയപ്പെട്ടതല്ലേ IUPAC? അത് തന്നെയാണ് നമുക്ക് ഇവിടെയും പഠിക്കാനുള്ളത്, വ്യത്യാസമൊന്നുമില്ല. പിന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു എന്ന് മാത്രം. അവിടെ പഠിച്ച കോമ്പൗണ്ടിനേക്കാളും കുറച്ചും കൂടെ ഹൈ ലെവൽ ഓഫ് കോമ്പൗണ്ടുകളെ നമ്മളിവിടെ പരിചയപ്പെടുന്നു എന്നുള്ളൊരു ഡിഫറൻസേ ഉള്ളൂ. മനസ്സിലായി? ഓക്കെ, അപ്പൊ നമുക്ക് IUPAC നോമൻക്ലേച്ചർ എന്താണ്, എങ്ങനെയാണ് അത് വെച്ചിട്ട് കോമ്പൗണ്ട്സിനെ നെയിം ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നോക്കാം. അപ്പോ അതിനു മുമ്പ് നിങ്ങൾക്കൊരു സംശയം വരാം, IUPAC ആദ്യകാലം തൊട്ടൊന്നും ഇല്ല അല്ലെ? IUPACക്ക് മുമ്പ് ഏതെങ്കിലും ഒരു നെയിമിംഗ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ? യെസ്, ഓഫ് കോഴ്സ്. ബിഫോർ IUPAC, ഓർഗാനിക് കോമ്പൗണ്ട്സ് വെയർ അസൈൻഡ് നെയിംസ് based on their origin or certain properties. അപ്പോൾ IUPAC സിസ്റ്റം വരുന്നതിന് മുന്നേ ഓർഗാനിക് കോമ്പൗണ്ടുകൾക്ക് നമ്മൾ നെയിം ചെയ്തത് എങ്ങനെയായിരുന്നു? അവരുടെ ചില ഒറിജിൻ, എങ്ങനെയാണ് അവർ വന്നത്, അതേപോലെ തന്നെ അവരുടെ ചില പ്രോപ്പർട്ടീസിന്റെ ഒക്കെ ബേസിസിലാണ് നമ്മൾ അവർക്ക് എന്ത് കൊടുത്തിരുന്നത്? നെയിം കൊടുത്തിരുന്നത്. ആ രീതിയിൽ നെയിം ചെയ്യുന്നതിനൊരു പേരുണ്ട്, ദാറ്റ് ഈസ് കോമൺ നെയിം. ട്രിവിയൽ നെയിം എന്നോ അല്ലെങ്കിൽ കോമൺ നെയിം എന്നോ അറിയപ്പെടുന്നത് അങ്ങനെയാണ്. മനസ്സിലായോ? അപ്പൊ അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ് ഞാൻ കൊടുത്തത്. നിങ്ങൾ സിട്രിക് ആസിഡ് എന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ ലെമണിനകത്തിലൊക്കെ ഉള്ള ആസിഡ് ആണല്ലോ സിട്രിക് ആസിഡ്. അപ്പൊ സിട്രസ് ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആയതുകൊണ്ടാണ് അവരെ നമ്മൾ എന്ത് പേര് വിളിച്ചത്? സിട്രിക് ആസിഡ് എന്ന് വിളിച്ചത്. അപ്പൊ അതൊരിക്കലും IUPAC നെയിം അല്ല, അയാളുടെ ഒരു പ്രോപ്പർട്ടിയുടെ ബേസിൽ നമ്മൾ കൊടുത്ത ഒരു നെയിമാണ് സിട്രിക് ആസിഡ്. മനസ്സിലായി? അപ്പൊ അത് കോമൺ നെയിമിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ കുറെ കോമ്പൗണ്ടുകളുടെ കോമൺ നെയിമും അറിഞ്ഞിരിക്കണം, അതേപോലെ തന്നെ IUPAC അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കുറച്ച് മുന്നേ ഞാൻ നിങ്ങളെ ബെൻസീന്റെ കോമ്പൗണ്ട്സ്, ബെൻസിനോയിഡ് പരിചയപ്പെടുത്തിയപ്പോ അനിലീനെ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ബെൻസിന്റെ മുകളിൽ NH2 ഗ്രൂപ്പ് ആണ് വന്നത്, NH2 ഗ്രൂപ്പ് അമീൻ ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ആ അനിലീൻ എന്ന പേര് അവിടെ നിങ്ങൾ പഠിച്ചു. ആ അനിലീൻ എന്ന് പറയുന്ന പേര് അയാളുടെ കോമൺ നെയിം ആണ്. അയാളുടെ IUPAC നെയിം വേറെയാണ്.
അപ്പോൾ കുറേ അധികം കോമ്പൗണ്ടുകളുടെ കോമൺ നെയിമും IUPAC നെയിമും നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഇത് തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിലും വേറെ ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സിന്റെ കേസിൽ പഠിക്കാനുണ്ട്, ഓർഗാനിക്കിൽ തന്നെ. മനസ്സിലായി? അപ്പൊ നമുക്ക് നോക്കാം. യെസ്, കോമൺ നെയിം ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ആദ്യം നമുക്ക് കോമൺ നെയിം ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, HCHO. നമുക്കറിയാം CHO എന്ന് പറഞ്ഞാൽ ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണ്? ആൽഡിഹൈഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? CHO എന്ന് പറഞ്ഞത്. അതിൽ HCHO എന്ന് പറഞ്ഞാൽ അയാളുടെ കോമൺ നെയിം ആണ് ഫോർമാൽഡിഹൈഡ്. എന്താണ്? ഫോർമാൽഡിഹൈഡ്. ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ, ഫോർമാൽഡിഹൈഡ്. ഈ ലബോറട്ടറിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് കോമൺ നെയിമിലും IUPAC നെയിമിലും നമ്മൾ സാധനങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ അറിയണം കേട്ടോ. ഫോർമാൽഡിഹൈഡ്. അടുത്ത ആരാ? യെസ്, CH3COCH3. നമുക്കറിയാം CO എന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ആരുടെയാ? കീറ്റോൺ ആണെന്നുള്ള കാര്യം അറിയാം. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 3 കാർബൺ ആറ്റം ഉണ്ട്. 3 വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പ്രൊപ്പ് അല്ലെ? അപ്പൊ പ്രൊപ്പനോൺ എന്നാണ് സാധാരണഗതി IUPAC. പക്ഷെ ഇവിടെ നമ്മൾ കോമൺ നെയിം ആണ് പഠിക്കുന്നത്. ഇയാളുടെ കോമൺ നെയിം ഈസ് അസറ്റോൺ. എന്താണ്? അസറ്റോൺ. അപ്പൊ ലാബിൽ ചെല്ലുമ്പോൾ നിങ്ങൾ അസറ്റോൺ എന്ന പേര് അവിടെ കാണുന്നത്. അതിനകത്ത് IUPAC നെയിം ഉണ്ട്, എങ്കിലും അസറ്റോൺ ആയിരിക്കും അതിനകത്ത് മെയിൻ ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന പേര്. മനസ്സിലായോ? അടുത്തത് നേരത്തെ ഞാൻ പറഞ്ഞതാ നിങ്ങളോട്, CH3COOH. എന്തുവാ അയാളുടെ പേര്? ഒരു ആസിഡ് ആണ് അല്ലെ? COOH ഗ്രൂപ്പ് വന്നപ്പോഴേ നമുക്കറിയാം അതൊരു ആസിഡ് ആണെന്ന്. ദാറ്റ് ഈസ് അസറ്റിക് ആസിഡ് അല്ലെ? വിനീഗറിനകത്തിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് ഏത്? അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. CH4 ആരാ? നിങ്ങൾക്ക് അറിയാലോ. ആരാ CH4? മീതെയിൻ തന്നെയാണ് അയാളെ അറിയപ്പെടുന്നത് കേട്ടോ, മീതെയിൻ. ഓക്കെ, ദെൻ അടുത്ത എന്താ? യെസ്, ബെൻസീൻ റിംഗ് ആണ്. അതിനകത്തിലൊരു OCH3 ഗ്രൂപ്പ് വന്നു. ഈ OCH3 ഗ്രൂപ്പിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്തുവാണെന്നറിയാമോ? ജനറൽ ആയിട്ട് ഇവരെ ആൽക്കോക്സി ഗ്രൂപ്പ് എന്ന് വിളിക്കും. കാരണം CH3 എന്ന് പറഞ്ഞ ആൽക്കൈൽ ഗ്രൂപ്പാണ്. അതിന്റെ കൂടെ ഒരു ഓക്സിജൻ കൂടെ വന്നപ്പോൾ നമ്മൾ അവരെ ആൽക്കോക്സി എന്ന് പറയും. പിന്നെ ഇത് ഏതാ ആൽക്കൈൽ ഗ്രൂപ്പാ? മീതൈൽ അല്ലേ? അതുകൊണ്ട് ഇയാളെ എന്ത് വിളിക്കാം? മീതോക്സി എന്ന് വിളിക്കാം. ഇത് നിങ്ങൾ എവിടെ അറിഞ്ഞിരിക്കേണ്ടതാ? IUPACയിൽ അറിയേണ്ടതാ. ഇവിടെ ഇപ്പോ ബെൻസീൻ റിംഗിന്റെ മുകളിൽ മിതോക്സി ഗ്രൂപ്പ് വന്നാൽ ഇയാളുടെ പേര് അനിസോൾ. എന്താണ്? അനിസോൾ. മനസ്സിലായോ? ഓക്കെ, ഫോർമാൽഡിഹൈഡ്, അസറ്റോൺ, അസറ്റിക് ആസിഡ്, മീതെയിൻ, അനിസോൾ. ഇനി എന്താണ്? യെസ്, അടുത്ത ഒരാളെ കൂടെ കൊടുത്തിട്ടുണ്ട്. O ഗ്രൂപ്പാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നതെങ്കിൽ അയാളെ ഒരു പേര് വിളിക്കും. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് നോൺ ആസ് ഈതർ. O ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വന്നാൽ അതിനെ നമ്മൾ ഈതർ എന്ന് വിളിക്കും. ഇയാളുടെ പേര് മീതൈൽ ഈതൈൽ ഈതർ എന്ന് പറയും കേട്ടോ. മീതൈൽ ഈതൈൽ ഈതർ എന്നാണ് ഇയാളുടെ കോമൺ നെയിം. IUPAC വേറെയാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ കോമൺ നെയിം എന്താണ്? അതിൽ IUPACയിൽ നിന്നുള്ള ഡിഫറൻസ് എന്താണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അതെങ്ങനെ വന്നതാണെന്നൊക്കെ ഉള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ? അപ്പൊ ഇനി നമുക്ക് ഏതിലേക്ക് പോകാം? IUPAC സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിലേക്ക് പോകാം അല്ലേ? യെസ്. അപ്പൊ അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ ബ്രാഞ്ചസ് വരാമെന്ന് പറഞ്ഞു. ബ്രാഞ്ച്ഡ് ചെയിനുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്, അൺബ്രാഞ്ച്ഡ് ആയിട്ടുള്ളത്. അപ്പൊ ബ്രാഞ്ച് വരുമ്പോൾ ആ ബ്രാഞ്ചിന്റെ പേര് എഴുതാനൊക്കെ അറിയണ്ടേ? അപ്പൊ അതൊരു ഇൻട്രൊഡക്ഷൻ പോലെ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ അതിൽ ആദ്യം പഠിക്കുന്ന ആൾക്കാരാണ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയും. നമ്മള് ആൽക്കെയിൻ നമുക്കറിയാം എന്താണെന്നുള്ളത് അല്ലെ? ആൽക്കെയിൻ എന്താണ്? ആൽക്കെയിൻസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് അല്ലെ, സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ആൽക്കെയിൻസ് എന്ന് വിളിക്കുന്നത്. ഈ ആൽക്കെയിൻസിൽ നിന്നും ഒരു ഹൈഡ്രജൻ കുറവുള്ള കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് ആൽക്കൈൽ ഗ്രൂപ്പ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആൽക്കെയിൻസിൽ നിന്നും ഒരു ഹൈഡ്രജൻ ലെസ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. ഇപ്പോ CH4ന്റെ പേരെന്താ? മീതെയിൻ ആണെന്നറിയാം അല്ലേ? യെസ്. ഇതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ കുറഞ്ഞു, 4 ഹൈഡ്രജൻ ഉണ്ടായി. ഒരു ഹൈഡ്രജൻ പോകുമ്പോ എത്ര ആവും? CH3. അപ്പൊ CH4നെ നമ്മൾ മീതെയിൻ എന്ന് വിളിച്ചു. CH3യെ നമ്മൾ വിളിക്കുന്ന പേര് മീഥൈൽ. വ്യത്യാസം മനസ്സിലായോ? അപ്പൊ ആൽക്കെയിനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയപ്പോ അത് ആൽക്കൈലായി, മീഥൈൽ. മനസ്സിലായോ? അതേപോലെ തന്നെ വേറെ കാണിക്കാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ CH3 കൊടുത്തത്. അപ്പൊ CH3യുടെ പേരെന്താണ്? മീഥൈൽ ഗ്രൂപ്പ്. മനസ്സിലായി? അടുത്തത് CH3. ഇയാളുടെ പേരെന്താ? ഈഥൈൻ ആണ്. 2 കാർബൺ ഉള്ളത് കൊണ്ട് എത്ത്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് 8. ഈഥൈൻ ആണെന്നറിയാം. ആണേ? ഇപ്പൊ 3 6 ഹൈഡ്രജൻ ഉണ്ട്. ഇതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ കുറയുന്നു. അപ്പൊ ഇതല്ലേ CH3 CH2. എവിടെ നിന്ന് വേണമെങ്കിലും കട്ട് ചെയ്യാം.
ഒരെണ്ണം കുറഞ്ഞു. അപ്പൊ ഈഥൈനെ പിന്നെ എങ്ങനെ അറിയപ്പെടും? ഒരു ഹൈഡ്രജൻ പോയാൽ പിന്നെ ഈഥൈൽ എന്നാണ് അറിയപ്പെടുന്നത്. മനസ്സിലായോ? അപ്പൊ CH2 CH3 എന്ത് വിളിക്കും? ഈഥൈൽ. മനസ്സിലായോ? ഇതിന്റെ മോളിക്കുലർ ഫോർമുല എങ്ങനെയാ? എത്ര കാർബൺ? 2 കാർബൺ. എത്ര ഹൈഡ്രജൻ? 5 ഹൈഡ്രജൻ. C2H5. ഇവിടെ പക്ഷേ C2H6 ആയിരുന്നു അല്ലേ? ഒരു ഹൈഡ്രജൻ കുറഞ്ഞപ്പോൾ C2H5 ആയി. ദാറ്റ് ഈസ് ഈഥൈൽ. മനസ്സിലായോ? അതേപോലെ തന്നെ പറയാം, വീണ്ടും പറയാം അല്ലേ? ഇങ്ങനെയാ നോക്കി, CH3 CH2 CH3. ഇയാളുടെ പേരെന്താ? പ്രൊപ്പൈൻ അല്ലെ? 3 കാർബൺ വന്നിരിക്കുന്നത് കൊണ്ട് പ്രൊപ്പ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എയിൻ, ദാറ്റ് ഈസ് പ്രൊപ്പൈൻ ആണ്. അപ്പൊ ഇതിന്റെ മോളിക്കുലർ ഫോർമുല എഴുതുമ്പം C3H8 എന്നാണ് എഴുതുന്നത്. ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ കുറയുന്നു. നോക്കിയേ, ഒരു CH3 ഇതാ ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ കളഞ്ഞു. അപ്പൊ ഇയാളുടെ ഫോർമുല C3H7 ആയി. അപ്പൊ പിന്നെ ഇയാളുടെ പേരെന്താ? പ്രൊപ്പൈൻ എന്തായി? പ്രൊപ്പൈലായിട്ട് മാറി. അതേപോലെ മനസ്സിലായോ? പ്രൊപ്പൈലായിട്ട് മാറി. മനസ്സിലായി? അപ്പൊ അടുത്ത ആള് കണ്ടോ, ഇയാളുടെ പേര്, ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ആണ് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ ബ്രാഞ്ച് ആയിട്ട് വരുന്നതെങ്കിൽ ഇയാളുടെ പേരാണ് ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ്. എന്താ വിളിക്കുന്നത്? ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ്. അപ്പൊ ഐസോപ്രൊപ്പൈലിന്റെ ഒക്കെ സ്ട്രക്ചർ പഠിക്കണം കേട്ടോ. ഇത് ബ്രാഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുണ്ട്. അടുത്ത നോക്കിക്കേ, ഇതിപ്പോ ഞാൻ ഇങ്ങോട്ടൊരു ബോണ്ട് കാണിച്ചേക്കുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓർഗാനിക് കോമ്പൗണ്ടിൽ ബ്രാഞ്ച് ആയിട്ടായിരിക്കും ഇവർ വരുന്നത്. അപ്പൊ അതാണ് ഈ ഒരു ബോണ്ടായിട്ട് ഞാൻ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ആണ് സബ്സ്റ്റിറ്റ്യൂവന്റ് അല്ലെങ്കിൽ ബ്രാഞ്ച് ആയിട്ട് വരുന്നതെങ്കിൽ ഇയാളുടെ പേരാണ് ടെറിഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ്. എന്താണ്? ടെറിഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് കേട്ടോ. ടെറിഷറി എന്നുള്ളതിന്റെ സിമ്പലാണിത്. ടെറിഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ്. ടെറിഷറി ബ്യൂട്ടൈൽ. ഓക്കെ, അടുത്ത ആളെ നോക്കിക്കേ, CH3C. ഇങ്ങോട്ടും 2 CH3 CH2. ഇയാളാണ് ബ്രാഞ്ച്. അപ്പൊ എന്താണ്? ഇങ്ങോട്ടൊരു ബോണ്ട് കാണും, കാരണം ഇതിന്റെ ബ്രാഞ്ച് ആയിട്ടായിരിക്കുമല്ലോ വരുന്നത്. ഇങ്ങനെ ഒരാളാണ് വരുന്നതെങ്കിൽ ഇയാളുടെ പേരാണ് നിയോപെന്റൈൽ ഗ്രൂപ്പ്. നിയോപെന്റൈൽ ഗ്രൂപ്പ്. അപ്പൊ ഇതെല്ലാം എന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പ്സിന്റെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ആരൊക്കെയാ പറഞ്ഞേ? ആൽക്കൈൽ ഗ്രൂപ്പ്സിന്റെ കാറ്റഗറിയിൽ മീഥൈൽ, ഈഥൈൽ, പ്രൊപ്പൈൽ, ഐസോപ്രൊപ്പൈൽ, പിന്നെ ടെറിഷറി ബ്യൂട്ടൈൽ, നിയോപെന്റൈൽ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സിൽ ബ്രാഞ്ചസ് ആയിട്ട് വരാൻ സാധ്യതയുള്ളവരാണ്. മനസ്സിലായോ? അപ്പൊ ഈ നെയിം ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ക്ലിയർ ആയി? ദെൻ നെക്സ്റ്റ് വൺ, റൂൾസ്. എന്താണ്? യെസ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞ ഈ IUPAC സിസ്റ്റം അനുസരിച്ച് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സിന് നെയിം ചെയ്യണമെങ്കിൽ കുറച്ച് റൂൾസ് ഉണ്ട്. കുറച്ച് റൂൾസിനെ ബേസ് ചെയ്ത് മാത്രമാണ് നമ്മൾ IUPAC നെയിം ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ഞാൻ നേരത്തെ നിങ്ങൾ ഓക്സിഡേഷൻ നമ്പറൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കാൻ കുറേ റൂൾസ് മനസ്സിലാക്കി വരാം. അവിടെയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, റൂൾസ് ഒന്നും നിങ്ങൾ ബൈഹേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ റൂൾസ് മനസ്സിലാക്കി വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇവിടെ അത് തന്നെയാണ്. ഒരിക്കലും നിങ്ങളോട് റൂൾ എഴുതാൻ എക്സാമിന് ചോദിക്കത്തില്ല. എങ്ങനെയാണ് റൂൾ ഒന്നും നിങ്ങൾ ബൈഹേർട്ട് ചെയ്യണം. പക്ഷെ റൂൾ അറിഞ്ഞിരിക്കണം. ഇന്നടുത്ത് ഇന്ന റൂളാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് നെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോ റൂള് ഞാൻ ജസ്റ്റ് ഇത് ഷോർട്ടായിട്ട് മാത്രമാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ബിക്കോസ് നിങ്ങൾ IUPAC നെയിം ബേസിക് ആയിട്ട് പഠിച്ചവരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രിസ്പായിട്ട് എഴുതിയിരിക്കുന്നു എന്ന് മാത്രം. സെലക്ട് ദ ലോങ്സ്റ്റ് കണ്ടിന്യൂസ് ചെയിൻ ഓഫ് കാർബൺ. അല്ലേ? റൂളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നോമൻക്ലേച്ചറിലേക്ക് പോവാം. നമ്മളൊരു ഓർഗാനിക് കോമ്പൗണ്ടിന് നെയിം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള കാർബണിന്റെ ചെയിൻ ഏതാണ്, അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ളത്. ഇനി അടുത്ത റൂൾ എന്താ? നമ്പറിംഗ് ഈസ് ഡൺ in such a way that the branched carbon atom get the lowest possible numbers. ഇപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ എടുക്കുമ്പോൾ അതിൽ ബ്രാഞ്ച്ഡ് ചെയിൻ ഉള്ളവരും അൺബ്രാഞ്ച്ഡ് ആയിട്ടുള്ളതും വരും. അൺബ്രാഞ്ച്ഡ് ആണ് എളുപ്പമാണ്, നീളം കൂടിയ ചെയിൻ എടുത്ത് നമ്മൾ അങ്ങ് നമ്പർ ഇട്ടങ്ങ് പോയാൽ മതി ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന്. പക്ഷേ ബ്രാഞ്ച് ഉള്ള കേസിലാണെങ്കിൽ നമ്പറിംഗ് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ബ്രാഞ്ചിന് എപ്പോഴും മിനിമം നമ്പർ അല്ലെങ്കിൽ ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ഏത് സൈഡിൽ കൂടി ലെഫ്റ്റിൽ നിന്നാണോ റൈറ്റിൽ നിന്നാണോ നമ്പറിംഗ് നടത്തേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യാം. മനസ്സിലായി? അതാണ് രണ്ടാമത്തെ റൂള്. എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും.
അടുത്ത എന്താ? നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. ഈ ബ്രാഞ്ച് ആയിട്ട് വരുന്നവരെയാണല്ലോ നമ്മളിപ്പോ പരിചയപ്പെട്ടത്, ആൽക്കൈൽ ഗ്രൂപ്പ്. ആ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേര് എപ്പോഴും പ്രിഫിക്സ് ആയിട്ടാണ് എഴുതുന്നത്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മുന്നേ ആയിട്ടാണ് എഴുതുന്നത്, മുൻപിലാണ് എഴുതുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എഴുതുന്ന ആ പേരന്റ് ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പേരിന്റെ മുൻപിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ പ്രിഫിക്സ്, അതായത് ആൽക്കൈൽ ഗ്രൂപ്പ്സ് അല്ലെ ബ്രാഞ്ചിന്റെ പേര് നമ്മൾ കൊടുക്കുന്നത്. അപ്പോ ബ്രാഞ്ചിന്റെ പേര് കൊടുക്കുന്നതിനോടൊപ്പം മെൻഷൻ ദി പൊസിഷൻ. ബ്രാഞ്ച് ഏത് പൊസിഷനിലാണ്, എത്രാമത്തെ കാർബണിലാണ് കിടക്കുന്നത്, അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്നുകൂടെ നമ്മൾ സൂചിപ്പിക്കണം. ഇനി എന്താണ്? ഈ പൊസിഷൻ കൊടുക്കുമ്പോൾ നമ്പർ ആണല്ലോ, ആ നമ്പറും പേരും കൂടെ എന്തുപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യണം? ഒരു ഹൈഫൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് റൂൾസ്. അടുത്തത്, 2 or more identical substituent group separated by commas. അതായത് എന്താ? ഇപ്പൊ ഒരേ ഗ്രൂപ്പ് തന്നെ 2ഉം 3ഉം ഒക്കെ വരാം അല്ലെ. ഇപ്പൊ CH3 മീത്തൈൽ അല്ലെ, അതെന്താ? അത് തന്നെ 2-3 എണ്ണം ഒരേ ഓർഗാനിക് കോമ്പൗണ്ടിൽ വരാം. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? കോമ ഉപയോഗിച്ച് അവരുടെ പൊസിഷൻ, ഇപ്പൊ 2ാമത്തെ പൊസിഷനിൽ ഒരെണ്ണം കാണും, 3ാമത്തെ പൊസിഷനിൽ ഒരെണ്ണം കാണും. അപ്പൊ 2, 3 എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ 2 എണ്ണമാണ് വരുന്നതെങ്കിൽ നമ്മൾ 2 എണ്ണം ഉണ്ടെന്ന് സൂചിപ്പിക്കാൻ ഡൈ, 3 എണ്ണം ആണെന്നുണ്ടെങ്കിൽ 3 എണ്ണം ഉണ്ടെന്ന് സൂചിപ്പിക്കാൻ ട്രൈ, 4 എണ്ണം ആണെങ്കിൽ 4 എണ്ണം ഉണ്ടെന്ന് സൂചിപ്പിക്കാൻ ടെട്രാ. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ. ഇനി ഡിഫറെന്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂവൻസ് ആണെന്നിരിക്കട്ടെ, ഒരെണ്ണം മീതയിലും ഒരെണ്ണം ഈതയിലും ആണെന്നിരിക്കട്ടെ, അങ്ങനെയുള്ള കേസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ആൽഫബറ്റിക്കൽ ഓർഡർ ഫോളോ ചെയ്യണം. അപ്പൊ മീതയിലും ഈതയിലും 2 ബ്രാഞ്ച് ഒരു ഗ്രൂപ്പ് കോമ്പൗണ്ടിൽ വന്നു. എം ആണോ ഇ ആണോ ആദ്യം വരുന്നത്? ഇ ആണ് അക്കോർഡിംഗ് ടു ആൽഫബറ്റിക്കൽ ഓർഡർ. അപ്പൊ ഈതയിൽ ആദ്യം എഴുതുക, മീതയിൽ രണ്ടാമത് എഴുതുക. മനസ്സിലായോ? അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള റൂൾസ് ഒക്കെയാണ് IUPAC ഇതിനകത്തിലുള്ളത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കോമ്പൗണ്ട്സിന് നോമൻക്ലേച്ചർ നടത്താം. യെസ്. അപ്പൊ ഞാനിവിടെ 2-3 സിമ്പിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നെയിം ചെയ്ത് നോക്കാം. ഫസ്റ്റ് കോമ്പൗണ്ട്. അപ്പൊ ആദ്യത്തെ റൂൾ എന്തായിരുന്നു? സെലക്ട് ദ ലോങ്സ്റ്റ് കണ്ടിന്യൂസ് കാർബൺ ചെയിൻ അല്ലെ. യെസ്. അപ്പൊ ഇതൊരു ബ്രാഞ്ചഡ് ഓർഗാനിക് കോമ്പൗണ്ട് ആണെന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. അപ്പൊ ഏറ്റവും നീളം കൂടിയ ചെയിൻ നമ്മൾ എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. അപ്പൊ നോക്കിയേ, നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9 എല്ലാ പോസിബിൾ ആയിട്ടുള്ളതും കൗണ്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് കൗണ്ട് ചെയ്തപ്പോ 9 ആണേ. ഇനി ബ്രാഞ്ച് വെച്ച് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9 ഇങ്ങനെ കൗണ്ട് ചെയ്തപ്പോഴും 9. ഇനി ഇവിടുന്ന് 1, 2, 3, 4, 5, 6, 7, 8 ഉള്ളൂ. അപ്പൊ അതെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ളത് 9 ആണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് 9 എടുക്കണം. ഇനി എവിടുന്ന് എണ്ണണം? ഇവിടുന്ന് എടുത്താലും 9 ആണ്, ഇവിടുന്ന് എടുത്താലും 9 ആണ്. എവിടുന്ന് കൗണ്ട് ചെയ്യണോ എന്നുള്ളത് എന്ത് ചെയ്യണം? എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നത്? ബ്രാഞ്ച് നോക്കണം. ആ ബ്രാഞ്ചിന് ലീസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം നമ്പറിങ് നടത്താൻ. നമ്മൾ ഇവിടുന്നാണ് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ ബ്രാഞ്ച് മീതയിലാണല്ലോ, ഇയാൾക്ക് ഏത് പൊസിഷൻ കിട്ടും? 2ാമത്തെ പൊസിഷൻ കിട്ടും. 3, 4, 5, 6, 7 3, 4, 5, 6 6ാമത്തെ പൊസിഷനിലും ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് കൗണ്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 2, 6 ആണ് ബ്രാഞ്ചിന്റെ നമ്പർ. ഇനി ഇവിടുന്നാണെങ്കിലോ 1, 2, 3, 4 4ാമത്തെ പൊസിഷൻ, 5, 6, 7, 8 8ാമത്തെ പൊസിഷൻ. 2, 6 ആണോ ലീസ്റ്റ്? 4, 8 ആണോ ലീസ്റ്റ്? യെസ്, 2, 6 ആണ് ലീസ്റ്റ് അല്ലെ. അതുകൊണ്ട് ഈ സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്യുന്നതാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായോ നമ്പറിങ് എങ്ങനെയാ സെലക്ട് ചെയ്യുന്നത്? അപ്പൊ ഇത് വേണ്ട, 6ഉം അല്ല 4ഉം 8ഉം വേണ്ട. മനസ്സിലായല്ലോ? അപ്പൊ നമ്പറിങ് കഴിഞ്ഞു. ഇനി പേരെഴുതാം. പേരെഴുതുമ്പം പ്രിഫിക്സ് ആര് വരണം? ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അയാളുടെ പേര് പ്രിഫിക്സ് ആയിട്ട് എഴുതണം. അവർക്ക് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യണം. 2 ഡിഫറെന്റ് ബ്രാഞ്ച് ആണെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതണം. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ റൂൾസ് അല്ലേ. യെസ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ബ്രാഞ്ച് ഒന്ന് മീതൈൽ ഗ്രൂപ്പും ഒന്ന് ഈതൈൽ ഗ്രൂപ്പും ആണ്. അക്കോർഡിംഗ് ടു ആൽഫബറ്റിക്കൽ ഓർഡർ ഈതൈൽ കംസ് ഫസ്റ്റ് ആണല്ലോ. യെസ്. അപ്പൊ ഈതൈലിന്റെ പൊസിഷൻ എത്ര? 6 ആണ്. അപ്പൊ 6. നമ്പറും നെയിമും തമ്മിൽ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം? ഹൈഫൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ 6 ഈതൈൽ ആണല്ലോ. യെസ്. അടുത്ത ആരാ? 2ാമത്തെ പൊസിഷനിൽ മീതൈൽ, ഹൈഫൻ 2 മീതൈൽ. അത്രയായി. ഇനി എത്ര കാർബണാ ടോട്ടൽ ഉള്ളത്? 9 അല്ലെ. 9 ആണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? 9 ആണ് എന്താ പറയാ? നൺ എന്നാ പറയുന്നത് അല്ലെ. 1, 2, 3, 4, 5, 6, 7, 8, 9 9 ആണെങ്കിൽ നമ്മൾ നൺ എന്ന് പറയും. പിന്നെന്താ? എല്ലാ സിംഗിൾ ബോണ്ട് അല്ലേ. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് നമ്മൾ
എന്ത് പറയും? NE, നണ്ണൈൻ. മനസ്സിലായോ? സോ പേരെന്ത് വന്നു? 6-ഈഥയിൽ 2-മീഥൈൽ നണ്ണൈൻ എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നോർമലി ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ നമ്മൾ നെയിം ചെയ്യുന്നത്. അതുപോലെ അടുത്തത് നോക്കാം. അടുത്ത ഇതിൽ സിമ്പിൾ ആയിട്ടുള്ള ആളാണ്. എങ്ങനെയാ? മൊത്തം 1 2 3 4 5 ഇങ്ങനെ കൗണ്ട് ചെയ്തപ്പോഴും 5, ഇവിടുന്ന് കൗണ്ട് ചെയ്ത 5, 1 2 3 4 5 എങ്ങനെ നോക്കിയാലും ലോങ്സ്റ്റ് ചെയിൻ 5 ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി ബ്രാഞ്ചസ് 2 പേരുണ്ട്. രണ്ടും സെയിം ബ്രാഞ്ച് ആണ്, ഒരേപോലത്തെ മീഥൈൽ ഗ്രൂപ്പ് തന്നെയാണ് രണ്ട് സൈഡിലും വന്നിരിക്കുന്നത്. അപ്പൊ ഏത് നമ്പർ എടുക്കണം? ഇവിടുന്ന് നമ്പർ എടുത്താൽ 2 and 4 ആണ് വരുന്നത്. ഇവിടുന്ന് നമ്പർ എടുത്താലും 2 4. അപ്പൊ എങ്ങനെ എടുത്താലും കുഴപ്പമില്ലെന്ന് മനസ്സിലായി. ഓക്കെ, ഇപ്പൊ രണ്ടും ഒരേ ആൾക്കാരാ. പ്രത്യേകം പ്രത്യേകം പേര് കൊടുക്കണ്ട, പൊസിഷൻ കൊടുക്കണം. 2ലും 4ലും ആണ്. 2, 4 ആണല്ലോ. എത്ര മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്? 2. 2 മീഥൈൽ ഗ്രൂപ്പ് ആവുമ്പോൾ ഡൈമീഥൈൽ ആണല്ലോ. ഓക്കെ, ടോട്ടൽ എത്ര കാർബൺ ഉണ്ട്? 5. 5 എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? പെന്റ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എയിൻ ആണല്ലോ. സോ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ദാറ്റ് ഈസ് 2,4-ഡൈമീഥൈൽ പെന്റേൻ. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് നെയിം ചെയ്യുന്നത്. സിമ്പിൾ അല്ലേ? ഇത് എഴുതി തന്നെ പഠിക്കണേ. അടുത്തത് നോക്കിക്കേ. ലോങ്സ്റ്റ് ചെയിൻ നോക്കാം. 1 2 3 4 5 ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. 1 2 3 4 5 ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. 1 2 3 4 5 1 2 3 4 5 എങ്ങനെ നോക്കിയാലും ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ സ്ട്രെയിറ്റ് തന്നെ എടുക്കാം അല്ലേ? ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ബ്രാഞ്ച് നോക്കണം. നോക്കിയേ, ഈ കാർബണിന് 2 ബ്രാഞ്ച് ഉണ്ട്, ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട് ആണല്ലോ. ബ്രാഞ്ചിന് ലീസ്റ്റ് നമ്പർ കൊടുക്കുന്ന രീതിയിൽ ഏത് സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്യണമെന്നത് ഡിസൈഡ് ചെയ്യാം. ഇവിടെ നിന്നാണ് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ ഇത് 2ാമത്തെ പൊസിഷനിലും ഇത് എത്ര? 4ാമത്തെ പൊസിഷനിലും വരും. ഇവിടുന്ന് കൗണ്ട് ചെയ്താലും 2 4 വരും. അപ്പൊ എങ്ങനെയായാലും പ്രശ്നമില്ല ആണല്ലോ. എല്ലാം ബ്രാഞ്ച് ഏത് തന്നെയാ? മീഥൈൽ തന്നെയാണ് ആണല്ലോ. ഓക്കെ, അപ്പൊ 2ാമത്തെ പൊസിഷനിൽ 2 മീഥൈൽ ഇല്ലേ? ഉണ്ട്. അപ്പൊ ആ 2 മീഥൈലിന്റെ പൊസിഷനും മെൻഷൻ ചെയ്യണം. ഈ 2 മീഥൈലിന്റെ 2ാമത്തെ പൊസിഷൻ തന്നെയാണല്ലോ. അപ്പൊ 2, 2 ആദ്യത്തെ 2 ആദ്യത്തെ മീഥൈലിന്റെ, രണ്ടാമത്തെ 2 രണ്ടാമത്തെ മീഥൈലിന്റെ. ഓക്കെ, അപ്പൊ 2, 2 ഡൈ, 2 ഉള്ളത് കൊണ്ട് ഡൈ മീഥൈൽ ആണല്ലോ. ഓക്കെ, ഇനി 4ാമത്തെ പൊസിഷന് വീണ്ടും ഒരു മീഥൈൽ കിടപ്പുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എന്താ? then -4 മീഥൈൽ. ഇങ്ങനെയാണോ എഴുതുന്നേ? അല്ല, ഇങ്ങനെ എഴുതിയാൽ തെറ്റാണ്. കാരണം എന്താ? 3ഉം ഐഡന്റിക്കൽ ആയിട്ടുള്ള ബ്രാഞ്ചുകളാണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് ഇവരുടെ പൊസിഷൻ എഴുതാം. ഓരോ കേസിലും മീഥൈൽ 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 എന്ന് കൊടുക്കണോ? വേണ്ട. അപ്പൊ എങ്ങനെ എഴുതുന്നത്? 2, 2 ഇത് 2 ആയി. ഇനി 4ാമത്തെ പൊസിഷനിലും സെയിം ആണ് തന്നെ നടക്കുന്നത്. അപ്പൊ 4. മനസ്സിലായി? അപ്പൊ മൊത്തം എത്ര മീഥൈലായി? 3 എന്നുള്ളതിന്റെ പ്രിഫിക്സ് എന്താ? ട്രൈ. ദാറ്റ് ഈസ് 2, 2 2 2 4 ട്രൈ മീഥൈൽ. ഇനി എത്ര പേരുണ്ട് ടോട്ടല്? 5 വരുമ്പോൾ പെന്റ് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എയിൻ. ദാറ്റ് ഈസ് 2 2 4 ട്രൈമീഥൈൽ പെന്റേൻ. മനസ്സിലായോ? അതേസമയം ഈ മീഥൈലിന്റെ സ്ഥാനത്ത് ഈഥൈൽ ആയിരുന്നെങ്കിൽ അത് സെപ്പറേറ്റ് എഴുതണം. മനസ്സിലായോ? അപ്പൊ ഇത് ഒരേ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് നമുക്ക് ഒരുമിച്ച് എഴുതാൻ പറ്റിയത്. 2 2 4 ട്രൈമീഥൈൽ പെന്റേൻ. മനസ്സിലായല്ലോ? അടുത്ത നോക്കാം. അടുത്ത നോക്കിക്കേ, കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 ഇങ്ങനെ നോക്കിയപ്പോൾ 7 ഉണ്ട്. ഇനി വേറെ പോസിബിലിറ്റി 1 2 3 4 5 6 7 ഇങ്ങനെ നോക്കിയപ്പോൾ 7 ആണ്. ഇനി അതർ പോസിബിലിറ്റി 1 2 3 4 5 ഉള്ളൂ. 1 2 3 4 5 ഉള്ളൂ. അപ്പൊ എങ്ങനെ നോക്കിയാലും മാക്സിമം നമ്പർ ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുന്നത് 7 ആണെന്ന് മനസ്സിലായി. ഇനി എവിടുന്ന് കൗണ്ട് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യണം. ബ്രാഞ്ച് എവിടെയൊക്കെയാണ് നിൽക്കുന്നത്? ഇവിടുന്ന് കൗണ്ട് ചെയ്യുവാണെങ്കിൽ 3ാമത്തെ പൊസിഷനിലും 4ാമത്തെ പൊസിഷനിലും ബ്രാഞ്ച് വരും ആണല്ലോ. ഇവിടെ നിന്നാണ് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ 1 2 3 4ലും 5ലും വരുന്നത്. 3 4 എടുക്കണോ 4 5 എടുക്കണോ? 3 4 എടുത്താൽ മതി, അതാണ് ലീസ്റ്റ് അല്ലേ? അപ്പൊ ഇവിടുന്ന് കൗണ്ട് ചെയ്യുന്നതാണ് നല്ലത് ആണല്ലോ. ഓക്കെ, അതെന്താ? ഇനി എന്ത് ചെയ്യണം? പേര് കൊടുക്കണം. 3ാമത്തെ പൊസിഷനിലുള്ള ബ്രാഞ്ച് ആരാ? CH2 CH3. CH2 CH3 ആരാന്നാ പറഞ്ഞത്? ഈഥൈൽ ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞു അല്ലെ. 4ാമത്തെ പൊസിഷനിലുള്ള ബ്രാഞ്ച് ആരാ? 2 പേരുണ്ട്, 2 മീഥൈലാണ്. അപ്പൊ M ആണോ E ആണോ? ആൽഫബറ്റിക്കലി E ആണ് വരുന്നത്. അപ്പൊ ഈഥൈലിന് ഫസ്റ്റ് കൊടുക്കണം. ദാറ്റ് ഈസ് 3 ഈഥൈൽ ആണല്ലോ. യെസ്. അടുത്തത് 4ാമത്തെ പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? യെസ്. അപ്പൊ എന്താ? 4, 4 2 ഉള്ളത് കൊണ്ട് ഡൈമീഥൈൽ ആണോ?
ഡൈമീഥൈൽ. ഓക്കെ, ദെൻ ടോട്ടൽ എത്ര പേരുണ്ടെന്നാ പറഞ്ഞേ? 7 എന്ന് പറഞ്ഞാൽ എന്താണ് പേരന്റ് ചെയിൻ? ഹെപ്റ്റ് ആണ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് A എന്ന് കൊടുക്കും. സോ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? 3-ethyl 4,4 ഡൈമീഥൈൽ ഹെപ്റ്റേൻ. മനസ്സിലായോ? ഇനിയും കുറച്ച് അടുത്തൊരു കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട്, നോക്കാം. അപ്പൊ എത്ര കൗണ്ട് ചെയ്യുന്നത്? 1 2 3 4 5 6 7 8 ഇങ്ങനെ കൗണ്ട് ചെയ്തപ്പോൾ 8 വന്നു. ദെൻ 1 2 3 4 5 6 7 8 ദെൻ 1 2 3 4 5 6 7. അപ്പൊ കുറെ പോസിബിലിറ്റി നോക്കി നമുക്ക് മനസ്സിലായി ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുന്നത് 8 ആണെന്ന് മനസ്സിലായി അല്ലേ? ഓക്കെ, ഇനി ബ്രാഞ്ചസ് എവിടൊക്കെയാണ്? ഇവിടുന്ന് കൗണ്ട് ചെയ്യുമ്പം തേർഡ് പൊസിഷനിൽ വരുന്നുണ്ട്, ബ്രാഞ്ച് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഏതാണ്? 4 5 6 സിക്സ്ത് പൊസിഷനിലും വരുന്നുണ്ട്. ഇവിടുന്ന് കൗണ്ട് ചെയ്താലും 3 4 5 6 3ലും 6ലും ആണല്ലോ വരുന്നത്. അപ്പൊ എങ്ങനെ എടുക്കാം? യെസ്, ഇവിടെ രണ്ട് ബ്രാഞ്ച് എന്ന് പറയുന്നത് ഒന്ന് ഈഥയിലും ഒന്ന് മീഥയിലുമാണ്. അക്കോർഡിംഗ് ടു ആൽഫബറ്റിക്കൽ ഓർഡർ ഈഥയിലാണ് ആദ്യം വരുന്നത്. അപ്പൊ നമ്മൾ പേര് കൊടുക്കുമ്പോൾ എങ്ങനെ വരും? 3-ethyl ദെൻ 6th മീഥൈൽ ഗ്രൂപ്പ് അല്ലെ? 6-methyl. ഓക്കെ, ഏതാണ് ലോങ്സ്റ്റ് ചെയിൻ ആയിട്ട് നമ്മൾ എടുത്തത്? 8 ആണ്. സോ 8 എന്ന് പറയുമ്പോൾ ഒക്റ്റ് ആണ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് 8 വരും. സോ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പോ? 3-ethyl 6-methyl octane. മനസ്സിലായല്ലോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് 1 2 3 4 5 1 2 3 4 5. അപ്പൊ എങ്ങനെ നോക്കിയാലും ലോങ്സ്റ്റ് ചെയിൻ സ്ട്രെയിറ്റ് ചെയിൻ അല്ലതാ, ഇങ്ങനെ ഒരു ടേണിംഗ് ഉണ്ട് കണ്ടോ? അപ്പൊ അതാണ് ലോങ്സ്റ്റ് ചെയിൻ. അപ്പൊ ഇതൊരു ബ്രാഞ്ച് ആയിട്ടല്ല. 1 2 3 4 5 കണ്ടോ? ലോങ്സ്റ്റ് ചെയിൻ ഇങ്ങനെ വന്നിരിക്കുന്നതാണ്. അപ്പൊ അത് തെറ്റിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കണം. 5 ആണ്. അപ്പൊ ബ്രാഞ്ച് ഒന്നേ ഉള്ളൂ, ഇത് വേണം. ഇവിടുന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ബ്രാഞ്ചിന്റെ പൊസിഷൻ 2 ആണ്. ഇവിടുന്ന് കൗണ്ട് ചെയ്താൽ 1 2 3 4 ആണ്. അപ്പൊ 2 ആണ് പ്രിഫർ ചെയ്യുന്നത്. ബ്രാഞ്ച് ഏതാണ്? മീഥൈൽ ആണ്. ദാറ്റ് ഈസ് 2-methyl. 5 അല്ലേ നമ്മൾ കൗണ്ട് ചെയ്ത ലോങ്സ്റ്റ് ചെയിൻ? 5 എന്ന് പറഞ്ഞാൽ പെൻഡ് ആണ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് 8 ആണ്. സോ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? 2-methyl pentane. മനസ്സിലായല്ലോ? അപ്പോൾ ഈ രീതിയിൽ നോമൻക്ലേച്ചർ നടത്താനായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി കുറച്ച് ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ട്, സൈക്ലിക് കോമ്പൗണ്ട്സിന്റെ നോമൻക്ലേച്ചർ ചെയ്യുന്നത് നോക്കാം. യെസ്, ഫസ്റ്റ് 1. എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 5 വരുമ്പോൾ നമ്മൾ എന്താ പറയാ? പെന്റ് എന്നാണ് പറയുന്നത് അല്ലെ? എല്ലാം സിംഗിൾ ബോണ്ട് ആണല്ലോ. സിംഗിൾ ബോണ്ട് ആവുമ്പോൾ നമ്മൾ എന്താ വിളിക്കുക? എയിൻ എന്ന് വിളിക്കും. പെന്റെയിൻ അല്ലെ? പക്ഷേ ഇത് നോർമൽ പെന്റെയിൻ ആണോ? അല്ല, സൈക്ലിക് ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രിഫിക്സിൽ എന്ത് കൊടുക്കണം? സൈക്ലോ എന്ന് കൊടുക്കണം. സോ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? സൈക്ലോപെന്റെയിൻ. മനസ്സിലായി? ഓക്കെ, ദെൻ നെക്സ്റ്റ് 1. ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കൊരു സൈക്ലോഹെക്സേൻ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? യെസ്, പക്ഷേ അതിന് 2-3 ബ്രാഞ്ചുകളെ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രാഞ്ചാണ് ദാ ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒന്നുമില്ല എങ്കിൽ ഇവിടെ ആരാണ് ഉണ്ടെന്നാണ് അർത്ഥം? CH3 ഉണ്ട് എന്നാണ് അതിന്റെ മീനിങ് കേട്ടോ. ഇനി ഇങ്ങനെ ഒരു ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ ഞാൻ ഇതിനെ സെപ്പറേറ്റ് ഒന്ന് എടുത്ത് എഴുതാം. ഇങ്ങനെ ഒരു ബ്രാഞ്ചാ കൊടുത്തേക്കുന്നത് അല്ലെ? ഇവിടെ ആരാ വരുന്നത്? നമ്മൾ ബോണ്ട് ലൈൻ ഫോർമുല എക്സ്പാൻഡ് ചെയ്യാൻ പഠിച്ചതാണ്. CH3. ഇവിടെ ആരാ ഉള്ളത്? CH2 ഉണ്ട് അല്ലെ? 2 വാലൻസി, ബാക്കി 2 വാലൻസിക്കായിട്ടൊരു CH2. ഇവിടെയും ഒരു CH2. സോ ആരാ ഇത്? CH2 CH2 CH3. ആരത്? പ്രൊപ്പൈൽ ഗ്രൂപ്പാണ്, നമ്മൾ പരിചയപ്പെട്ടതാണ് അല്ലെ? അപ്പൊ മനസ്സിലായി, സൈക്ലോഹെക്സൈനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പും ഒരു പ്രൊപ്പൈൽ ഗ്രൂപ്പും ബ്രാഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊസിഷൻ മെൻഷൻ ചെയ്യുന്നത് നോക്കണം. M ആണോ P ആണോ ആദ്യം വരുന്നത്? M ആണ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ വരുന്നത്. അപ്പൊ ഇയാൾക്ക് ലീസ്റ്റ് 1 കൊടുത്തു. 2 3 ഒരു ബ്രാഞ്ച്. അപ്പൊ 1-ലും 3-ലുമാണ് ബ്രാഞ്ച് ഉള്ളത്. അപ്പൊ പേരെങ്ങനെ വരും? 1-ൽ ആരാ ഉള്ളത്? മീഥൈൽ ഗ്രൂപ്പ്, 1-methyl അല്ലെ? 3-ൽ ആരാ ഉള്ളത്? പ്രൊപ്പൈൽ ഗ്രൂപ്പ് അല്ലെ? 3-propyl ആണോ? ഓക്കെ, പേരന്റ് കോമ്പൗണ്ട് ആരാ? സൈക്ലോഹെക്സൈൻ ആണ്. സോ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? 1-methyl 3-propyl സൈക്ലോഹെക്സൈൻ. മനസ്സിലായോ? കോമ്പൗണ്ടിന്റെ പേര് എഴുതിയത് ക്ലിയർ ആയി. ഇതുപോലെ തന്നെ അടുത്തത് വീണ്ടും ഒരു സൈക്ലോഹെക്സൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ 2 ബ്രാഞ്ച് ഇവിടെ തന്നെ ഉണ്ട്. ഇതിലൊരു CH3, ഇവിടെയും ഒരു CH3 ആണല്ലോ. ഇവിടെ ആരാ വരുന്നത്? ഇവിടെ ഒരു CH2, ഇവിടെ ഒരു CH3. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ ഇത് എഴുതുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ ഒന്നാമത്തെ ഇത് ഈഥൈൽ ഗ്രൂപ്പും ഇത് മീഥൈലുമാണ്. ഈഥൈൽ ആണോ മീഥൈൽ ആണോ? ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഈഥൈൽ കംസ് ഫസ്റ്റ്. സോ ഇവിടുന്ന് നമ്പർ ഇടാം 1 2 3 ആണല്ലോ. അപ്പൊ ഒന്നാമത്തെ പൊസിഷനിൽ ഈഥൈലും 3-ാമത്തെ പൊസിഷനിൽ മീഥൈലും, 2 മീഥൈലും ഉണ്ട്. അപ്പൊ പേരെങ്ങനെ വരും? 1-ethyl. 3-ാമത്തെ പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് 3,3 ഡൈമീഥൈൽ ആണോ?
യെസ്. ദെൻ പേരന്റ് കോമ്പൗണ്ട് സൈക്ലോഹെക്സൈൻ ആണ്. ദാറ്റ് ഈസ് സൈക്ലോഹെക്സൈൻ ആണോ? സോ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? 1-ethyl 3,3-dimethyl സൈക്ലോഹെക്സൈൻ. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോ ഈ രീതിയിൽ എന്താണ്, സൈക്ലിക് കോമ്പൗണ്ട്സിന്റെ കേസ് തന്നാലും നെയിം ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ സാധാരണ ഓർഗാനിക് കോമ്പൗണ്ട് ഇത് സൈക്ലിക് ആണെങ്കിലും അസൈക്ലിക് ആണെങ്കിലും നോമൻക്ലേച്ചർ ചെയ്യാനായിട്ട് മനസ്സിലായല്ലോ അക്കോർഡിംഗ് ടു IUPAC സിസ്റ്റം. ക്ലിയർ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ് വൺ, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഹാവിംഗ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വരുന്ന ഓർഗാനിക് കോമ്പൗണ്ടിന് എങ്ങനെ IUPAC സിസ്റ്റം അനുസരിച്ച് നെയിം ചെയ്യാം എന്നുള്ളതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ. സോ അവിടെ നമ്മുടെ ഫസ്റ്റ് റൂള് അത് തന്നെയാണ്, സെലക്ട് ദ ലോങ്സ്റ്റ് കണ്ടിന്യൂസ് ചെയിൻ കണ്ടെയ്നിങ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പ് അടങ്ങിയിരിക്കുന്ന ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള ചെയിൻ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് റൂള്. ദെൻ വാട്ട് അബൌട്ട് സെക്കൻഡ്? നമ്പറിംഗ് ചെയ്യുന്നത് എങ്ങനെയാ? ഫങ്ഷണൽ ഗ്രൂപ്പ് ഗെറ്റ് ദ മിനിമം നമ്പർ. നമ്പറിംഗ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്തപ്പോ ബ്രാഞ്ചഡ് ആയിട്ടുള്ളവർക്ക് എന്താണ് മിനിമം നമ്പർ അല്ലെ ലീസ്റ്റ് നമ്പർ കൊടുത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഫങ്ഷണൽ ഗ്രൂപ്പിന് ലീസ്റ്റ് നമ്പർ കൊടുക്കുന്ന രീതിയിൽ വേണം നമ്മൾ നമ്പറിംഗ് നടത്താൻ. ദെൻ നെക്സ്റ്റ് വൺ, in case of compound containing more than one functional group, one of the functional group is taken as the principal functional group, remaining are taken as the substituent and taken as prefix. എന്താണ്, ഇപ്പോൾ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കേസുകളുണ്ട്. അപ്പൊ അതിലെന്താണ്, ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിനെ നമ്മൾ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പും മറ്റതിനെ സബ്സ്റ്റിറ്റ്യൂവന്റും ആയിട്ട് എടുക്കും. അപ്പൊ ഈ സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് എടുക്കുന്ന ആളിനെ നമ്മൾ പ്രിഫിക്സ് ആയിട്ട് എഴുതും. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരാം, ആരെയാണ് പ്രിൻസിപ്പൽ ആയിട്ട് എടുക്കേണ്ടത്, ആരെയാണ് സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് എടുക്കേണ്ടത്? അതിനൊരു ഓർഡർ ഉണ്ട്, പ്രയോറിറ്റി ഓർഡർ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ആ പ്രയോറിറ്റി ഓർഡർ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ആരെ പ്രിൻസിപ്പൽ കോംബോ ഫങ്ഷണൽ ആയിട്ടും ആരെ സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് എടുക്കണമെന്ന് നിങ്ങൾ അറിയാം. നോക്കിയേ, ഡിക്രീസിങ് ഓർഡർ ഓഫ് പ്രയോറിറ്റി ഓഫ് സം ഫങ്ഷണൽ ഗ്രൂപ്പ്. ഈ പ്രയോറിറ്റി ഓർഡർ നിങ്ങൾ ബൈഹേർട്ട് ചെയ്ത് വെക്കണം. നോക്കിയേ, അതിൽ ആദ്യം വന്നിരിക്കുന്ന ആരാ? കാർബോക്സിലിക് ആസിഡ് ആണ്. ദെൻ ആൽഡിഹൈഡ്, ദെൻ കീറ്റോൺ, ദെൻ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ദെൻ അമിനോ ഗ്രൂപ്പ്, ദെൻ ഡബിൾ ബോണ്ട്, ദെൻ ട്രിപ്പിൾ ബോണ്ട്, ആൽക്കീനും ആൽക്കൈനും. അപ്പൊ നിങ്ങളുടെ കേസിൽ ഒരു കോമ്പൗണ്ടിൽ തന്നെ ആസിഡും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും വന്നു എന്നിരിക്കട്ടെ. അപ്പൊ ആരെയാണ് നിങ്ങൾ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് എടുക്കേണ്ടത്? ആസിഡിനെ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ടും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ടും എടുക്കണം. മനസ്സിലായോ? അതേപോലെ തന്നെ ആൽക്കീനും ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒരേ കോമ്പൗണ്ടിൽ തന്നെ വന്നെങ്കിൽ നിങ്ങൾ ആരെ എടുക്കണം? ഡബിൾ ബോണ്ടിനെ നിങ്ങൾ പ്രിൻസിപ്പൽ ആയിട്ടും ട്രിപ്പിൾ ബോണ്ടിനെ സബ്സ്റ്റിറ്റ്യൂവന്റ് ആയിട്ടും എടുക്കണം. മനസ്സിലായോ? അപ്പൊ അതിനു വേണ്ടിയാണ് ഈ പ്രയോറിറ്റി ഓർഡർ മനസ്സിലാക്കി വെക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്കിത് അപ്ലൈ ചെയ്ത് ചെയ്യാം. അപ്പൊ ഒന്നുകൂടെ ക്ലിയർ ആവും. Then what about the next rule? If more than one functional group of same type, their numbers are indicated by di, tri, tetra. നമ്മൾ പറഞ്ഞു, ഇപ്പൊ നമ്മളത് സാധാരണഗതിയിൽ കണ്ടു, മീതയിൽ തന്നെ ഒന്നിൽ കൂടുതൽ വന്നപ്പോൾ നമ്മൾ ഡൈ, ടൈ, ടെട്ര യൂസ് ചെയ്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെ ഒന്നിൽ കൂടുതൽ വന്നാൽ അവരെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ 2 എണ്ണമാണ് ഡൈ, 3 എണ്ണമാണ് ട്രൈ, ആ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ഇൻ സച്ച് കേസസ് ഫുൾ നെയിം ഓഫ് പേരന്റ് ആൽക്കെയിൻ ഈസ് റിട്ടൺ. അപ്പൊ അങ്ങനെ ഒരു കേസിൽ അവിടെ ഒരു കുഴപ്പമുണ്ട്. ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെ ഒന്നിൽ കൂടുതൽ വന്നാൽ നമ്മൾ പേരന്റ് ആൽക്കെയിന്റെ ഫുൾ നെയിം അവിടെ എഴുതണം. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ അത് കാണിച്ചു തരാം. അപ്പൊ അത് എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത എന്താ? ഇഫ് മോർ ദാൻ വൺ ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട് എൻഡിങ് എനി ഓഫ് ദ പേരന്റ് ആൽക്കെയിൻ ഈസ് ഡ്രോപ്ഡ്. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഒന്നിൽ കൂടുതൽ വരുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകളാണെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനം ആൽക്കെയിൻ എന്നുള്ളതിന്റെ ആൽക്കീൻ എന്നുള്ള എഴുതാറില്ല. NE എന്നുള്ള 2 ലെറ്റേഴ്സ് നമ്മൾ അങ്ങ് ഡ്രോപ്പ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്കതൊന്ന് എഴുതി നോക്കാം, അപ്പൊ മനസ്സിലാവും. ഓക്കെ. സോ ഫസ്റ്റ് കോമ്പൗണ്ട് നോക്കിക്കേ, OH, CH2, CH3 ത്രൈസ്, CH2, CO, CH3. ഇവിടുത്തെ ഈ കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, നമുക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാവേ. OH, CH2, CH3 3 എണ്ണം ഇല്ലേ? അപ്പൊ ഇങ്ങനെ CH3 3 എണ്ണം വരുമ്പോ യെസ്, അത് നമ്മൾ എന്ത് ചെയ്യണം? സോറി, CH2 3 എണ്ണം വരുമ്പം CH2, 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 പിന്നെ ഇവിടെ ഒരു CH2, ദെൻ ഇവിടെ CO, CH3. ഇങ്ങനെയാണല്ലേ ഈ കോമ്പൗണ്ട്. ഇനി നെയിം ചെയ്യാം. അപ്പൊ നോക്കിയേ, ഇവിടെ 2 ഫങ്ഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏതൊക്കെയാ? ഒന്ന് OH ഗ്രൂപ്പും ഉണ്ട്, അതേപോലെ തന്നെ CO ഗ്രൂപ്പും, അതായത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഉണ്ട്, കീറ്റോ ഗ്രൂപ്പും ഉണ്ട് അല്ലേ? അപ്പൊ ആർക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്? യെസ്, അത് നമ്മൾ എവിടെ പ്രയോറിറ്റി ഓർഡറിൽ പഠിച്ചായിരുന്നു. എവിടെയാണ്? യെസ്, ആർക്കാണ് ആദ്യത്തേത്? പ്രിൻസിപ്പൽ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് കീറ്റോ ഗ്രൂപ്പിനെയാണ്.
സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെയാണ്. അപ്പൊ അത് ആ ഒരു ഓർഡർ പഠിക്കണമെന്ന് പറഞ്ഞത് അതിനാണ്. അപ്പൊ കീറ്റോ ഗ്രൂപ്പാണ് നമ്മൾ എടുക്കേണ്ടത് ആണല്ലോ. അപ്പൊ അവിടുന്ന് നമ്പർ ചെയ്ത് തുടങ്ങണം. അപ്പൊ അയാൾക്ക് ലീസ്റ്റ് ആരാണോ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് എടുക്കുന്നത് അയാൾക്ക് ലീസ്റ്റ് നമ്പർ കൊടുക്കുന്ന രീതിയിൽ വേണം നമ്മൾ നമ്പറിങ് നടത്താൻ. മനസ്സിലായോ? അപ്പോ 1 2 3 4 5 6 7 ഇങ്ങനെയാണ് നമ്പറിങ് നടത്തുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ 7 കാർബൺ ആറ്റംസ് ഉണ്ട്. 7 എന്ന് പറയുമ്പോൾ ഏതാ? ഹെപ്റ്റ് ആണ്. ഹെപ്റ്റിനകത്തില് 7ാമത്തെ പൊസിഷനിൽ ആര് വന്നു? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വന്നു. സോ 7 ഹൈഡ്രോക്സി. യെസ് ആണല്ലോ. യെസ്. ദെൻ 7 എന്നുള്ളതിന്റെ എന്താണ്? ഹെപ്റ്റ് ആണ്. ഹെപ്റ്റിനകത്തില് 2ാമത്തെ പൊസിഷനിൽ ആര് വന്നു? കീറ്റോ ഗ്രൂപ്പ് വന്നു. ദാറ്റ് ഹെപ്റ്റ് 2. കീറ്റോ ഗ്രൂപ്പ് ആകുമ്പോൾ എങ്ങനെ അവസാനിക്കണം? ONE അവസാനിക്കണം. സോ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? 7 ഹൈഡ്രോക്സി ഹെപ്റ്റ് 2 ഓൺ. മനസ്സിലായോ? അപ്പൊ അതാണ് പ്രയോറിറ്റി ഓർഡർ അനുസരിച്ച് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ നമ്മൾ നെയിം ചെയ്യേണ്ട രീതി. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വൺ. യെസ്, ഇവിടെ എന്താ? സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെ വന്നിരിക്കുകയാണ് 2 വട്ടം അല്ലേ? ഓക്കെ. അപ്പൊ എങ്ങനെയായാലും നമ്പറിങ് കൊടുത്താൽ 1 2 അത്രയല്ലേ വരത്തുള്ളൂ. തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ പേരന്റ് കോമ്പൗണ്ടിന്റെ ഫുൾ നെയിം എഴുതണമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ ഇവിടെ 2 കാർബൺ അല്ലേ ഉള്ളത്? 2 കാർബൺ ആകുമ്പോ എത്ത്. സിംഗിൾ ബോണ്ട് ആകുമ്പോ എന്താ? സിംഗിൾ ബോണ്ട് ആകുമ്പോൾ ENE. അപ്പൊ ഫുൾ നെയിം എഴുതി. മനസ്സിലായോ? യെസ്. അപ്പൊ ഈതൈൻ 1ാമത്തെ പൊസിഷനിലും 2ാമത്തെ പൊസിഷനിലും ആരാണ്? ആൽക്കഹോൾ ആണ്. ആൽക്കഹോൾ ആവുമ്പം OL അവസാനിക്കണം. എത്ര പേരുണ്ട്? 2 പേരുള്ളത് കൊണ്ട് പ്രിഫിക്സ് ഡൈ കൊടുത്തു. സോ ഡയോൾ. സോ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ഈതൈൻ 1,2 ഡയോൾ. മനസ്സിലായല്ലോ? ഓക്കെ. അടുത്ത ആരാണ്? അടുത്തതും എന്താണ്? ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെ 2 തവണ വന്നിട്ടുണ്ട്. അപ്പോഴും നമ്മൾ എന്താ പറഞ്ഞ? ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എന്താണ്? പേരന്റ് കോമ്പൗണ്ടിന്റെ ഫുൾ നെയിം എഴുതണം. എത്രയാ? 1 2 3 4 5 6 അല്ലെ? 6 എണ്ണം ആകുമ്പോഴത്തേക്കും ഹെക്സൈൻ. സിംഗിൾ ബോണ്ട് അല്ലേ? ദാറ്റ് ഈസ് ഹെക്സൈൻ. എത്രാമത്തെ പൊസിഷനിലാ? 2ാമത്തെ പൊസിഷനിലും 5ാമത്തെ പൊസിഷനിലുമാണ്. സോ ഹെക്സൈൻ 2 5 ഡൈ അല്ലേ? ആരാണ് വന്നേക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്? കീറ്റോൺ ആണ്. ദാറ്റ് ഈസ് ഡയോൺ. മനസ്സിലായോ? സോ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്? ഹെക്സൈൻ 2,5 ഡയോൺ. മനസ്സിലായല്ലോ? അപ്പോ അതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ദെൻ അടുത്തത് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുന്ന കേസ് അല്ലേ? യെസ്. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരുമ്പോൾ പ്രയോറിറ്റി ഓർഡർ അനുസരിച്ച് ഡബിൾ ബോണ്ടിനാണ് പ്രിഫറൻസ്. അയാളാണല്ലോ പ്രിൻസിപ്പൽ ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ അയാൾക്ക് ലീസ്റ്റ് നമ്പർ കൊടുക്കുന്ന രീതിയിൽ ഇവിടുന്ന് കൗണ്ട് ചെയ്യണം. 1 2 3 4 5 6. ഓക്കെ. 6 എണ്ണം വന്നിട്ടുണ്ട്. 6 എണ്ണം എന്ന് പറഞ്ഞാൽ ഹെക്സ് ആണ്. ഹെക്സിനകത്തില് എന്താണ്? യെസ്, നമ്മള് ആദ്യം എന്താ പറയുക പ്രിൻസിപ്പൽ ആയിട്ട് എടുക്കുന്നത് ഡബിൾ ബോണ്ടിനെയാണെന്ന് പറഞ്ഞു. അത് 1ാമത്തെ പൊസിഷനിലും ഉണ്ട് 3ാമത്തെ പൊസിഷനിലും ഉണ്ട് ആണല്ലോ? യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒന്നിൽ കൂടുതൽ ഡബിൾ ബോണ്ടുകൾ വന്നാൽ അവസാനത്തെ NE അങ്ങ് ഡ്രോപ്പ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? യെസ്. അപ്പൊ എങ്ങനെയാ പേര് വരുന്നത്? ഹെക്സ്. 6 ആകുമ്പോ ഹെക്സ്. ഹെക്സിന്റെ 1ാമത്തെ പൊസിഷനിലും 2ാമത്തെ പൊസിഷനിലും മൂന്നാമത്തെ പൊസിഷനിലും എന്തുണ്ട്? ഡൈനുണ്ട് ആണല്ലോ. യെസ്. പിന്നെ ആരുണ്ട്? അപ്പൊ 5ാമത്തെ പൊസിഷനിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ 5 INE. മനസ്സിലായോ? കണ്ടോ? അപ്പം ഈ ഹെക്സിന്റെ ബാക്കിയായിട്ട് വരും. ആ എയിൻ എന്നുള്ളതില്ല അവിടെ. അപ്പൊ ഹെക്സ് 1 3 ഡൈൻ 5 ഐൻ എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. മനസ്സിലായല്ലോ? അടുത്തത് എങ്ങനെയാ? യെസ്. അടുത്തത് നോക്കിക്കേ. ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ഇയാൾക്ക് തന്നെ ലീസ്റ്റ് പൊസിഷൻ കൊടുക്കണം. ദാറ്റ് ഈസ് ഇവിടുന്ന് 1 2 3 4 5 6 7 8. ലോങ്സ്റ്റ് ചെയിൻ അത് തന്നെയാണല്ലോ. 1 2 3 4 5 6 7 8 എങ്ങനെ നോക്കിയാലോ അത് തന്നെ. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് അയാൾക്ക് ലീസ്റ്റ് നമ്പർ കൊടുക്കുന്ന രീതിയിൽ വേണം എഴുതാൻ. അപ്പൊ 2ാമത്തെ പൊസിഷനിൽ ഫങ്ഷണൽ ഗ്രൂപ്പ്. ദെൻ 1 2 3 4 5 6 7 7ാമത്തെ പൊസിഷനിൽ ബ്രാഞ്ച് ആണല്ലോ. മൊത്തം 8 ഉണ്ട്. 8 ആകുമ്പോഴത്തേക്കും എന്താ? ഒക്ട് എന്നാണ് വരുന്നത്. അതിൽ 7ാമത്തേതിൽ മീതൈൽ വന്നതുകൊണ്ട് 7 മീതൈൽ ആണോ? യെസ്. 8 ആകുമ്പോഴത്തേക്കും ഒക്ട്. പക്ഷെ ഒക്ടിന്റെ 2ാമത്തെ പൊസിഷനിൽ ആൽക്കഹോൾ വന്നു. അപ്പൊ എന്താണ്? ഒക്ടാൻ 2
ol. So what is the name of this compound? 7-methyl octan 2-ol എന്നാണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നെയിം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അടുത്തത് നെക്സ്റ്റ് വൺ, ഡബിൾ ബോണ്ടും ഉണ്ട്, കാർബോക്സിലിക് ഗ്രൂപ്പും ഉണ്ട്. പ്രിഫറൻസ്, പ്രയോറിറ്റി ഓർഡർ അനുസരിച്ച് കാർബോക്സിലിക് ആസിഡിന്റെ ഗ്രൂപ്പിനാണ് പ്രയോറിറ്റി. അപ്പൊ ഇവിടുന്നാണ് കൗണ്ട് ചെയ്യേണ്ടത്. 1 2 3 4 5 6 ആണല്ലോ. യെസ്. അപ്പൊ എന്താണ്? നാലാമത്തെ കാർബണിന് ഡബിൾ ബോണ്ട് ആണ് അല്ലേ? യെസ്. അപ്പൊ എങ്ങനെയാ പേര് വരുന്നത്? ഇതാരാ? 6 ആവുമ്പോഴത്തേക്കും ഹെക്സനോയിക് ആസിഡ് ആണ് വരുന്നത് ആണേ. പക്ഷെ അപ്പൊ പേരെങ്ങനെ വരും? ഹെക്സിന്റെ നാലാമത്തെ പൊസിഷനിൽ ഈൻ വന്നു, ദെൻ ഓയിക് ആസിഡ് ആണോ? കണ്ടോ? ഹെക്സ് 4 ഈൻ ഓയിക് ആസിഡ് എന്ന് വന്നു. ക്ലിയർ ആണോ? അപ്പൊ ഇപ്പൊ നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ നോമൻക്ലേച്ചർ, അതായത് IUPAC സിസ്റ്റം അനുസരിച്ച് ബ്രാഞ്ചഡ് ആണെങ്കിലും ക്ലോസ്ഡ് ആണെങ്കിലും സൈക്ലിക് ആണെങ്കിലും അസൈക്ലിക് ആണെങ്കിലും ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ത് വന്നാലും IUPAC നെയിം ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചു. ഇനി നേരെ തിരിച്ചു ചോദിക്കും. നമുക്ക് IUPAC നെയിം തന്നിട്ട് അവരുടെ സ്ട്രക്ചർ എഴുതാനായിട്ട് ചോദിക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള കേസിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ നോക്കാം. സിമ്പിളാ, IUPAC നെയിം എഴുതുന്നതിനേക്കാളും സിമ്പിൾ ആണ് സ്ട്രക്ചർ എഴുതുന്നത്. നോക്കിയേ, പെൻഡ് 4-2-ol. അപ്പൊ നിങ്ങൾ ആദ്യം പേരന്റ് ചെയിൻ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. പെൻഡ് അതാണല്ലോ. പെൻഡ് ആവുമ്പോ എത്ര കാർബൺ ആറ്റം ആണ്? 5. അപ്പൊ നേരത്തെ ആ 5 കാർബൺ ആറ്റം അങ്ങനെ എഴുതുക. കണ്ടോ? ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയി. ഇനി എവിടെയൊക്കെ ബ്രാഞ്ച് ഉണ്ട്, എവിടെയൊക്കെ ആരൊക്കെ ഉണ്ടെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. നോക്കിയേ, 4-ene. 4-ene എന്ന് പറഞ്ഞാൽ എന്താ? നാലാമത്തെ പൊസിഷനിൽ ആരുണ്ട്? ഡബിൾ ബോണ്ട്. 1, എവിടുന്ന് വേണേലും കൗണ്ട് ചെയ്യാം കേട്ടോ. 1 2 3 4. അപ്പൊ നാലാമത്തെ പൊസിഷനിൽ ആരുണ്ട്? ഡബിൾ ബോണ്ട്. കൊടുത്തല്ലോ? യെസ്. തീർന്നോ? ഇല്ല. 2-ol, രണ്ടാമത്തെ പൊസിഷനിൽ ഓൾ വന്നാൽ ആരാണ്? OH ആണ്. അപ്പൊ 1 2, രണ്ടാമത്തെ പൊസിഷനിൽ OH. കഴിഞ്ഞല്ലോ. ഇനി എന്ത് ചെയ്യണം? ബാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്ന അനുസരിച്ച് ഹൈഡ്രജൻ ആറ്റം ഇട്ട് കൊടുക്കണം അല്ലേ? ബാക്കി എല്ലായിടത്തും സാധാരണ സിംഗിൾ ബോണ്ട്. ഓക്കെ, ഇവിടെ അതാ CH3. ഈ കാർബൺ 1 2 3 3 ബോണ്ട് ഉണ്ട്. അപ്പോൾ ഒരു ഹൈഡ്രജൻ കൂടെ മതി. ഇയാൾക്ക് CH2. ഇയാൾക്ക് വേണോ? യെസ്. 1 2 3 3 എണ്ണു. അപ്പൊ ഇവിടെ ഒരു ഹൈഡ്രജൻ, ദെൻ 1 2, ഇവിടെ 2 എണ്ണം. മനസ്സിലായോ? സ്ട്രക്ചർ എഴുതിയത് കണ്ടോ? ക്ലിയർ ആയല്ലോ? ഇവിടെ ബോണ്ട് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ രീതിയിൽ സ്ട്രക്ചറൽ ഫോർമുല എഴുതാനും അറിയാം. നോക്കി അടുത്ത നോക്കാം. 6-hydroxyheptanal അടുത്ത കോമ്പൗണ്ട്. അതിന്റെ പേരന്റ് ചെയിൻ ആരാ? ഹെപ്റ്റനാൽ ആണ്. ഹെപ്റ്റൻ എന്ന് പറഞ്ഞാൽ എത്ര? 7. 1 2 3 4 5 6 7. 7 കാർബൺ ആറ്റം. ഹെപ്റ്റനാൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പൊസിഷനിൽ ആല് വരുമ്പോ ആരാണ്? ആൽഡിഹൈഡിനെ ചുരുക്കിയാണ് നമ്മൾ ആൽ എന്ന് എഴുതുന്നത്. അപ്പൊ ഒന്നാമത്തെ പൊസിഷനിൽ ആരാ? ആൽഡിഹൈഡ് ആണ്. CHO ഗ്രൂപ്പ് ഒന്നാമത്തെ പൊസിഷനിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നോക്കിയാൽ ഒന്ന്, ഇവിടുന്ന് ആയാലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെയായാലും. ദെൻ 6ാമത്തെ പൊസിഷനിൽ ഹൈഡ്രോക്സി. ഹൈഡ്രോക്സി ആരാണ്? OH ഗ്രൂപ്പ് ആണ്. അപ്പൊ 1 2 3 4 5 6 OH. പറഞ്ഞില്ലല്ലോ? ബാക്കി എല്ലാം സിംഗിൾ ബോണ്ട് ആണ്. ദെൻ ഹൈഡ്രജൻ ഇട്ട് കൊടുക്കണം. CH2 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 CH CH3. മനസ്സിലായോ? എളുപ്പമല്ലേ? ഓക്കെ, അടുത്ത എന്താ? 4,5-dimethyl hexan 1-ol അടുത്ത കോമ്പൗണ്ട്. ഹെക്സ് ആരാ? 6 കാർബൺ. 1 2 3 4 5 6 ആണല്ലോ. യെസ്. 1-ol ഒന്നാമത്തെ പൊസിഷനിൽ തന്നെ ആരാ? ഓൾ എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പ് ആണല്ലോ. യെസ്. 4,5-dimethyl നാലാമത്തെ പൊസിഷനിലും 5ാമത്തെ പൊസിഷനിലും മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. 1 2 3 4 4ലും ഉണ്ട് 5ലും ഉണ്ട് മീഥൈൽ ഗ്രൂപ്പ്. മേളോട്ടോ താഴോട്ടോ കൊടുക്കാം കേട്ടോ, എവിടെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. മീഥൈൽ ഗ്രൂപ്പ് CH3. ബാക്കിയൊക്കെ സിംഗിൾ ബോണ്ട് ആണല്ലോ. ഹൈഡ്രജൻ കൊടുക്കാം. ഇവിടെ എത്ര വരും? ഇവിടെ 1 2 ബോണ്ട് ഉണ്ട്. അപ്പൊ CH2 CH2 CH2, ഇവിടെ CH, ഇവിടെ CH, ഇവിടെ CH3. മനസ്സിലായോ? സ്ട്രക്ചർ എഴുതാൻ പിടി കിട്ടിയോ? ഓക്കെ, അടുത്തത്
5,5-dimethyl heptane 2-ol. അടുത്തതാണ്. അപ്പൊ അടുത്ത പേരന്റ് കോമ്പൗണ്ട് ആരാ? ഹെപ്റ്റ്. ഹെപ്റ്റ് എന്ന് പറഞ്ഞാൽ 7 എണ്ണം. 1 2 3 4 5 6 7 ആണോ? യെസ്. അതിന്റെ രണ്ടാമത്തെ പൊസിഷനിൽ ഓൾ, ദാറ്റ് ഈസ് OH ആണോ? യെസ്. പിന്നെ 5,5-dimethyl, അഞ്ചാമത്തെ പൊസിഷനിൽ തന്നെ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ? 1 2 3 4 5. അപ്പൊ 5-ൽ ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴോട്ടും കാണിക്കണം. ഓക്കെ, ബാക്കിയൊക്കെ അതേപോലെ തന്നെ സിംഗിൾ ബോണ്ട് കൊടുക്കുക, ഹൈഡ്രജനെ വാലൻസിക്ക് അനുസരിച്ച് കൊടുക്കുക. ദാറ്റ് ഈസ് CH3, ഇവിടെ CH, CH2, CH2. ഇവിടെ വേണോ? വേണ്ട, ബിക്കോസ് 1 2 3 4 4 വാലൻസിയും ബ്രാഞ്ച് കൊണ്ട് സാറ്റിസ്ഫൈ ആയി. അപ്പൊ അവിടെ വേണ്ട. ദെൻ CH2, CH3. മനസ്സിലായോ? കണ്ടോ സ്ട്രക്ചർ എഴുതിയത്? ഓക്കെ, അടുത്ത ആരാ? പെൻഡാൻ 2-on അല്ലെ? പെൻഡ് എന്ന് പറയുമ്പം 5. 1 2 3 4 5 5 കാർബൺ ആറ്റം അല്ലെ? യെസ്. അതിന്റെ രണ്ടാമത്തെ പൊസിഷനിൽ ONE, ഓണിൽ അവസാനിക്കണമെങ്കിൽ കീറ്റോ ഗ്രൂപ്പ് ആണ് രണ്ടാമത്തെ പൊസിഷനിൽ. അപ്പൊ കീറ്റോ ഗ്രൂപ്പ് ഇങ്ങനെ C ഡബിൾ ബോണ്ട് O എന്ന് കൊടുക്കാം, അതല്ല എങ്കിൽ CO എന്ന് തന്നെ കൊടുക്കണം. അപ്പൊ രണ്ടാമത്തെ കാർബണിൽ കീറ്റോ ഗ്രൂപ്പ്. നമ്മൾ ശരിക്കും കീറ്റോ ഗ്രൂപ്പിന്റെ കാർബണും കൂടി ഇൻക്ലൂഡ് ചെയ്താ എണ്ണുന്നത് കേട്ടോ. ഫങ്ഷണൽ ഗ്രൂപ്പിനകത്ത് കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അതുകൂടി ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ എണ്ണാവുള്ളൂ. അത് ശ്രദ്ധിക്കണം. ഓക്കെ, ബാക്കിയൊന്നും ഇല്ലല്ലോ? യെസ്. ബാക്കി അപ്പൊ എന്ത് ചെയ്യുക? അതേപോലെ തന്നെ കൊടുക്കുക. CH2, CH2, CH3. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതായി. ദെൻ മീഥൈൽ പ്രൊപ്പനോയേറ്റ്. അങ്ങനെ ഒരു സാധനമുണ്ട് അല്ലേ? മീഥൈൽ ആരാന്നറിയാം? CH3 ആണെന്നറിയാം. അതങ്ങ് എഴുതി. പ്രൊപ്പനോയേറ്റ് എന്താ? ഈ ATയിൽ അവസാനിക്കണമെങ്കിൽ അവിടെ ഒരാളുണ്ട്. ആരാന്നറിയാമോ? ATയിൽ അവസാനിക്കണമെങ്കിൽ COO ഗ്രൂപ്പ് എന്നൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ആരാ COO ഗ്രൂപ്പ്? ഇയാളെ വിളിക്കുന്ന പേരാണ് എസ്റ്റർ. എന്താണ് ഈ ഗ്രൂപ്പിന്റെ പേരെന്താ? എസ്റ്റർ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ. എസ്റ്റർ ഗ്രൂപ്പ് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ്, നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഇനി. അപ്പോ COO ഗ്രൂപ്പ്. അങ്ങനെ എസ്റ്റർ ഗ്രൂപ്പ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പം ആ IUPAC നെയിം അനുസരിച്ച് എന്താ ATEയിലാണ് അയാളുടെ പേര് അവസാനിക്കുന്നത് കേട്ടോ. അപ്പൊ പ്രൊപ്പ് എന്ന് പറഞ്ഞാൽ എത്ര? 3 പേരാ. ഈ മീഥൈലിനെ നമ്മൾ പ്രത്യേകം എഴുതി. പോരാത്തതിന് ഇനി ഒരു പ്രൊപ്പ് ഉണ്ട്. പ്രൊപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ എസ്റ്ററിന്റെ സിയും കൂടെ കൂട്ടി വേണം നമ്മൾ 3 എണ്ണം എഴുതാൻ കേട്ടോ. ദാറ്റ് ഈസ് എന്താ? CH2 COO ആണല്ലോ. യെസ്. എന്താണ്? CH3. കണ്ടോ എഴുതിയത്? കണ്ടോ? മീഥൈൽ പ്രൊപ്പനയേറ്റ്. മനസ്സിലായോ? അപ്പൊ അതാണ് അതിന്റെ സ്ട്രക്ചർ. അടുത്ത എന്താ? പ്രൊപ്പനമൈഡ്. ഇനി അമൈഡിനെ നിങ്ങൾക്ക് അറിയത്തില്ല അല്ലേ? അമൈഡ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? CONH2 ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് അമൈഡ് ഗ്രൂപ്പ്. എന്താണ്? CO എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഇങ്ങനെയാണ് കേട്ടോ. CONH2. ഈ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അമൈഡ് എന്ന് പറയുന്നത്. അപ്പൊ പ്രൊപ്പൻ എന്ന് പറഞ്ഞാൽ എന്താ? 3 കാർബൺ ഉണ്ട് ആണോ? യെസ്. അപ്പൊ അതിനകത്തിൽ ഈ അമൈഡിന്റെ സിയും കൂടി ആഡ് ചെയ്യണം കേട്ടോ. അപ്പൊ 1 2 3. പിന്നെ അമൈഡ് ഗ്രൂപ്പ് കൂടെ. അമൈഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ CONH2. മനസ്സിലായോ? ബാക്കി അതുപോലെ കൊടുത്താൽ മതി. CH3 CH2. കണ്ടോ പ്രൊപ്പനമൈഡ് കിട്ടിയത്? കണ്ടോ? CH3 CH2 CONH2. ഇതൊക്കെ എഴുതി പഠിക്കണം കേട്ടോ. മനസ്സിലായോ? പ്രൊപ്പനമൈഡ്. അപ്പൊ മീഥൈൽ പ്രൊപ്പനോയേറ്റും അതുപോലെ പ്രൊപ്പനമൈഡും ഒക്കെ പ്രത്യേകം എഴുതി പഠിക്കണം. അമൈഡൊക്കെ നമുക്ക് പതുക്കെ ഇനി പഠിക്കാനുണ്ട് അങ്ങോട്ട്. അടുത്തത് Hex4 ഈനോയിക് ആസിഡ്. പേരന്റ് ചെയിൻ ഹെക്സ് 6 കാർബൺ 1 2 3 4 5 6 ആണോ? നാലാമത്തെ പൊസിഷനിൽ ഈനോയിക് ആസിഡ്. ഈനോയിക് ആസിഡ് എന്താണ്? ഈനോയിക് ആസിഡ് 4. നാലാമത്തെ പൊസിഷനിൽ ഒരു ഈനുണ്ട്. ഈനെന്ന് പറഞ്ഞാൽ ആരാ? ഡബിൾ ബോണ്ട്. 1 2 3 4 അല്ലെ? അപ്പൊ നാലാമത്തെ പൊസിഷനിൽ ഒരു ഈനുണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട് ആണേ. യെസ്. ദെൻ ഒന്നാമത്തേത് ആരാ? കാർബോക്സിലിക് ഗ്രൂപ്പാ. കണ്ടോ? COOH. ബാക്കിയൊക്കെ അതനുസരിച്ച് കൊടുക്കണം. CH2 CH2. ദെൻ ഇവിടെ CH CH2 സോറി 1 2 3. ഇവിടെ ഒരു CH CH3. കണ്ടോ? ഇതാണ് Hex4 ഈനോയിക് ആസിഡ്. മനസ്സിലായല്ലോ?
അപ്പൊ നെക്സ്റ്റ് എന്താ കൊടുത്തേക്കുന്നത്? 3 നൈട്രോ സൈക്ലോഹെക്സീൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? യെസ്. അപ്പോൾ പേരന്റ് ചെയിൻ ആരാ? കോമ്പൗണ്ട് ആരാ? സൈക്ലോഹെക്സീൻ ആണ്. സൈക്ലോഹെക്സീൻ വരയ്ക്കാൻ നമുക്കറിയാം, നമ്മുടെ ഹെക്സഗൺ വരയ്ക്കുന്ന പോലെ സൈക്ലോഹെക്സീൻ. പക്ഷെ ഇവിടെ എന്താണ്? സൈക്ലോഹെക്സീൻ ആണ് എന്ന് വെച്ചാൽ ഒരിടത്ത് ഡബിൾ ബോണ്ട് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ഒരു ഡബിൾ ബോണ്ട് കൊടുക്കാം ഒരിടത്ത്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? മൂന്നാമത്തെ പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ്. അപ്പൊ നിങ്ങൾ നൈട്രോ ഗ്രൂപ്പ് ഏതാണെന്ന് അറിയണ്ടേ? പുതിയതായിട്ട് പഠിക്കുന്ന ഗ്രൂപ്പുകളൊക്കെ അറിഞ്ഞിരിക്കണം. നൈട്രോ ഗ്രൂപ്പ് ആണ് NO2. NO2 ഗ്രൂപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്? നൈട്രോ ഗ്രൂപ്പ്. അപ്പൊ മൂന്നാമത്തെ പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ് ആണേ. അപ്പൊ സൈക്ലോഹെക്സീൻ ഇവിടെ നിന്നാണ് 1 എഴുതുന്നത്. 1 2 3 ഇവിടെ വരും NO2 കേട്ടോ. അതല്ല ഇവിടുന്നാണ് കൗണ്ട് ചെയ്തെങ്കിൽ 1 2 3 ഇവിടെ എഴുതണം. അതനുസരിച്ച് കൗണ്ട് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ കൗണ്ട് ചെയ്തേക്കുന്നത് എങ്ങനെ? 1 2 3 കേട്ടോ. ഇങ്ങനെ പോയേക്കുന്നത് കണ്ടോ? 3 നൈട്രോ സൈക്ലോഹെക്സീൻ. മനസ്സിലായോ? അടുത്തത് സൈക്ലോഹെക്സ് 2 ഈൻ 1 ഓൾ. ഇവിടെയും അപ്പൊ എന്താണ്? പേരന്റ് ചെയിൻ എന്ന് പറയുന്നത് സൈക്ലോഹെക്സ് ആണ്. അപ്പൊ സൈക്ലോഹെക്സീൻ ആദ്യം വരയ്ക്കാം. വരച്ചു. ഇതിനകത്തിൽ 2 ഈൻ രണ്ടാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട്, ഒന്നാമത്തെ പൊസിഷനിൽ ഓൾ ഉണ്ട്. അപ്പൊ ഇത് ഒന്നായിട്ട് എടുക്കാം. ഓൾ എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പ് ആണേ, ഒന്നാമത്തെ പൊസിഷൻ. അപ്പൊ ഇതായിരിക്കുമല്ലോ 2, രണ്ടാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട്. മനസ്സിലായോ? അപ്പൊ ഇതാണ് സൈക്ലോഹെക്സ് 2 ഈൻ 1 ഓൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. അടുത്തത് 4 ഈഥൈൽ 1 ഫ്ലൂറോ 2 നൈട്രോബെൻസീൻ. അപ്പൊ ആരാ നമ്മുടെ പേരന്റ് കോമ്പൗണ്ട്? ആരാ? നൈട്രോബെൻസീൻ. ഇപ്പൊ നൈട്രോ ഗ്രൂപ്പ് ഏതാണെന്ന് ഞാൻ പറഞ്ഞു. ഏതാ? NO2 ഗ്രൂപ്പിനെയാണ് നൈട്രോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ബെൻസീൻ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാം. ഇതാണല്ലോ ബെൻസീൻ. ബെൻസീന്റെ രണ്ടാമത്തെ പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ് ആണോ? യെസ്. അപ്പൊ ഇത് ഒന്നെന്ന് വിചാരിക്കുക. ഫസ്റ്റ് പൊസിഷൻ. ഒന്നാമത്തെ പൊസിഷനിൽ ആരാ? ഫ്ലൂറോ. ഫ്ലൂറിന് ആരാ? F. രണ്ടാമത്തെ പൊസിഷൻ. അപ്പൊ ഇത് ഇങ്ങോട്ടോ കൗണ്ട് ചെയ്യാം, ഇങ്ങോട്ട് കൗണ്ട് ചെയ്യാം, അത് നമ്മുടെ ഇഷ്ടം. രണ്ടാമത്തെ പൊസിഷനിൽ NO2 നൈട്രോ ഗ്രൂപ്പ്. കഴിഞ്ഞോ? ഇല്ല. നാലാമത്തെ പൊസിഷനിൽ ഒരു ഈഥൈൽ ഗ്രൂപ്പ്. ഈഥൈൽ ഗ്രൂപ്പ് ഏതാ? CH2 CH3. അപ്പൊ 1 2 3 4 ഇതാണ് നാലാമത്തെ പൊസിഷൻ. ദാറ്റ് ഈസ് ഇവിടെ CH2 CH3. മനസ്സിലായോ? ഓക്കെ. സോ ഇതാണ് എന്ത്? 4 ഈഥൈൽ 1 ഫ്ലൂറോ 2 നൈട്രോ ബെൻസീൻ. മനസ്സിലായോ? ക്ലിയർ ആയി? ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ എന്താണ് നെയിമിങ് ചെയ്യാൻ ചോദിച്ചാൽ സൈക്ലിക് കോമ്പൗണ്ട് ആണെങ്കിലും നമ്മൾ അതിന്റെ സ്ട്രക്ചർ, നെയിമിംഗ് അല്ല സ്ട്രക്ചർ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കാൻ അറിയണം. ഓക്കെ. Then next one, nomenclature of substituted benzene compounds. ബെൻസീൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം, ബെൻസീൻ വരയ്ക്കാനും അറിയാം. ബെൻസീനകത്തിൽ തന്നെ ഇപ്പൊ നമ്മൾ നൈട്രോ ബെൻസീൻ കാണിച്ചില്ലേ, അതേപോലെ ബെൻസീനകത്തിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നു. അപ്പൊ എന്താ അവരുടെ പേര് എങ്ങനെയാണ്? ഇവിടെ നോക്കിയേ, ബെൻസീൻ റിംഗിൽ ഒരു CH3 ഗ്രൂപ്പ് വന്നു അല്ലേ? ഇവിടുന്ന് ഒരാളെ മാറ്റിയിട്ട് അവിടെ ആര് വന്നു? CH3 ഗ്രൂപ്പ് വന്നു. അപ്പൊ രണ്ട് പേരും അറിയണം, കോമൺ നെയിമും അറിയണം, IUPAC നെയിമും അറിയണം. ബെൻസീൻ റിംഗിൽ എന്താണ് CH3 ഗ്രൂപ്പ് വന്നാൽ ഇയാളുടെ കോമൺ നെയിമാണ് ടോളുവീൻ. എന്താണ്? ടോളുവീൻ. മനസ്സിലായോ? ഇയാളുടെ IUPAC നെയിം, CH3 ഗ്രൂപ്പിനെ നമ്മൾ എന്താ വിളിക്കുക? മീഥൈൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുക അല്ലെ? അപ്പൊ ബെൻസീൻ റിംഗിൽ മീഥൈൽ ഗ്രൂപ്പ് വന്നാൽ ഇയാളുടെ IUPAC നെയിം എന്താ? മീഥൈൽ ബെൻസീൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ. അടുത്ത ആരാ? ഇത് ഞാൻ നേരത്തെ നിങ്ങളെ പരിചയപ്പെടുത്തിയ കോമ്പൗണ്ടാ, കോമൺ നെയിം ആരാ? ബെൻസീൻ റിംഗിൽ OCH3 ഗ്രൂപ്പ് ആൽക്കോക്സി ആണ്, അതിലെ മിതോക്സി ആണ് ഇതെന്നൊക്കെ ഞാൻ പറഞ്ഞതാ. കോമൺ നെയിം എന്താ ഇതിന്റെ? അനിസോൾ. ബെൻസീൻ റിംഗിൽ മിതോക്സി ഗ്രൂപ്പ് വന്നാൽ അയാളുടെ കോമൺ നെയിം അനിസോൾ. IUPAC നെയിം എന്താ? മിതോക്സി എന്നാ വിളിക്കുന്നത് അല്ലെ? അപ്പൊ ബെൻസീൻ റിംഗിൽ മിതോക്സി ഗ്രൂപ്പ് വന്നതുകൊണ്ട് ഇയാളുടെ പേര് മിതോക്സി ബെൻസീൻ. എന്താണ്? മിതോക്സി ബെൻസീൻ. ഇതൊക്കെ അടുത്ത വർഷം നമുക്ക് ആവശ്യമുള്ളതാണ്, അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചു വെക്കണം. അടുത്തത് ഇയാളെ നേരത്തെ പരിചയപ്പെടുത്തി. ബെൻസീൻ റിംഗിൽ NH2 ഗ്രൂപ്പ് വന്നാൽ അതിന്റെ കോമൺ നെയിം എന്ന് പറയുന്നത് അനിലീൻ. ബെൻസീൻ റിംഗിൽ NH2 ഗ്രൂപ്പ് വന്നാൽ അനിലീൻ. NH2 ഗ്രൂപ്പിനെ എന്താ വിളിക്കുക? അമീൻ ഗ്രൂപ്പ് ആണ് അല്ലേ? അമീൻ. അപ്പൊ ബെൻസീൻ റിംഗിൽ അമീൻ വന്നതുകൊണ്ട് ഇയാളുടെ IUPAC നെയിം ഈസ് അമിനോ ബെൻസീൻ. എന്താ വിളിക്കുന്നത്? അമിനോ ബെൻസീൻ. ഓക്കെ. അടുത്ത ആളാരാണ്? ബെൻസീൻ റിംഗിൽ OH വരുന്നു. OH വന്നാൽ ഇതിന്റെ കോമൺ നെയിം എന്ന് പറയുന്നത് ഫീനോൾ. എന്താണ്? ഫീനോൾ ആണ്. അതല്ല എങ്കിൽ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? ഹൈഡ്രോക്സി ബെൻസീൻ എന്നും വിളിക്കാം.
ഫീനോൾ എന്ന പേരിലാണ് കോമണി അറിയപ്പെടുന്നത് ഹൈഡ്രോക്സി ബെൻസീൻ. മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെ ഇതൊക്കെ എന്താ ബെൻസീനകത്തിൽ തന്നെ ഓരോ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നതാണ് അല്ലേ? അപ്പൊ ആ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസിൻ കോമ്പൗണ്ട്സിന്റെ കോമൺ നെയിം അറിഞ്ഞിരിക്കണം, IUPAC നെയിം നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ആരാണ്? കഴിഞ്ഞിട്ടില്ല, അടുത്തത് ഇപ്പൊ ഞാൻ പരിചയപ്പെടുത്തിയ ആള്. ബെൻസീൻ റിംഗിൽ NO2 വന്നാൽ NO2 ഗ്രൂപ്പിനെ എന്താ വിളിക്കുന്ന പറഞ്ഞേ? നൈട്രോ ഗ്രൂപ്പ്. അപ്പൊ ഇയാളുടെ IUPAC നെയിം എന്താ? നൈട്രോ ബെൻസീൻ കേട്ടോ. ഇനി എന്താ? ബെൻസീൻ റിംഗിൽ ആര് വന്നു? ബ്രോമിൻ വന്നു. അപ്പൊ നമ്മൾ ഇതിന് ഒരു ബ്രോമിനേ ഉള്ളൂ, ഫസ്റ്റ് പൊസിഷനിലാണ് വന്നേക്കുന്നത്. അപ്പൊ ഇയാളുടെ പേര് 1-ബ്രോമോ ബെൻസീൻ. എന്താണ്? 1-ബ്രോമോ ബെൻസീൻ. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താ? 2 ബ്രോമിൻ വന്നു 2 പൊസിഷനിൽ. അപ്പൊ ഒന്നാമത്തെ പൊസിഷനിലും രണ്ടാമത്തെ പൊസിഷനിലും ബ്രോമിൻ വന്നു. അപ്പൊ പേരെങ്ങനെ വരും? 1,2 രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് ഡൈ, ദാറ്റ് ഈസ് 1,2-ഡൈബ്രോമോ ബെൻസീൻ. 1,2-ഡൈബ്രോമോ ബെൻസീൻ. ഇവിടെയോ 1, 2, 3, 1ലും 3ലുമാണ് ബ്രോമിൻ വന്നേക്കുന്നത്. ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പാടില്ല. 1, 2, 3, 4, 5 ആയി പോകും. ലീസ്റ്റ് നമ്പറേ കൊടുക്കാവുള്ളൂ. അപ്പൊ ഇതിന്റെ പേര് 1,3-ഡൈബ്രോമോ ബെൻസീൻ ആണല്ലോ. ഓക്കെ, 1,3-ഡൈബ്രോമോ ബെൻസീൻ. അടുത്തതിൽ നോക്കിയേ, 1, 2, 3, 4 1ലും 4ലും വന്നു. അപ്പൊ എങ്ങനെ? 1,4-ഡൈബ്രോമോ ബെൻസീൻ. 1,4-ഡൈബ്രോമോ ബെൻസീൻ. മനസ്സിലായോ? അപ്പൊ ഇതും സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ കോമ്പൗണ്ട്സിന് എക്സാമ്പിൾ ആണ്. ഇതിന്റെ പേരപ്പം എന്താ നോക്കിയ? ഒന്നാമത്തെ പൊസിഷനിൽ ക്ലോറിൻ വന്നിട്ടുണ്ട്, രണ്ടാമത്തെ പൊസിഷനിലും നാലാമത്തെ പൊസിഷനിലും നൈട്രോ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഇയാളുടെ പേര് 1-ക്ലോറോ 2,4 2 നൈട്രോ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഡൈനൈട്രോ ബെൻസീൻ. ഓക്കെ, ഇനി ഇവിടെ എന്താണ്? ഇവിടെ നോക്കിയാൽ എന്താണ്? ഒന്നാമത്തെ പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ്, രണ്ടാമത്തെ പൊസിഷനിൽ ക്ലോറിൻ, നാലാമത്തെ പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ്. അപ്പോ 1-മീഥൈൽ 2-ക്ലോറോ എന്താ 4-നൈട്രോ ബെൻസീൻ അല്ലേ? ഇതല്ലേ അയാളുടെ പേര്? ഓക്കെ, അടുത്തെന്താ? ബെൻസീൻ റിങ്ങിനകത്തിൽ OCH3 ഗ്രൂപ്പ് വന്നാൽ അനിസോൾ ആണെന്ന് അറിയാം അല്ലേ? അനിസോളിന്റെ എത്രാമത്തെ പൊസിഷനിലാണ്? യെസ്, രണ്ടാമത്തെ പൊസിഷനിൽ ക്ലോറിൻ, നാലാമത്തെ പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് വന്നു. ദാറ്റ് ഈസ് 2-ക്ലോറോ 4-മീഥൈൽ അനിസോൾ ആണോ? അപ്പൊ ഈ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കോമ്പൗണ്ട്സിന് പേര് കൊടുക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ്. യെസ്, അടുത്ത എന്താ? യെസ്, അനിലീൻ ആണ്. അനിലീന്റെ രണ്ടാമത്തെ പൊസിഷനിലും നാലാമത്തെ പൊസിഷനിലും മീഥൈൽ ഗ്രൂപ്പ്. ദാറ്റ് ഈസ് 2,4-ഡൈമീഥൈൽ അനിലീൻ. 2,4-ഡൈമീഥൈൽ അനിലീൻ ആണോ? അടുത്ത എന്താ? ഫീനോളിന്റെ മൂന്നാമത്തെ പൊസിഷനിലും നാലാമത്തെ പൊസിഷനിലും മീഥൈൽ ഗ്രൂപ്പ്. ദാറ്റ് ഈസ് 3,4-ഡൈമീഥൈൽ ഫീനോൾ ആണോ? മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് കോമ്പൗണ്ട്സിന്റെ പേര് കൊടുക്കാൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ക്ലിയർ ആയല്ലോ? അടുത്തത് എന്താ? IUPAC നെയിം തന്നിട്ട് സ്ട്രക്ചർ എഴുതാനായിട്ട് ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ കോമ്പൗണ്ട്സിന്റെ IUPAC നെയിം തന്നിട്ട് സ്ട്രക്ചർ എഴുതാൻ. അപ്പൊ 2-ഈഥൈൽ അനിസോൾ. അനിസോൾ ഏതാണ്? ബെൻസീൻ റിങ്ങിനകത്തില് OCH3 ഗ്രൂപ്പ് വരുന്നതാണ് അനിസോൾ എന്ന് നമുക്കറിയാം. അപ്പൊ അതിന്റെ രണ്ടാമത്തെ പൊസിഷനിൽ ഈഥൈൽ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പൊസിഷൻ. അപ്പോൾ അവിടെ ഈഥൈൽ ഗ്രൂപ്പ് നമുക്കറിയാം, CH2 CH3. അപ്പൊ അതാണ് 2-ഈഥൈൽ അനിസോൾ എന്ന് പറയുന്നത്. അടുത്തത് 4-നൈട്രോ അനിലീൻ. അനിലീൻ ഏതാണ്? ബെൻസീൻ റിങ്ങില് NH2 ഗ്രൂപ്പ് വരുന്നതാണ് അനിലീൻ. അതിന്റെ നാലാമത്തെ പൊസിഷനിൽ നൈട്രോ. അപ്പൊ 1, 2, 3, 4 4 നൈട്രോ എന്ന് പറഞ്ഞാൽ NO2 ഗ്രൂപ്പ്. അപ്പൊ 4-നൈട്രോ അനിലീൻ. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ പേര് തന്നിട്ട് സ്ട്രക്ചർ വരയ്ക്കാൻ അറിയണം.
നെക്സ്റ്റ് കോമ്പൗണ്ട് 2,3 ഡൈബ്രോമോ 1 ഫിനൈൽ പെൻഡെയിൻ. അപ്പൊ നമ്മുടെ പെൻഡെയിൻ ആണ് 5 കാർബൺ ആറ്റം 1 2 3 4 and 5 അല്ലെ. അതിന്റെ ഒന്നാമത്തെ പൊസിഷനിൽ ആരുണ്ട്? ഫിനൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഫിനൈൽ റിംഗ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഏത് വേണേലും ഒന്നാമത്തെ പൊസിഷൻ എടുക്കാം. അപ്പൊ എന്താ ഒരു ഫിനൈൽ റിംഗ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ ബെൻസീൻ റിംഗ് തന്നെയാണ് ഈ ഫിനൈൽ റിംഗ് എന്ന് പറഞ്ഞാൽ. ഇങ്ങോട്ട് കണക്ട് ചെയ്താൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ നേരെ താഴേക്ക് വരച്ചാലും മതി. ഓക്കെ, ഫിനൈൽ റിംഗ് വരച്ചു. ഇനി രണ്ടാമത്തെ പൊസിഷൻ. അപ്പൊ ഇത് 1 എടുത്താൽ ഇത് 2, ഇത് 3. ഇത് നിങ്ങൾക്ക് ബോണ്ട് ലൈൻ ഫോർമുല ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം കേട്ടോ. ഇങ്ങനെയായാലും കുഴപ്പമില്ല. രണ്ടാമത്തെ പൊസിഷനിലും മൂന്നാമത്തെ പൊസിഷനിലും ബ്രോമിൻ. ബാക്കിയൊക്കെ കറക്റ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്താൽ മതി? സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഹൈഡ്രജനെ കൊടുത്താൽ മതി. ഓക്കെ, ക്ലിയർ ആയല്ലോ. ദെൻ നെക്സ്റ്റ് 4 ഈഥൈൽ 1 ഫ്ലൂറോ 2 നൈട്രോബെൻസീൻ. നൈട്രോബെൻസീൻ നമുക്കറിയാം അല്ലേ? ബെൻസീൻ റിങ്ങിനകത്തില് നൈട്രോ ഗ്രൂപ്പ് വരുന്നതാണ് നൈട്രോബെൻസീൻ. NO2 ഗ്രൂപ്പ് വരുന്ന നൈട്രോബെൻസീൻ. അത് രണ്ടാമത്തെ പൊസിഷനാ. ഒന്നാമത്തെ പൊസിഷനിൽ ഫ്ലൂറിൻ. അപ്പൊ ഇത് ഒന്നായിട്ട് എടുത്താൽ ഇവിടെ നമുക്ക് ഫ്ലൂറിൻ കൊടുക്കാം. 1 2 ഇങ്ങനെയാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ദെൻ നാലാമത്തെ പൊസിഷനിൽ ഈഥൈൽ. അപ്പൊ 1 2 3 4. അപ്പൊ നാലാമത്തെ പൊസിഷനിൽ ഈഥൈൽ, ദാറ്റ് ഈസ് എന്താണ്? CH2 CH3. ഓക്കെ ആയല്ലോ. അപ്പൊ ഇതാണ് 4 ഈഥൈൽ 1 ഫ്ലൂറോ 2 നൈട്രോബെൻസിൻ. അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യണം? നെയിം തന്നിട്ട് സ്ട്രക്ചർ എഴുതാനും മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഇത്രയാണ് ഇന്നത്തെ ഈ ചാപ്റ്ററിൽ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് ആലോചിക്കുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്? ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക് കൺസെപ്റ്റ്സ് ആൻഡ് ടെക്നിക്സ് ആണ് പഠിച്ചു തുടങ്ങിയത് അല്ലേ. അപ്പൊ അതിനകത്തിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് പലതും. അതിന്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കുറച്ചും കൂടെ വലിയ വലിയ കോമ്പൗണ്ടുകളുടെ നെയിമിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചു. എന്താണ് ഓർഗാനിക് കെമിസ്ട്രി, അതായത് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കൺസെപ്റ്റുകൾ പഠിച്ചു അല്ലേ. അപ്പൊ അതിന്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? നോമൻക്ലേച്ചർ ആണ്. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കുറേ കോമ്പൗണ്ടുകളെ നിങ്ങൾ പരിചയപ്പെട്ടു. അതിൽ സൈക്ലിക് ഉണ്ട്, അസൈക്ലിക് ഉണ്ട്, ആരോമാറ്റിക് ഉണ്ട്, അലിഫാറ്റിക് ഉണ്ട്. അപ്പൊ അതെല്ലാം മനസ്സിലാക്കിയെങ്കിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ് നെക്സ്റ്റ് ഇയറിൽ വരുന്നത്. അപ്പൊ ഇനിയൊന്നും ഈ കോമ്പൗണ്ടിനെ ആരും ഇൻട്രൊഡ്യൂസ് ചെയ്യത്തില്ല. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എഴുതി പഠിക്കുക. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള ഐസോമറിസവും കുറച്ച് പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസും കുറച്ച് ടെക്നിക്സും ഒക്കെയാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. നന്നായി എഴുതി പഠിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് വീണ്ടും കാണാം. താങ്ക്